എല്ലാ പ്രേക്ഷകർക്കും ഹവാക്കർ ശ്രീകണ്ഠൻ നായർ ഷോ പവർഡ് ബൈ കൈരളി TMDയിലേക്ക് സ്വാഗതം. ലോകത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന ജനവിഭാഗം ആര് എന്ന് ചോദിച്ചാൽ അതിന് നിങ്ങൾക്കൊരു ഉത്തരവേ ഉണ്ടാകൂ. മലയാളികളാണ്. ഒരു കാരണത്താൽ അല്ലെങ്കിൽ മറ്റൊരു കാരണത്താൽ അവർ ടെൻഷൻ അടിച്ചുകൊണ്ടേയിരിക്കും. കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ വന്നിരിക്കുന്ന ഒരു ദിശാ മാറ്റമാണിത്. വീട് വിട്ടുപോകുന്നു, വിഷാദരോഗം, അല്ലെങ്കിൽ സ്നേഹിക്കാൻ ആളില്ല, അങ്ങനെ 100,000 പ്രശ്നങ്ങളുമായി ടെൻഷൻ നമ്മുടെ സമൂഹത്തിൽ വളരുകയാണ്. ഇങ്ങനെ ടെൻഷൻ അടിച്ചാൽ നമ്മൾ എവിടെ ചെന്ന് നിൽക്കും? ടെൻഷനെ കുറിച്ചാണ് ഈ സംവാദം. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ ഇവരാണ്: ചലച്ചിത്ര സംവിധായകൻ ജിബു ജേക്കബ്, തിരുവനന്തപുരം പുനർജനി ഹോസ്പിറ്റലിലെ മാനേജിംഗ് ഡയറക്ടറും ഗൈനക്കോളജിസ്റ്റുമായ ഡോക്ടർ സ്വീറ്റി, എറണാകുളം മെഡിക്കൽ ടെസ്റ്റ് ഹോസ്പിറ്റലിലെ മനഃശാസ്ത്രജ്ഞൻ ഡോക്ടർ CJ ജോൺ, എഴുത്തുകാരി തനുജ ഭട്ടതിരി, HR ട്രെയിനർ ബിനു കണ്ണന്താനം, പൊതുപ്രവർത്തകനും ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ മുൻ സംസ്ഥാന സെക്രട്ടറിയുമായ P സദാശിവൻ, സാമൂഹ്യ പ്രവർത്തകയും ചലച്ചിത്ര താരവുമായ ജോളി ചിറയത്ത്, പ്രശസ്ത വ്യവസായി ബോബി ചെമ്മണ്ണൂർ, അഡ്വക്കേറ്റ് റീസ് പുത്തൻവീട്ടിൽ, അങ്കമാലിയിലെ കൊമേഴ്സ്യൽ ടാക്സ് ഓഫീസർ ബാബു ഇബ്രാഹിം, ASIയും യോഗ തെറാപ്പിസ്റ്റുമായ സ്ട്രെസ് മാനേജ്മെന്റ് ട്രെയിനർ ഷാജുദ്ദീൻ, സ്കൂൾ കൗൺസിലറും ഇബ്കായ് സ്ട്രെസ് മാനേജ്മെന്റ് ട്രെയിനറുമായ അഭിലാഷ് ജോസഫ്, ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പിസ്റ്റും കൗൺസിലറുമായ എലിസബത്ത് ജോൺ, ഇൻസ്റ്റന്റ് യോഗി മെഡിറ്റേഷനിലെ സുദക്ഷണ തമ്പി, റിട്ടയർഡ് ATO PN മോഹനൻ, തിരുവനന്തപുരം ഫൗണ്ടർ ഹോപ്പ് ചാരിറ്റിയിലെ മഹേഷ് പരമേശ്വരൻ നായർ, ലാഫ്റ്റർ യോഗയുടെ കേരള ലീഡർ SV സുനിൽകുമാർ. ഹായ് ബോബി ചെമ്മണ്ണൂർ, ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? സുഖമായിട്ട് പോകുന്നു. എത്ര കൊല്ലമായി വ്യവസായ രംഗത്തായിട്ട്? ഞാനോ അതോ ചെമ്മണ്ണൂരോ? ബോബി. ഞാൻ ഒരു 30 വർഷമായി. എന്തായിരുന്നു സ്വർണ്ണ വ്യാപാരത്തിലേക്ക് തിരിയാൻ കാരണം? കുടുംബപരമായി സ്വർണ്ണ വ്യാപാര രംഗത്തുണ്ടായിരുന്നുകൊണ്ടാണോ അതോ അതിനോടൊരു താല്പര്യം വന്നാണോ? പാരമ്പര്യമായിട്ട് 153 വർഷമായിട്ട് ഉള്ളതാണ്. കഞ്ഞുടി മാർഗമാണല്ലോ, അതിൽ കൂടെ തന്നെ അങ്ങനെ ചലിച്ചു. ഇപ്പൊ ഒപ്പം തന്നെ സോഷ്യൽ വർക്കും സ്പോർട്സും ഒക്കെ കൂടെ കൊണ്ടുപോകുന്നു. ഇപ്പൊ അങ്ങ് സംതൃപ്തനാണോ? സംതൃപ്തനാണ്. കടയുടെ എണ്ണം കൂടിയത് കൊണ്ടാണോ? അല്ല അല്ല. പിന്നെ എന്താണ് അങ്ങേ സംതൃപ്തിപ്പെടുത്തുന്നത്? ശരിയായ ഒരു അറിവിലെത്തിയപ്പോഴാണ് സംതൃപ്തി വന്നത്. എന്താണ് അങ്ങയുടെ മനസ്സിന് അങ്ങനെ ഒരു സാന്നിധ്യം കിട്ടിയത്? എന്തോ ഒരു സാധനം തൃപ്തിപ്പെടുത്തുന്നുണ്ടല്ലോ ഇപ്പോ. ഉണ്ട്. ശരിയായ അറിവെന്ന് പറയുന്നത് നമ്മളൊക്കെ മനുഷ്യൻ മരിക്കാൻ വേണ്ടി ജനിച്ചവനാണ്. ഒരു ചെറിയ സമയം ഭൂമിയിലുള്ളൂ എന്നതാണ് ഒന്നാമത്തെ അറിവ്. 2, ആ സമയം കൊണ്ട് എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാമെന്നുള്ളതാണോ? പറ്റാവുന്ന നല്ല കാര്യം ചെയ്യുക, ആരും ഉപദ്രവിക്കാതിരിക്കുക, സഹായിച്ചില്ലെങ്കിലും സ്വസ്ഥമായി. ഒരുപാട് പണം ഉണ്ടാക്കിയോ? ഒരുപാടില്ലേ, ആവശ്യത്തിനൊക്കെ ഉള്ള പണം ഉണ്ടാക്കിയിട്ട്. അതിൽ എത്രയാ ഇപ്പൊ പുറത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്നത്? ചാരിറ്റി ഒരു നല്ല ശതമാനം ലാഭത്തിന്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് സ്പോർട്സും അതുപോലെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ആ ഒരു അറിവിൽ കൂടെയാണ് വരുന്നത്. 2, സംഭവാമി യുഗേ യുഗേ, എല്ലാം എഴുതി വെച്ച പോലെ സംഭവിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം മറ്റൊരറിവാണ്. അതിൽ കൂടെയാണ് നമുക്ക് മനസ്സിലാവുന്നത് സംതൃപ്തിയിൽ ജീവിക്കുക എന്നുള്ളത്. ബോബിയുടെ ഈ വേഷമാണ് ഇപ്പോൾ കൂടുതലും ശ്രദ്ധിക്കപ്പെടുന്നത്. എനിക്ക് തോന്നുന്നത് എല്ലാവരുടെയും വേഷം ശ്രദ്ധിക്കപ്പെടും, എന്നാലും ബോബിയുടെ വേഷം കുറച്ചുകൂടെ ശ്രദ്ധിക്കപ്പെടുന്നു. ഇത് ബോബിക്ക് ടെൻഷൻ ഇല്ലെങ്കിൽ നാട്ടുകാർക്ക് ഒരു ടെൻഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊരു മനഃപൂർവ്വം തിരഞ്ഞെടുത്ത വേഷമാണോ? അല്ല, ഇതെന്റെ ഗ്രാൻഡ് ഫാദർ ഉപയോഗിച്ചിരുന്ന വേഷമാണ്. അപ്പോൾ ഗ്രാൻഡ് ഫാദറിനെ ഞാൻ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ, 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ കാല് തിരുമ്പി കൊടുക്കും കുഴമ്പിട്ടിട്ട്. അപ്പൊ 3 പൈസ വെച്ച് തരും ഡെയിലി മിഠായി വാങ്ങാൻ. 3 പൈസ അന്ന്. അപ്പൊ കുറെ മിഠായി കിട്ടും ഒക്കെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്, സ്നേഹമൊക്കെ ഉണ്ട്. അപ്പൊ ആള് മരിച്ചു കഴിഞ്ഞപ്പോ ആള് ഉപയോഗിച്ചിരുന്ന ഒരു ഡ്രസ്സാണ് പഴയ കാലത്തെ മുണ്ടും ചട്ടയും. അപ്പൊ അതിൽ ചെറിയൊരു ഡിസൈൻ ഒക്കെ വരുത്തിയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. നാട്ടുകാരെങ്കിലും അനുകരിക്കുന്നുണ്ടോ? ചിലയിടത്തൊക്കെ കാണാം ചിലരൊക്കെ ചെയ്യുന്നത്. അതായി യൂണിക്കാണ്. എനിക്ക് തോന്നുന്നു ലോകത്ത് തന്നെ ഇതുപോലത്തെ ഇത് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. കേരളത്തിൽ സ്വർണ്ണ വ്യാപാരികൾ ഒരുപാടുണ്ടല്ലോ, അത് ബോബിക്ക് ഒരു ടെൻഷനാണോ? ഇല്ല. എന്തുകൊണ്ട്? എന്തിനു ടെൻഷൻ? എനിക്ക് അല്ല, ടെൻഷൻ ആവശ്യമില്ലല്ലോ. നേരത്തെ പറഞ്ഞ പോലെ എല്ലാം എഴുതി വെച്ചിരിക്കുന്നു. അവനാനുള്ളതൊക്കെ, ജനനം മരണം, അതിനിടയിൽ എന്തൊക്കെ സംഭവിക്കും, ആരെ കാണും, എന്തുണ്ടാവും, കിട്ടും കിട്ടില്ല, പോകും എന്നുള്ളതൊക്കെ ഉണ്ട്. സംസാരത്തിനൊക്കെ ഉണ്ടോ? താങ്ക് യു. ഈ ഒരു ചിലപ്പോ അതായിരിക്കാം. വ്യക്തിപരമായ ജീവിതത്തില് ബോബി എങ്ങനെയാ ഒരു പെട്ടെന്ന് പാനിക്കാവുന്ന ഒരു മനുഷ്യനാണോ? അങ്ങനെ ഇല്ല, ചെറുതായിട്ടൊക്കെ ഉണ്ടാവും, മനുഷ്യനെ പോലെ ഒക്കെ ഉണ്ട്.
പക്ഷെ അതിനെ അതിജീവിക്കാനുള്ള ചെറിയ അറിവിൽ കൂടെ അതിജീവിക്കുന്നു. അങ്ങനെ സന്തോഷവാനാവും. ടെൻഷനെ അതിജീവിക്കാൻ ഇപ്പൊ സ്വർണ്ണക്കട 2-3 തുടങ്ങിയതിന്റെ അടുത്ത ദിവസം പൂട്ടി എന്നുള്ള വാർത്ത എത്തുന്നു. പാനിക്കാവാനുള്ള സിറ്റുവേഷൻ ഉണ്ട്. ആ ടെൻഷനൊക്കെ അതിജീവിക്കുന്നത് എങ്ങനെ? അല്ല, ഇതാണ് അത് പൂട്ടി അടയ്ക്കുമെന്ന് ഞാൻ അടച്ചിട്ടില്ല. ഞാൻ നാളെ അടയ്ക്കുകയാണെങ്കിൽ അടയ്ക്കണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് അടയ്ക്കുന്നത്. അവിടെ അടയ്ക്കുന്നു, അടുത്തൊരു തുടങ്ങുന്നു. അത്രേ ഉള്ളൂ. ബോബി ഒരു ടെൻഷൻ കുറഞ്ഞ ആളാണോ കൂടിയ ആളാണോ? കുറവാണ് പൊതുവെ. ടെൻഷൻ ഉണ്ടെങ്കിലും ഐ ഡോണ്ട് ബ്രീത്ത് ഇൻസൈഡ്. ടെൻഷൻ ഉള്ളിലേക്ക് എടുക്കാറില്ല, പുറത്തേക്ക് അങ്ങ് വിട്ടേ. അതിന്റെ കുറുക്ക് വഴി ഡോക്ടർമാരൊക്കെ എന്നും ഓപ്പറേഷൻ ചെയ്യുന്നതല്ലേ. അപ്പൊ അവര് എന്നും ഈ ടെൻഷൻ എടുക്കാൻ നിന്ന് അതിനല്ലേ നേരമുള്ളൂ. അപ്പൊ ഒരു ഡോക്ടർ എനിക്ക് പറഞ്ഞു തന്നു, ബോബി നമ്മളൊക്കെ ഈ ബീഫ് ചോപ്പ് ചെയ്യണ പോലെയാണ് ഓപ്പറേഷൻ ചെയ്യുക, അങ്ങനെ കാണേണ്ടതുള്ളൂ, എന്നാൽ ഓപ്പറേഷനും വിജയിക്കുള്ളൂ, അല്ല എന്നും ടെൻഷൻ അടിക്കാനേ നേരം ഉണ്ടാവുള്ളൂ. അപ്പൊ അതുപോലെയുള്ള പല അറിവുകളിൽ കൂടെ നമ്മൾ ആ യാഥാർത്ഥ്യത്തിൽ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ഞാൻ ബോബിയിലേക്ക് വരുന്നു. ഡോക്ടറെ നമ്മൾ കണ്ടിട്ട് ഇപ്പോൾ കുറച്ച് കാലമായി, അതിൻ്റെ ഒരു ടെൻഷൻ എനിക്കുണ്ട്. നമ്മളെ ഇതിങ്ങനെ ഒരു ചർച്ച തുടങ്ങി വയ്ക്കാൻ തന്നെ കാരണം കേരളത്തിൻ്റെ സമൂഹത്തെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മിക്ക ആളുകൾക്കും ഒരു കാരണത്തിൽ വേറെ കാരണത്തിൽ നല്ല ടെൻഷനുണ്ട്. അതിന് അവർ ന്യായീകരണങ്ങൾ ഒരുപാട് നിരത്തുന്നുണ്ടെങ്കിലും മറ്റുള്ള സംസ്ഥാനക്കാരുമായിട്ട് നോക്കുമ്പോൾ മലയാളികൾക്ക് അത് കൂടുതലാണെന്ന് തോന്നുന്നു. ദിവസം ഇങ്ങനെ ഒരുപാട് രോഗികളെ കാണുന്ന ആളാണല്ലോ ഡോക്ടറുടെ ഒരു നിലപാട് അങ്ങനെ കാര്യത്തിൽ? അല്ല, ടെൻഷൻ ഉണ്ടാകുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ഇപ്പം ടെൻഷൻ എന്ന് പറയുമ്പം അതിന് ശാസ്ത്രീയമായിട്ട് പല പേരുകളുണ്ട്. ആങ്സൈറ്റി ഡിസോർഡർ, ഡിപ്രഷൻ എന്നൊക്കെ പറയും. പക്ഷെ പൊതുവിൽ ദൈനംദിന ജീവിതത്തിൽ നിന്ന് വരുന്ന ടെൻഷൻ സാഹചര്യങ്ങളുടെ ഒരു നിർമ്മിതിയാണ്. ഈ സാഹചര്യങ്ങളുടെ നിർമ്മിതി എന്ന് പറയുമ്പം എനിക്ക് തോന്നുന്ന ഇപ്പം നമ്മുടെ കേരളീയ കുടുംബങ്ങളിൽ ഭൂരിപക്ഷവും ടെൻഷൻ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളായി മാറിയിട്ടുണ്ട്. കാരണം ഒരു മുഴുവൻ ഫാക്ടറിയാണ്. അതെ, ഒരു നല്ല ഫാക്ടറിയായി മാറിയിട്ടുണ്ട്. കാരണം കുട്ടികളെ 3-4 വയസ്സാകുമ്പോൾ തന്നെ പള്ളിക്കൂടത്തിലേക്ക് വിടുന്നു, അവരെ തല്ലി പഠിപ്പിക്കുന്നു. അപ്പോൾ അപ്പോഴേ തുടങ്ങുകയാണ്, നമ്മൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ജീവിതശൈലിയിൽ തന്നെ ഒരുപാട് സമ്മർദ്ദങ്ങൾ നമ്മൾ വിന്യസിപ്പിക്കുന്നുണ്ട്. അത് കൂടുതലും നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കുന്നതാണെന്നോ? അതെ, അതിന് ആനുപാതികമായിട്ട് ഈ സമ്മർദ്ദത്തിനെ നേരിടാനുള്ള പരിശീലനങ്ങൾ കൊടുക്കുന്നുമില്ല. കാരണം ടെൻഷൻ ഉണ്ടാവും, ജീവിതത്തിൽ ടെൻഷൻ ഉണ്ടാവും. ഇപ്പം ശ്രീ ബോബി പറഞ്ഞ പോലെ ടെൻഷൻ ഇല്ലാത്ത ജീവിതമില്ല. ഇപ്പോൾ വഴിയിൽ മുള്ളുകളുണ്ടെങ്കിൽ ചെരുപ്പാണ് അതിന് പരിഹാരം. അതുപോലെ ജീവിതത്തിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ പരിഹരിക്കാനുള്ള ചില മാർഗങ്ങളും ചില ജീവിതശൈലികളൊക്കെ അനുവർത്തിക്കേണ്ടി വരും. പക്ഷേ ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. അതുകൊണ്ട് കേരളത്തിലുള്ളൊരു സമൂഹം എന്ന് പറയുന്നത് ടെൻഷനുള്ള സാഹചര്യങ്ങൾ കൂടി വരുന്നു. ഇപ്പോൾ വീട് വെക്കുന്നു, നമുക്ക് വരവിൽ കൂടുതൽ ഉള്ള വീട് വെച്ചിട്ട് പിന്നെ ടെൻഷൻ അടിക്കാതെ നിവൃത്തിയുണ്ടോ? ഒരു കാര്യമില്ല. വരവിനനുസരിച്ചിട്ട് ജീവിക്കണം. ഡോക്ടർ ഇപ്പോൾ മനഃശാസ്ത്രജ്ഞനായിട്ട് ഇപ്പോൾ എത്ര കാലമായി? ഞാനൊരു 30 വർഷമായി. 3 പതിറ്റാണ്ടായി. ഈ 3 പതിറ്റാണ്ടിനിടയിൽ ഡോക്ടർ അനുഭവിച്ച ഏറ്റവും വലിയ ടെൻഷൻ എങ്ങനെ കടന്നത് ഡോക്ടർ? ടെൻഷൻ കടന്നു പോകും. വലിയ ടെൻഷൻ വല്ലതും ഉണ്ടായിരുന്നോ ഡോക്ടർക്ക്? അത് ഡോക്ടറെ കൊണ്ട് മറ്റുള്ളവർക്ക് ടെൻഷൻ ഉണ്ടായതുള്ളൂ? ഇല്ല. ടെൻഷൻ ഉണ്ടായിട്ടുണ്ട്. ജീവിതത്തിൽ ടെൻഷൻ ഉണ്ടാവും. അത് അതിജീവിക്കാനുള്ള മാർഗങ്ങളുണ്ട്. അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ എഴുതും, പാട്ട് കേൾക്കും, അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നത് ഡോക്ടർ ഇതൊക്കെ ഒരു വ്യവസ്ഥാപിതമായിട്ട് പഠിച്ച ഒരാളാണല്ലോ. അതെ. അപ്പോൾ ഈ ഡിപ്രഷനും ഇങ്ങനെയുള്ള സമ്മർദ്ദങ്ങളും ഒക്കെ പഠിച്ച ഒരാളെന്ന നിലയിൽ ഈ ടെൻഷനെ ഡോക്ടർ വ്യക്തിപരമായിട്ട് അങ്ങനെ അതിജീവിക്കുന്നത്? അല്ല, അതാ പറയുന്നത്. കാരണം എല്ലാത്തിനും ഒരു മുൻഗണനാക്രമം വേണം. കാരണം ജോലിയെ എന്ന് പറഞ്ഞിട്ടിരുന്നു കഴിഞ്ഞാൽ ജോലി ടെൻഷനായിട്ട് മാറും. ചെയ്യുന്ന ജോലി ചെയ്യുന്ന സമയത്ത് ആസ്വദിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ ജീവിതത്തിലെ ഒരു ദിനചര്യ എന്ന് പറയുമ്പം ജോലിയുടെ ഒപ്പം തന്നെ ഒരല്പം ഉല്ലാസത്തിനുള്ള കാര്യങ്ങൾ വേണം, കുടുംബമായിട്ട് ചെലവഴിക്കാനുള്ള സമയം. മലയാളി റിലാക്സ്ഡ് അല്ലെന്ന് ഡോക്ടർക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. എന്നോടൊരു മുംബൈയിൽ നിന്ന് ഇവിടെ താമസിക്കുന്ന ഒരു സുഹൃത്ത് പറയായിരുന്നു, ഒരു ജീവിതം ഇല്ലാത്തവനാ മലയാളിയിൽ നിന്ന്. ആർക്കോ വേണ്ടി കുറേ അധ്വാനിക്കുന്നു, കുറച്ച് സമ്പാദിച്ചു കൂട്ടുന്നു, ഒരു സമയത്ത് ക്രിയ കൂടുന്നു, അതിനിടയിൽ അവനൊരു ജീവിതം കിട്ടുന്നില്ല. മറ്റേ അവരെ താരതമ്യപ്പെടുത്തി പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവർ വെള്ളിയാഴ്ച ശനിയാഴ്ച വരെ അധ്വാനിച്ചു കഴിഞ്ഞാൽ പിറ്റേന്ന് ശനി ഞായറുമായിട്ട് അവർ തകർത്ത് പൊളിക്കും, പിന്നെ തിങ്കളാഴ്ച വീണ്ടും മാടുപോലെ പണിയും. ഇങ്ങനെയാണ് അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ. ഇവിടുത്തേരെ നോക്കുമ്പോൾ അവർ വസ്തു വാങ്ങിച്ചിടുന്നു, അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞാൽ വലിയ കെട്ടിടം വാങ്ങിച്ചിടുന്നു, അതിൻ്റെ ഒരു ടെൻഷൻ. അല്ലല്ല, ഇത് ജീവിതശൈലിയുടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം മലയാളിയെ കുറിച്ചിട്ട് സാധാരണ പറയുന്ന ഒരു ദോഷവാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്യരുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കക്ഷിയാണ് മലയാളി എന്നാണ് പറയുക. കാരണം എപ്പോഴും അയലോക്കത്തേക്ക് നോക്കിയിട്ട് അയാളുടെ കാറിൻ്റെ ബ്രാൻഡ് എന്താണ് ഇങ്ങനെ നോക്കിയിട്ട്, അങ്ങനെയല്ല. അവനവൻ്റെ ജീവിതമാണ് ജീവിക്കേണ്ടത്. ടെൻഷനെ അതിജീവിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം നമ്മുടെ ജീവിതം സമാധാനത്തോടെ ജീവിക്കുക എന്നുള്ളതാണ്. അതില്ലാതെ പോകുന്നു. ഞാൻ വരുന്നത് താങ്കൾക്കിതൊരു ടെൻഷൻ കുറഞ്ഞ സമയമാണെന്ന് എനിക്കറിയാം. 1-2 പടങ്ങൾ സൂപ്പർ ഹിറ്റാക്കി അല്ലേ? ഇപ്പോൾ എത്ര പടം സൂപ്പർ ഹിറ്റായി? ഇല്ല, 2 പടം ചെയ്തു. 2 പടം ചെയ്തോളൂ. 2 ഹിറ്റായല്ലോ. അപ്പോൾ 100% അപ്പോൾ ഇദ്ദേഹം വെള്ളിമൂങ്ങ സംവിധാനം ചെയ്തു. ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന പടത്തെക്കുറിച്ച് പറഞ്ഞാൽ?
മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ. അത് തളർത്തല്ലോ നന്നായിട്ട്. നന്നായിട്ട് തളുത്തു. കേരളം ആകെ ആ മുഖം കണ്ടാൽ തന്നെ എനിക്കറിയാം നന്നായി തളർത്തും. ഇനി തിയേറ്ററിൽ പോകേണ്ട കാര്യമില്ല. കേരളത്തിൽ വളരെ അടുത്ത കാലത്ത് ഇറങ്ങിയ നല്ല ചിത്രമാണ് എന്ന് പ്രേക്ഷകർ എഴുതുന്നുണ്ട്. നല്ല കാര്യം. അപ്പോൾ എനിക്ക് തോന്നുന്നത് താങ്കൾ സിനിമയിൽ എത്തിയിട്ട് കുറച്ചധികം കാലമായില്ലേ ഇപ്പോൾ? അതെ അതെ അല്ലേ, ഒരു 20 വർഷത്തോളം. 20 കൊല്ലം ക്യാമറയുടെ പിന്നിൽ നിന്നു അല്ലേ? ശരിയാണ്, 20 വർഷത്തോളം ക്യാമറയുടെ പിന്നിൽ. ക്യാമറയുടെ മുന്നിൽ കയറിയപ്പോൾ ഒരു സുഖമുണ്ടോ? അല്ല, ക്യാമറയുടെ മുന്നിലല്ല, ഞാനിപ്പോഴും പിന്നിൽ തന്നെയാണ്. ഡയറക്ടറാണ്. അതുകൊണ്ട് നമുക്ക് ക്യാപ്റ്റൻ അല്ലേ? അതെ, ക്യാപ്റ്റനായി ആ സിനിമ നമ്മുടേത് മാത്രമായിട്ട്, അല്ലെങ്കിൽ എൻ്റെ ലീഡർഷിപ്പിലുള്ള സിനിമ വിജയിക്കുമ്പോൾ കൂടുതൽ സന്തോഷമുണ്ട്. അല്ല, ഞാൻ താങ്കളെ ഈ സംവാദത്തിലേക്ക് വിളിക്കാൻ കാരണം സിനിമയും ഒരു രംഗമാണ്, ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്ന, പ്രത്യേകിച്ച് അതിൻ്റെ ആ വ്യവസായം ആവശ്യപ്പെടുന്ന ചില റിക്വയർമെൻറ്റ്സ് ഉണ്ടല്ലോ, അതൊരു ടെൻഷൻ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ഡോക്ടർ പറഞ്ഞൊരു ഫാക്ടറിയാണ്. ഉറപ്പായിട്ടും. കാരണം ഓരോ ഷൂട്ടിംഗ് ഓരോ അനുഭവമായി മാറുന്നതുകൊണ്ട്. പൊതുവേ താങ്കളുടെ ഒരു രീതി എങ്ങനെ? എപ്പോഴും താങ്കളൊരു സുസ്മേര വദനായി കാണുന്നു, എപ്പോഴും ഒരു ചിരിച്ചു നടക്കുന്ന ആളല്ല. അത് ഇപ്പോ സിനിമ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സന്തോഷം, ആ സന്തോഷം ഇങ്ങനെ. അപ്പൊ ഇതിനിപ്പോ താങ്കൾ 100 കോടി ക്ലബിൽ വല്ലതും കയറിയ ചിരി കൊണ്ട് ഇവിടെ അഭിഷേകമായിരിക്കുമല്ലോ. പൊതുവേ താങ്കളൊരു വ്യക്തി ജീവിതത്തിൽ എങ്ങനെ ഒരു പ്രശ്നങ്ങളെ അതിജീവിക്കാൻ എങ്ങനെയാ പഠിക്കുക സാധാരണ? അല്ല, പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്, എനിക്കും ഉണ്ട്. അല്ല, ടെൻഷന്റെ ഒരു സ്വഭാവം ഞാൻ ചോദിക്കുന്നത്. ഞാനിപ്പോൾ ഈ സംവാദം മുഴുവൻ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ മലയാളി നിർമ്മിച്ചു വയ്ക്കുന്ന ഒരു ടെൻഷൻ ഉണ്ടല്ലോ, അതൊരു സ്വകാര്യ സ്വത്താക്കി മാറ്റുക, അതിൻ്റെ മേളിൽ അടയിരിക്കുക, കുറച്ചെല്ലാം കഴിഞ്ഞ് ക്രിയ കൂടുക. അതിൽ നിന്ന് മാറി അവൻ മലയാളി ജീവിതത്തിൽ തന്നെ ഒരു പൊളിച്ചെഴുത്തിൻ്റെ ആവശ്യത്തിന് സമയമായി തോന്നുന്നു. ഡോക്ടർ പറഞ്ഞതിൽ ചികിത്സയില്ല. അല്ല, ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ കാര്യങ്ങൾ ആദ്യം, ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ നമ്മുടെ കാര്യങ്ങളിലേക്ക് കുറച്ച് കൂടുതൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ടെൻഷൻ കുറച്ച് ഫ്രീ ആവുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വിവാഹം കഴിച്ച ആളല്ലേ താങ്കൾ? അതെ അതെ. അതിൻ്റെ അശേഷം ടെൻഷൻ ഇല്ലല്ലോ മുഖത്ത്. കുഴപ്പമൊന്നുമില്ല, സന്തോഷമായ കുടുംബജീവിതമാണെന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ട് പോകുന്നു അല്ലേ? പ്രോബ്ലം ഇല്ല. എവിടെയാണ് താമസിക്കുന്നത് ഇപ്പോൾ? ഞാൻ ഞാറക്കൽ. സിനിമയിൽ എന്തുവാ താങ്കൾ ലക്ഷ്യം വയ്ക്കുന്നത്? നല്ല സിനിമകൾ ചെയ്യുക. അഥവാ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ? ചെയ്യാൻ പറ്റിയിട്ടൊരു ചോദ്യമാണെന്ന് എനിക്കറിയാം. എന്നാലും അല്ല, അത് പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. എന്തായാലും എനിക്ക് തൃപ്തി വരുന്ന നല്ല സിനിമകൾ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. അത് ഭൂരിപക്ഷത്തിന് ഇഷ്ടപ്പെടുത്തുക. നമ്മുടെ ആളുകളിലേക്ക് നോക്കുമ്പോൾ, നമ്മുടെ പൊതുസമൂഹത്തേക്ക് നോക്കുമ്പോൾ, അപ്പോൾ പൊതുവേ ആൾക്കാർക്ക് ടെൻഷൻ അടിക്കാൻ എന്തെങ്കിലുമൊക്കെ കാരണമുണ്ട്. എനിക്ക് നമ്മുടെ സാമൂഹിക വ്യവസ്ഥകളും അതുപോലെ നമ്മുടെ ഔദ്യോഗികമായ കാര്യങ്ങളും സർക്കാർ നിലപാടുകളും ഒക്കെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ടെൻഷൻ ഉണ്ടാക്കുക എന്നുള്ള കാര്യം. ഇപ്പോൾ ഒരു അപേക്ഷ പുറമായിട്ട് ഒരാൾ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ 10 ദിവസം നടത്തുക, ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ ടെൻഷൻ കൂട്ടാൻ ആളുകൾക്ക് ഉപകാരപ്രദമാണ്. താങ്കളുടെ ഒരു അപ്രോച്ച് എങ്ങനെയാണ് കാര്യത്തിൽ? അല്ല, അത് ശരിയാണ് സാർ പറഞ്ഞ പോലെ. പക്ഷേ നമ്മളത് നയപരമായി നേരിടുക ഓരോ കാര്യങ്ങളിലെയും. എനിക്ക് തോന്നുന്നു നമ്മൾ തന്നെയാണ് നമ്മുടെ ടെൻഷൻ കുറയ്ക്കേണ്ടത് ശരിക്കും ഏറ്റവും ആദ്യം. അപ്പോൾ എനിക്ക് തോന്നുന്നു സാറ് പറഞ്ഞ പോലെ തന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ നിന്ന് കുറച്ച് മാറി നിന്നിട്ട് നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കിയാൽ അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവുന്നതാണ് എൻ്റെ വിശ്വാസം. മുന്തിരിവള്ളികൾ തളർക്കുന്നതിനിടയിൽ താങ്കൾ അനുഭവിച്ച ഏറ്റവും വലിയ ടെൻഷൻ എന്തായിരുന്നു? സമരം. തിയേറ്റർ സമരം എന്നെ വല്ലാണ്ട് ടെൻഷനിലായിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ. ക്രിസ്മസ് എനിക്കൊരു ദുഃഖവെള്ളിയാഴ്ചയായിരുന്നു. അപ്പോൾ ആ ടെൻഷനൊക്കെ മാറി. ഇപ്പോൾ സിനിമ നന്നായിട്ട് ഓടുമ്പോൾ ആ ടെൻഷൻ മാറി എന്ന് വേണമെങ്കിൽ പറയാം. ഡോക്ടർ നമ്മുടെ ടെലിവിഷൻ പ്രേക്ഷകർക്ക് തന്നെ ഒരു ടെൻഷനാണ്. ഡോക്ടർ എങ്ങനെ വരണമെന്നൊക്കെ ആൾക്കാർക്ക് വ്യവസ്ഥാപിതമായ നിലപാടുണ്ട്. അതിനെയൊക്കെ ഡോക്ടർ കടയർത്ത് വീഴ്ത്തി കളഞ്ഞു. സാറിൻ്റെ അടുത്ത് അങ്ങോട്ടൊരു ചോദ്യവും 3 ഉദാഹരണവും 2 മിനിറ്റ് തരണം എനിക്ക്. തീർച്ചയായിട്ടും. ഒന്ന്, എന്തുകൊണ്ട് മലയാളി ടെൻഷൻ അടിക്കാതെ ഇരിക്കണം? കാരണം, അതിൻ്റെ കാരണം ഞാൻ പറയാം. നമ്മള് മലയാളികൾ പ്രത്യേകിച്ച്, ഞാൻ പല സംസ്ഥാനത്തിൽ ഇരുന്നിട്ടുള്ള ആളായുണ്ട്, മലയാളികൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിനകത്തും നമ്മുടെ വീട്ടുകാരെയും നോക്കണതിനെക്കാട്ടിലും നമ്മുടെ ജനലിൽ കൂടെ അയൽക്കാരെ നോക്കുന്നവരാണ്. അപ്പം 3 കാര്യങ്ങൾ അവിടെ ഞാൻ സാധാരണക്കാരിൽ നിന്ന് തുടങ്ങണം. ഞാൻ ഈ കൗൺസിലിംഗ് ചെയ്യുന്ന ആളാണ്, സൈക്കോളജിയിൽ ട്രെയിൻഡ് ആണ്. അപ്പം സ്ത്രീകളാണ് എൻ്റെ കൂടുതൽ ക്ലയൻറ്റുകൾ. അപ്പം ഞാൻ ഗൈനക്കോളജിസ്റ്റ് ആണെങ്കിലും അതിനോടൊപ്പം സ്ത്രീകളുടെ ഈ വലതുഭാഗത്തിരിക്കുന്ന ഡോക്ടർക്ക് ഒരു മത്സരത്തിന് കാരണമായി അല്ലല്ല, ഒരിക്കലല്ല. അവരുടെ ഫീൽഡ് എപ്പോഴും അത് വേറെയാണ്. അത് കൂടുതലും മെഡിസിൻസും ഒക്കെ അതിൽ വരുന്നത്. ഇത് ഈ സ്ത്രീ വിഭാഗം എപ്പോഴും അറിയാമല്ലോ, കൂടുതൽ ടെൻഷൻ വെളിയിൽ കാണിക്കും, ആണുങ്ങൾ കാണിക്കില്ല. അപ്പം ഒരു 3 ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ, അപ്പുറത്തെ വീട്ടിലേക്ക് നമ്മൾ നോക്കുന്നു, നമ്മുടെ കാറ് നോക്കുമ്പം അപ്പുറത്തെ വീട്ടുകാരുടെ കാറിനേക്കാളും വലിപ്പ ലേശം കുറവ്. അപ്പോൾ അടുത്ത ഭാര്യയും ഭർത്താവും കൂടി 2 പേരും ജോലി ചെയ്യണവരാണ്. 2 പേരും കൂടി ഒരു ഇതിൽ എത്തുന്നു, നമ്മുടെ കാറിൻ്റെ നീളം കുറച്ചും കൂടെ കൂട്ടാൻ. അപ്പോൾ ഒരു ലോൺ എടുക്കുന്നു.
അപ്പോൾ അടുത്തത് നമ്മുടെ കാറിൻ്റെ നീളം കൂടി. അപ്പോഴാണ് വീണ്ടും ഇപ്പുറത്തെ വീട്ടിലേക്ക് നോക്കണം, ഇപ്പുറത്തെ ജനലിൽ കൂടെ. അപ്പോൾ ആ വീട് 2 നില 4 ബെഡ്റൂം, നമ്മുടേത് 2 ബെഡ്റൂം 1 നില. അപ്പോൾ അടുത്ത ലോൺ എടുക്കുന്നു, നമ്മൾ അതിനെ 2 നിലയാക്കുന്നു. പിന്നെ ഏറ്റവും വലിയ തലയിൽ കൂടെ പോകുന്ന അടുത്ത ടെൻഷൻ, പിള്ളേർ +2 പഠിക്കുമ്പം കുറേ പിള്ളേരെ എൻ്റെ അടുത്ത് കൊണ്ടുവരും കൗൺസിലിംഗ് എന്നും പറഞ്ഞു. എന്ന് വെച്ചാൽ എഞ്ചിനീയറോ ഡോക്ടറോ ഇത് രണ്ടും അല്ലെങ്കിൽ ജീവിതമേ ഇല്ല. എന്നാൽ നമ്മൾ അനുഭവിക്കുന്ന ഗതികേട് നമുക്കറിയാം, എഞ്ചിനീയറും ഡോക്ടറും അനുഭവിക്കുന്നത്. സോ ഇതൊന്നും യഥാർത്ഥ കാര്യം അവർക്ക് അറിയത്തില്ല. അത് തന്നെ, ഈ ഒരു ഗ്ലാമർ മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞാൽ. എല്ലാ ഫീൽഡിലും മിടുക്കന്മാര് ഇല്ലെങ്കിൽ നമുക്കൊരു റസൂൽ പൂക്കുട്ടിയോ അല്ലെങ്കിൽ AR റഹ്മാനെയോ നമുക്ക് കിട്ടുമായിരുന്നു, ഐശ്വര്യ റായിയോ. എല്ലാവരും എഞ്ചിനീയറും ഡോക്ടറും ആയിരുന്നെങ്കിൽ നമുക്ക് ഈ ലോകത്ത് ഇന്ത്യ എവിടെയാ മുകളിലോട്ട് നിൽക്കാൻ പോകുന്നത്? അബ്ദുൽ കലാമിനെ നമുക്ക് എവിടെ നിന്ന് കിട്ടാൻ? സോ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ആളുകളുടെ ടെൻഷൻ. പിന്നെ ഈ ലോണ് ഒരു 3-4 ഡോക്ടർ, ഞാൻ ഡോക്ടറുടെ ഒരു കാര്യം പറയാം. അതല്ല സർ, വേറൊരു കാര്യം ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ നമ്മള് ഇപ്പൊ ലോകത്ത് ഇപ്പൊ ഡോക്ടറും എഞ്ചിനീയറും മാത്രമല്ല ജോലി, ഒരുപാട് പുതിയ ജോലികൾ ഓപ്പൺ ചെയ്യാം. ആളുകൾ ശ്രദ്ധിക്കില്ല. നമ്മളിപ്പോൾ ഇത് പറഞ്ഞ ഇപ്പൊ ടെലിവിഷൻ കൊണ്ട് ഞാനിത് പറയാം, വേറെ ഒരുപാട് ജോലികളുണ്ട് സുഹൃത്തുക്കളെ, നിങ്ങൾ അതൊക്കെ ഒന്ന് കേൾക്കുമെന്ന് പറഞ്ഞാൽ അപ്പയിലെ പിരിക്കുന്ന സാധനത്ത് ഒറ്റ അടിയടിച്ച് അപ്പുറത്ത് പോകും. കാര്യം അവിടെ മഴ പെയ്തൊരു പരമ്പര നടക്കും. അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഞാൻ പറഞ്ഞ എല്ലാ കാര്യക്കും ഞാൻ കണ്ടിട്ടുള്ള ആളുകള് ഒരു കൂടുതൽ ലോൺ എടുക്കുക, ഭാര്യയും ഭർത്താവും കൂടി ലോൺ അടയ്ക്കുക. എന്തെങ്കിലും ഒരു ആവശ്യം കൊണ്ട് ആ ലോൺ ഒരു 2-3 കുടിശ്ശിക തെറ്റിപ്പോയാൽ പിന്നെ കംപ്ലീറ്റ് തകിടം മറിഞ്ഞു. പിന്നെ ഏറ്റവും കൂടുതൽ അവസാനം എത്തി നിൽക്കുന്നത് കുടുംബ ആത്മഹത്യയിലാണ്. സാറിന് അറിഞ്ഞൂടെങ്കിൽ അറിയാമായിരിക്കും, ബട്ട് പോപ്പുലർ ഒപ്പീനിയൻ പോൾ 100% ലിറ്ററസി സ്റ്റേറ്റ് എന്ന് പറയുന്ന 100% സാക്ഷരതയുള്ള കേരളമാണ് നമ്പർ 1 ഇൻ സൂയിസൈഡ്സ്. ആത്മഹത്യയിൽ നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത് കേരളമാണ്. സോ ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാ താരതമ്യം ചെയ്യുന്നത്? ഡിവോഴ്സും തീർച്ചയായിട്ടും കേരളത്തിന്. അപ്പൊ ഇതെല്ലാം നമ്മുടെ ലിറ്ററസിയുടെ കുഴപ്പമാണോ? അതായത് നമ്മൾ കൂടുതൽ പഠിച്ചു പോയത് കൊണ്ടാണോ? അതോ നമ്മളുടെ ദർ ഈസ് എ ലിമിറ്റ് ഫോർ യുവർ നീഡ് ബട്ട് ദർ ഈസ് നോ ലിമിറ്റ് ഫോർ യുവർ ഗ്രീഡ്. അപ്പൊ നമ്മളുടെ ഈ മലയാളികളുടെ ഒരു പ്രശ്നം, മറ്റവനെ പോലെ നമ്മളാവണം. അയാള് എന്ത് ബിസിനസ്സുകാരനാണ്, അയാളുടെ ജോലിയുടെ അവസ്ഥ എന്താണ്, അതല്ല. ഞാൻ എൻ്റെ ചെറിയ കാറിൽ ഞാൻ സന്തുഷ്ടനാണ്. പിന്നെ വേറൊരു വിചാരമുണ്ട്, നമ്മൾ ഏത് കാറിൽ പോയി ഇറങ്ങുന്നോ, എന്ത് തരം വേഷം ധരിക്കുന്നോ അതിനെ വെച്ചാണ് ആളുകൾ നമ്മളെ മതിക്കുന്നത്. ഒരിക്കലുമല്ല. ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. ഓട്ടോയിൽ പോയി ഇറങ്ങി ഞാൻ വലിയ കടകളിൽ കയറിയിട്ടുണ്ട്. ചില സമയത്ത് ആത്മവിശ്വാസം എന്തുകൊണ്ട് എല്ലാവർക്കും ഉണ്ടാവുന്നില്ല? നമ്മളുടെ വിനയമായ പെരുമാറ്റം, നമ്മളുടെ സംസ്കാരമായിട്ടുള്ള ആളുകളുടെ കൂടെ ഉള്ള ഒരു ഇത് അത്രയും മതി. എന്ത് മാഡം, എന്ത് വേണം, എന്ത് അത് എന്ന് ചോദിക്കാൻ ഞാൻ ആരും ആണെന്നോ ആരും അല്ലെന്നോ അവർക്കറിയില്ല, കടക്കാർക്ക്. സോ ഫസ്റ്റ് നമ്മൾ ഇത്രയും മാത്രം മലയാളി മനസ്സിലാക്കിയാൽ മതി. ജസ്റ്റ് അവരവരുടെ കാര്യങ്ങൾ നോക്കും. താങ്കൾ ഒരു HR ട്രെയിനർ ആണല്ലോ, അതായത് കമ്മ്യൂണിക്കേഷനാണ് താങ്കൾ കുറച്ചൊക്കെ പഠിപ്പിക്കുന്നത് ആൾക്കാരെ. നമ്മുടെ നാട്ടിലിപ്പം കമ്മ്യൂണിക്കേഷൻ കുറവാണ്. ഡോക്ടർക്ക് ഒരുപാട് എഴുതിയിട്ടൊക്കെ ഉള്ള കാര്യമാണ്. ആൾക്കാർ പരസ്പരം വീട്ടിൽ തന്നെ സംസാരിക്കുന്നില്ല, പ്രശ്നങ്ങളെ മനസ്സിൽ മൂടി വെച്ച് വളർത്തുന്നു, പിന്നെ അത് വലിയ കുഴപ്പത്തിൽ ചാടുന്നു. അപ്പം മാത്രമല്ല മലയാളി ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ആഴത്തിലൊരു കണ്ണാടി പിടിക്കാനുള്ള സമയം കഴിഞ്ഞു. കാരണം മറ്റുള്ളവരുടെ ജീവിതം നമ്മൾ ജീവിച്ചു തീർക്കുന്നു, ആഗ്രഹം, ദുർനടപ്പ്, ഇതെല്ലാം കൂടി വരിക. തീർച്ചയായിട്ടും അത് അവസാനം പറഞ്ഞാൽ ബിനു പ്രതിയല്ല. എൻ്റെ ഒരു കാഴ്ചപ്പാട് ഹാപ്പി മാൻ, ഞാൻ സന്തോഷമാണ്. വർഷങ്ങളായിട്ട് അറിയാമല്ലോ. ആക്ച്വലി എൻ്റെ അഭിപ്രായത്തിൽ മലയാളീസ് ജീവിക്കുന്നില്ല, അവനവനും ജീവിക്കുന്നില്ല. അവൻ്റെ 3 തലമുറയ്ക്ക് എങ്ങനെ ജീവിക്കാനുള്ള ചുറ്റുപാട് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള ഒരു ടെൻഷനിലാണ് മലയാളി. അതാണ് മലയാളികളുടെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളെ സന്ദർശിക്കുവാൻ എനിക്ക് ഭാഗ്യവശാൽ കിട്ടിയിട്ടുണ്ട്. മുമ്പേ സാർ പറഞ്ഞ പോലെ അമേരിക്കക്കാരനൊക്കെ എന്താ ഒരു വീക്കെൻഡ് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫാമിലിയായിട്ട് എവിടെയെങ്കിലും പിക്നിക്കിൽ പോകും. ഇത് മലയാളീസിന് അങ്ങനെ ഒരു കാഴ്ചപ്പാടേ ഇല്ല. ഇതിൻ്റെ നമ്മളിപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ ബേസിക്കുള്ള കാരണം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റമാണെന്ന് ഞാൻ പറയും. ഇവിടുത്തെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മളെ ഒത്തിരി വിഷയങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. കെമിസ്ട്രി പഠിപ്പിക്കുന്നു, ഫിസിക്സ് പഠിക്കുന്നു, സോളജി പഠിക്കുന്നു, ബോട്ടണി പഠിക്കുന്നു, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ജീവിതം എന്താണെന്ന് പഠിപ്പിക്കുന്നില്ല. ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഡെറ്റ് ലേണിങ്സ് ആണ്. എങ്ങനെ കുറേ മാർക്ക് വാങ്ങിക്കാം, യൂണിവേഴ്സിറ്റി ബോധ്യപ്പെടുത്തി കുറേ മാർക്ക് വാങ്ങിക്കാം എന്നുള്ള ഒരു ഫോക്കസ് ചെയ്യുന്നതാണ്. അതേസമയം വിദേശ രാജ്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ലീവിംഗ് ലേണിങ്സ് ആണ്.
പഠിച്ച വിഷയങ്ങൾ എങ്ങനെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാമെന്ന് പഠിപ്പിക്കുന്നു. ഇവിടെ അന്നേരം തീർച്ചയായിട്ടും നമുക്ക് ആദ്യം വേണ്ടത് ആ ബേസാണ്. ഇന്ന് നമ്മുടെ മാതാപിതാക്കൾക്കാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ. നമുക്ക് ഡോക്ടർ പറഞ്ഞ പോലെ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞു, അതിന് എഴുന്നേറ്റ് നടക്കുന്നതിന് അതിന് സ്നേഹവും വാത്സല്യവും. ഇന്നത്തെ കുട്ടികൾക്ക് സ്നേഹമില്ലെന്ന് പറയും. എങ്ങനെ സ്നേഹിക്കുന്നത്? അങ്ങോട്ട് കൊടുത്താലല്ലേ ഇങ്ങോട്ട് കിട്ടത്തുള്ളൂ. ഈ സ്നേഹവും വാത്സല്യം ലാളനെയൊക്കെ കൊടുക്കേണ്ട സമയത്ത് അവൻ പിച്ച് വെച്ചടക്കുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും ദൂരെയുള്ള ഏറ്റവും വലിയ സ്കൂളിൽ കൂടെ നടക്കും. ബിനുവിന്റെ ടെൻഷന്റെ ടെമ്പറേച്ചർ എങ്ങനെയാണ്? വളരെ ലോ ആണ്. ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു സംഗതിയാണ്, മൈൻഡ് ഈസ് എ ഗാർഡൻ ഫിൽഡ് വിത്ത് ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്. മനസ്സ് എപ്പോഴും നല്ല ഒരു പൂന്തോട്ടമാക്കിക്കൊണ്ട് നടക്കണം. അന്നേരം നല്ല മനുഷ്യൻ അല്ലേ? ഡോക്ടറെ, ടെൻഷൻ എന്താണ് എന്ന് മനഃശാസ്ത്രജ്ഞൻ എന്നുള്ളതിൽ ഡോക്ടറോട് ചോദിച്ചാൽ ഡോക്ടർ എന്ത് പറയും? ടെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് താങ്ങാൻ പറ്റാത്തതിൽ അധികം ഭാരം, പ്രഷർ നമ്മൾ ഏൽക്കുമ്പോൾ ഉണ്ടാകുന്ന വിപരീത വികാരങ്ങളാണ്. അപ്പോൾ നമ്മളത് താങ്ങാനായിട്ടുള്ള കെൽപ്പുണ്ടാക്കുക എന്നുള്ളതാണ് അതിനെ നേരിടാനുള്ള മാർഗം. ഈ കെൽപ്പില്ലായ്മ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വിഷമം വരും, ഉത്കണ്ഠ വരും, ആധി വരും, നെഞ്ചിടിപ്പ് വരും. ഈ നിഷേധ വികാരങ്ങളിൽ നിന്ന് ഒരുപാട് ശാരീരിക രോഗങ്ങളും വരും. നിരന്തരമായ ടെൻഷൻ അടിക്കുന്ന ഒരാളിന്റെ അനിവാര്യമായ ദുരന്തം എന്തായിരിക്കും? ഹാർട്ട് അറ്റാക്ക് വരുന്ന ഒരു വ്യക്തി എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു എന്ന് പറഞ്ഞിട്ട് ടെൻഷൻ അടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ 1 വർഷത്തിനുള്ളിൽ ഉറപ്പാണ് വീണ്ടും ഹാർട്ട് അറ്റാക്ക് വരും. അതാണ് ടെൻഷൻ ചെയ്യുന്ന ഏറ്റവും വലിയ വിപരീത ഫലം. ഇത് ദൈനംദിന ജീവിതത്തിലെല്ലാം ഈ ഒരു മാതൃക ആലോചിച്ച് കഴിഞ്ഞാൽ എന്താണ് ടെൻഷൻ നമുക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്. ടെൻഷൻ കൊല്ലുന്ന ഒരു വികാരമാണ്. ടെൻഷനിൽ വിഷാദമുണ്ടാവാം, ആധി ഉണ്ടാവാം, ഉത്കണ്ഠയുണ്ടാവാം, ഒരുപാട് നിഷേധ ചിന്തകളുണ്ടാവാം, എന്നെ ഒന്നിനും കൊള്ളില്ല എന്നുള്ള വിചാരം ഉണ്ടാവാം, ആത്മവിശ്വാസക്കുറവുണ്ടാവാം, ഞാൻ ചെയ്താൽ ഒന്നും ശരിയാവില്ല എന്നുള്ള വിചാരങ്ങളുണ്ടാവാം. ഇതെല്ലാം നമ്മൾ മനസ്സിൽ കൊണ്ടു നടന്നാൽ തീർച്ചയായിട്ടും അത് നമ്മളെ കൊല്ലും. നമ്മുടെ പ്രവൃത്തി പോലും ഇപ്പം ശ്രീകണ്ഠൻ നായർക്ക് തന്നെ ഇപ്പോൾ ടെൻഷനോട് കൂടിയിട്ട് അത് ചെയ്യണം. എത്ര റിലാക്സ്ഡ് ആയിട്ടാണ് ശ്രീകണ്ഠൻ നായർ ചെയ്യുന്നത്. ടെൻഷനോട് കൂടിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശ്രീകണ്ഠൻ നായരുടെ പെർഫോമൻസ് അവതാളത്തിലാവും. ഒരുപാട് കുട്ടികൾ പരീക്ഷയ്ക്കൊക്കെ എഴുതുമ്പം നല്ല മിടുക്കരായിട്ടുള്ള കുട്ടികൾ താന്നു പോകുന്നത് ഈ ടെൻഷൻ ഒരൊറ്റ കാരണം കൊണ്ടാണ്. അവർ മിടുക്കരാണ്, പക്ഷേ ഈ ടെൻഷൻ വന്നിട്ട് ഒരു ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടുള്ള വണ്ടിയെ പോലെ അവർ മുന്നോട്ട് പോകാതെ ബുദ്ധിമുട്ടി നിൽക്കും. അപ്പോൾ ടെൻഷൻ. തനുജ ഒരു എഴുത്തുകാരി കൂടിയാണ്, മെഡിക്കൽ ടെസ്റ്റിലാണെന്നും എനിക്കറിയാം. ഈ തനൂജയുടെ ഒരു ദൃഷ്ടിയിൽ അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം വായനയൊക്കെ കൂടിയുന്ന ആൾക്കാർ പറഞ്ഞാൽ വായനയ്ക്കൊക്കെ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ടെലിവിഷനിലേക്ക് ആളിൽ തിരിയുന്നു, അല്ലെങ്കിൽ സിനിമാ മാധ്യമത്തിലേക്ക് തിരിയുന്ന ആ ഒരു കാലത്താണ്. എന്നാൽ ആൾക്കാർക്ക് അതിനേക്കാളും ഇപ്പം ടെലിവിഷനിലേക്ക് തിരിയുന്നതിനേക്കാളും മൊബൈലിലേക്ക് തിരിയുന്ന ഒരു കാലമാണ്. ഞാൻ നോക്കിയിട്ട് എൻ്റെ വീട് ഉൾപ്പെടെ എല്ലാ വീടുകളിലും ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ചിലവഴിക്കുന്നത് മൊബൈലിലാണ്. വാട്സപ്പൊക്കെ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം. മലയാളിയെ ചീത്തയാക്കാൻ ഉണ്ടായിട്ടുള്ള ഒരു സയൻറ്റിഫിക് ഡെവലപ്മെൻ്റ് ആണോ എന്ന് പോലും സംശയം തോന്നിപ്പോവും. അങ്ങനെയുള്ളൊരു കാലത്ത് വീട്ടിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്ന് നമ്മൾ എങ്ങനെ പറയും? ഇവിടെയുള്ള ഇത്ര നേരത്തുള്ള ചർച്ച കേട്ടപ്പോൾ എനിക്ക് മനസ്സിൽ വന്നത് ഓഷോ രജനീഷിന്റെ ഒരു കൊട്ടേഷനാണ്. ലൈഫ് ഈസ് നോട്ട് എ പ്രോബ്ലം ടു ബി സോൾവ്, ഇറ്റ്സ് എ മിസ്റ്ററി ടു ബി ലിവ്ഡ്. ജീവിതം പരിഹരിക്കാനുള്ള പ്രശ്നമല്ല, ജീവിക്കാനുള്ള നിഗൂഢതയാണ്. അപ്പം നമ്മളുടെ ജീവിതം, ഒരു മനുഷ്യൻ്റെ ജീവിതം, അത് മലയാളിയുടെ ആയിക്കോട്ടെ ആരുടെ ആയിക്കോട്ടെ, ജീവിതം എടുത്താൽ ഓർമ്മ വന്നാൽ, കൊച്ചു കുട്ടികൾക്ക് കുഴപ്പമില്ല, ഒന്ന് ഓർമ്മ വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് ടേം പ്രോബ്ലംസ്, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കുക ഒരു ജോലി, വലിയ വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കുക അടുത്ത ജോലി. ചെറിയ ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ പോയിട്ട് രാത്രി വീട്ടിൽ ചെന്ന് എന്ത് ഭക്ഷണം കഴിക്കും, വീട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ, ഇത്തരം ആ പ്രോബ്ലം ഉണ്ട് അവിടെ, അത് ഞാൻ വെച്ചു, കഴിച്ചു കഴിയുമ്പോൾ ആ പ്രശ്നം പരിഹരിച്ചു. നാളെ രാവിലെ ഓഫീസിൽ പോകണം, എന്തൊക്കെ ചെയ്യണം, ആ പ്രശ്നമുണ്ട്, പ്രശ്നം പരിഹരിച്ചു. അപ്പോൾ ഈ ഷോർട്ട് ടേം പ്രോബ്ലംസ് ഇങ്ങനെ പരിഹരിച്ച് ഓരോ ദിവസവും പോകുന്നു. അടുത്തത് ലോങ് ടൈം പ്രോബ്ലം, എൻ്റെ 2 പെൺകുട്ടികൾ, അവരുടെ ജോലി, അവരുടെ കല്യാണം, അല്ലെങ്കിൽ അവരുടെ ജീവിതം, എൻ്റെ വയസ്സുകാലത്ത് എന്നെ ആര് നോക്കും, അതിനുള്ള പണമുണ്ട്, അത് ലോങ് ടൈം പ്രോബ്ലംസ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഓരോന്ന് ചെയ്യണം, അത് ആ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ. അപ്പോൾ ഈ ഷോർട്ട് ടേം പ്രോബ്ലം സോൾവ് ചെയ്യുകയും ലോങ് ടേം പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എപ്പോഴോ നമ്മൾ മരിച്ചും പോകും. അല്ല, ഈയിടെ ഒരാൾക്ക് രണ്ടാമതൊരു പെൺകുട്ടി ഉണ്ടായി. ഈ നാട്ടിലത് അപൂർവ സംഭവമൊന്നുമല്ല. അപ്പോൾ ഒരു ഇത് ചിത്തനായിട്ടിരിക്കുന്ന ഈ മനുഷ്യനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി ആശാനെ എന്ന് ചോദിച്ചു. ഇത് പുതിയ സിനിമ വന്നില്ലേ തിയേറ്ററിൽ എന്ന് ചോദിച്ചാൽ സിനിമയ്ക്ക് പോകുന്ന ഒരാളാണ്. അപ്പോൾ അയാൾ പറയല്ലേ, രണ്ടാമതും ഉണ്ടായത് പെൺകുട്ടിയാണ്, പ്രസവിച്ചിട്ട് 20 ദിവസമേ അയാളുടെ ഭാര്യ. അപ്പോൾ അയാളുടെ ധാരണ ഈ 2 പെൺകുട്ടികളെ അയക്കാൻ, അതിന് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ് അന്ന് ഈ നാട്ടിൽ കല്യാണം എന്നുള്ള വ്യവസ്ഥയുണ്ടോ എന്ന് തന്നെ അറിയത്തില്ല. ഈ കല്യാണം ഒക്കെ അന്ന് നടത്താൻ ആരെയൊക്കെ വിളിക്കേണ്ടി വരും, എത്ര പൈസ ചിലവാക്കേണ്ടി എന്ന് ഓർത്ത് അയാൾ ടെൻഷൻ അടിക്കാൻ തുടങ്ങി.
എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ചുറ്റുമുള്ള കുറേ നല്ല കാഴ്ചകളുണ്ട്, സൗന്ദര്യങ്ങളുണ്ട്, അത് നമ്മൾ കാണാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം, എറണാകുളത്ത് റോസ് ഡേ ഫ്ലവർ ഷോ നടക്കുന്നു. എത്ര പേര് ടിക്കറ്റ് എടുത്ത് പോയി കാണുന്നറിയോ? വീട്ടിൻ്റെ മുമ്പിലുള്ള ഒരു ചെടി ഏതാണെന്നോ അതിലൊരു പൂവ് ആരെടുത്തെങ്കിലും ചോദിച്ചാൽ അറിയാൻ പറ്റില്ല. അത് രാവിലെ നമ്മൾ അടുക്കളയിലെ ജനൽ തുറന്ന് പുറത്തോട്ട് നോക്കി കാണുന്ന ഒരു ചെമ്പരത്തി ആയിരിക്കും, പക്ഷെ ആ ചെമ്പരത്തി പൂവ് കണ്ടിട്ടുണ്ടാവില്ല. അപ്പം നമ്മുടെ ചുറ്റും ഭാര്യയുടെ കാര്യം പറഞ്ഞോലെ അല്ലേ, നഗരത്തിക്കുന്ന സുന്ദരിവരെയൊക്കെ ചെക്ക് ചെയ്യും. നമ്മുടെ ചുറ്റും ഒരുപാട് നന്മകളുമുണ്ട്, ഭംഗിയുള്ള കാര്യങ്ങളുമുണ്ട്. പക്ഷേ പലപ്പോഴും നമുക്കാർക്കും ജീവിതത്തിൻ്റെ തിരക്കുകൾ, ഈ പറഞ്ഞ ടെൻഷനൊക്കെ കൊണ്ടായിരിക്കാം, പലതിലോട്ടും വേണ്ടതിലോട്ട് കണ്ണെത്താറില്ല. ഇല്ലാത്ത കാര്യങ്ങൾ, കാണാൻ പറ്റാത്ത കാര്യങ്ങൾ, ചെല്ലാൻ പറ്റാത്ത സ്ഥലം, ഇതൊക്കെ ഓർത്ത് വ്യാധി പൂണ്ട് ജീവിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, എൻ്റെ അഭിപ്രായത്തിൽ പുതിയ ജനറേഷൻ അത് കുറേ മാറി വരുന്നുണ്ട്. ഇപ്പം ഇദ്ദേഹം തന്നെ യാത്ര ചെയ്യുന്നതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ഈ പുതിയ കുട്ടികൾ, നമ്മുടെ പുതിയ ജനറേഷനിൽ ഒരുപാട് കുട്ടികൾ ജീവിതത്തിലെ അത്തരം സന്തോഷങ്ങളൊക്കെ കണ്ടെത്തുന്നവരാണ്. എൻ്റെയൊക്കെ ജനറേഷനിലുള്ളവരിൽ നിന്നും തലമുറയിലുള്ളവരിൽ നിന്നും എത്രയോ പുതിയ കാര്യങ്ങൾ എനിക്ക് തോന്നിയിട്ടുള്ള നമ്മുടെ ജനറേഷന്റെ ഒരു അഴുക്ക് മനസ്സല്ല അവരുടേത്. അല്ല, കുറച്ചുകൂടെ ഒരു മനസ്സിൽ ഇല്ല, അവർക്ക് അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ അവർ പറയുന്നു. ധൈര്യത്തോടെ പിന്നെ അവർക്ക് പ്രക്ഷേപണ സൗകര്യം ഫേസ്ബുക്കിലുണ്ട്, എന്തെങ്കിലും എടുത്ത് അവിടെ ഇടാം. നമുക്കൊന്നും അങ്ങനെ ഇല്ലായിരുന്നല്ലോ. നമുക്ക് പ്രക്ഷേപിക്കണം തോന്നി വീടിനകത്ത് ഇരുന്ന് പാടുകയല്ലാതെ മാർഗമില്ലായിരുന്നല്ലോ. ഇപ്പൊ നമ്മൾ വീട്ടിൽ പണ്ട് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഒരു മുറിയിലിരുന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ഇന്ന് അത് നടക്കുന്നില്ല. ഈ പറഞ്ഞ പോലെ വാട്സപ്പ് ഗ്രൂപ്പിലോട്ടൊക്കെ ആയിരിക്കും ചെല്ലുന്നത്. പക്ഷെ എന്നാൽ പോലും റെസ്പോൺസിബിൾ ആയിട്ട് ഒരു ജനറേഷൻ നമുക്കുണ്ട്. ഒരു ടെൻഷൻ്റെ ആശാട്ടിയാണോ? എനിക്ക് ടെൻഷൻ ഉണ്ട്, ഇല്ലെന്ന് പറഞ്ഞാൽ നുണയാ. ടെൻഷൻ ഉണ്ട്, ഒരു കുഴപ്പമില്ല, ആര് കേട്ടാലും കുഴപ്പമില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, എനിക്ക് എൻ്റെ ഒരു ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചത്, ചെറുപ്പകാലത്താണ് കൂടുതൽ ടെൻഷൻ. നമ്മൾ ജീവിതത്തിൽ കുറേ സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയി ഒരു മെച്യൂരിറ്റി ഒക്കെ ആവുമ്പം ഈ ടെൻഷൻ മാനേജ് ചെയ്യാനും നമ്മൾ പഠിക്കും. കല്യാണത്തിന് മുമ്പും പിൻപും എങ്ങനെയാ വ്യത്യാസം ഫീൽ ചെയ്തത്? കല്യാണത്തിന് മുമ്പും പിമ്പും എനിക്ക് വ്യത്യാസം വന്നില്ല. പക്ഷെ എനിക്ക് വേറൊരു അസ്മതി വന്ന് വീട്ടിൽ കയറുവാണല്ലോ. മനസ്സിലായില്ല. അസ്മതി എന്ന് പറഞ്ഞ ഒരു ഭർത്താവ് വരുവാണല്ലോ. അപ്പൊ കല്യാണത്തിന് മുമ്പാണ് ടെൻഷൻ കൂടി? ഞങ്ങൾ അങ്ങനെ വീട്ടിൽ വന്ന് കയറിയതല്ല. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു കുടുംബം വേറെ മാറുകയായിരുന്നു. രണ്ടുപേരുടെയും വീട്ടിലല്ല വീട് പൊളിച്ചങ്ങ് പുറത്തോട്ട് പോയതാണ്. അങ്ങനെ ഒരുമിച്ച് ജീവിതം തുടങ്ങിയതുകൊണ്ട് അത്തരം ബുദ്ധിമുട്ടൊന്നും എനിക്ക് വന്നില്ല എന്ന് മാത്രമല്ല, എനിക്ക് ഒരുപാട് എൻ്റെ പേഴ്സണൽ ഡെവലപ്മെന്റിന് ഒരുപാട് എന്നെ സഹായിച്ച ആളാണ് ഭർത്താവ്. പക്ഷെ എന്നാലും ഞാൻ ഇന്ന് പറയുന്നു, ഏത് സ്ത്രീക്കും എത്ര കുടുംബാംഗങ്ങൾ സഹകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാലും ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ സ്വയം അവരവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ വരും. എത്ര സപ്പോർട്ട് ചെയ്യണ ഭർത്താവാണെങ്കിലും മക്കളാണെങ്കിലും അച്ഛനും അമ്മയാണെങ്കിലും ഒരു മാർക്ക് ഇട്ടിട്ടുണ്ട് ഗ്രാഫിൽ, നീ അത്രയൊക്കെ ചെയ്താൽ മതി എന്ന്. പക്ഷെ അവനവൻ്റെ ക്രിയേറ്റിവിറ്റിയെ, നമ്മുടെ സർഗാത്മകതയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ഈ മാർക്കിംഗ് ഒന്നും നമ്മൾ കാണില്ല. അങ്ങനെ കാണാതെ വരുമ്പോൾ പ്രശ്നങ്ങൾ വരും. ആ പ്രശ്നം നേരിടാൻ അത്രയും ആത്മവിശ്വാസം വേണം. ഉണ്ടെങ്കിൽ ജോലിക്കത് ഇഷ്ടപ്പെട്ടു കാരണം ജോലി തലകുലുക്കുന്നത് പറഞ്ഞ കറക്റ്റാണെന്ന്. ജോലി ജീവിതം എങ്ങനെയാ പോകുന്നത് ഇപ്പോൾ? കുഴപ്പമില്ല. അല്ല, നമ്മളിപ്പോൾ ജനറേഷൻ ഗ്യാപ്പിൽ നമ്മൾ ഈ ടെൻഷൻ കൊണ്ട് വെച്ചിട്ട് കാര്യമില്ല. ഇപ്പം ശരിക്കും 3-4 ഇപ്പോൾ ഡോക്ടർ ജോണിനെ പോലെ 3-4 സൈക്കാട്രിസ്റ്റുകളെ വെച്ച് നടത്തേണ്ട ഒരു സംവാദം ഇത്. പക്ഷേ ഇത് മനഃശാസ്ത്ര മേഖലയെ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രശ്നമല്ല. ഇത് വളരെ വ്യാപകമായിട്ട് നമ്മുടെ സമൂഹത്തെ ബാധിച്ചിരുന്ന ഒരു പ്രശ്നമാണ്. ഒരുപാട് രോഗികളായിട്ട് ആൾക്കാർ മാറുന്നു. എനിക്ക് തോന്നുന്നത് കുറച്ചു കാലം കഴിയുമ്പം ഈ ക്യാൻസർ സ്പെഷ്യലിസ്റ്റുകൾ കൂടുതൽ വേണമെന്ന് പറയുന്ന പോലെ ഡോക്ടർ CJ ജോണിനെ പോലുള്ള ആൾക്കാർ ഒരുപാട് വേണ്ടി വരും. മനസ്സിനെ ട്രീറ്റ് ചെയ്യാനുള്ളവരാണ് ട്രെയിനിങ് കൊടുക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും അത് ആവശ്യം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മള് ബേസിക്കലി മലയാളി സമൂഹം എന്ന് പറഞ്ഞാൽ ഹൈലി മലയാളികൾക്ക് എന്താ പറ്റുന്നത് ശരിക്കും? മലയാളി എന്ന് പറഞ്ഞാൽ ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, മോഡി സർക്കാർ നവംബർ 8-ാം തീയതി ഒരു നല്ല കാര്യം ചെയ്തു. ഉള്ള നോട്ടൊക്കെ അങ്ങ് പിൻവലിച്ച് അങ്ങനെ പത്തായത്തിലിട്ടു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ആൾക്കാർ 10,000 രൂപ 4,000 രൂപ പിൻവലിക്കാൻ പറ്റുമെന്ന് ആദ്യം പോയി 4,000 പിൻവലിച്ച് അവരെ പത്തായത്തിൽ കൊണ്ടുവച്ചു. അടുത്ത ദിവസം പോയി 4,000 പിൻവലിച്ച് പുറത്തിറക്കുന്നില്ല. കാരണം മലയാളി വിചാരിക്കുന്നത് ഒരു 10 ദിവസം കഴിഞ്ഞ് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ പൈസയ്ക്ക് അവിടെ പോകും. കാരണം അവരുടെ ഇൻസെക്യൂരിറ്റിയാണ് ബേസിക്കലി നമ്മളെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര ഇൻസെക്യൂർഡാണ്. ഇൻസെക്യൂരിറ്റി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആർജിച്ചു വെച്ച അറിവ് അല്ലെങ്കിൽ നമ്മളെ തിരിച്ചറിവ്, ഇതിന് വിരുദ്ധമായ ജീവിതം നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയും, നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ശാന്തശീലയാണല്ലോ. അത്രയൊന്നും അല്ല, ഭയങ്കര ടെൻഷനൊക്കെ വരാറുണ്ട്. ടെൻഷൻ വന്നു കഴിഞ്ഞാൽ അത് ഒരുപാട് കാര്യങ്ങൾ റിലേറ്റഡ് ആണ്. ചിലപ്പോൾ എനിക്ക് തന്നെ അറിയില്ല എന്തിനാണ് അത്. അത്രയല്ല, അല്ലല്ല. പക്ഷെ സ്നേഹമുള്ളവരടുത്ത് പെട്ടെന്ന് ദേഷ്യപ്പെടുകയും ചെയ്യും. അതാണ് ആര് സ്നേഹം
അതിപ്പോ ദേഷ്യപ്പെടണമെന്നാണ് പറയുന്നത്. അല്ല ഞാൻ പറയുന്നത് ഈ ദേഷ്യമൊക്കെ ഡോക്ടർ പറഞ്ഞ റിഫ്ലക്ഷൻ ആണല്ലോ പല അതെ സംഭവത്തിലും. അതെ അതെ. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ഈ ഇൻസെക്യൂരിറ്റി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കിയതിന് വിരുദ്ധമായിട്ട് കോൺട്രാഡിക്റ്റ് ചെയ്യുക. എപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതം കോൺട്രാഡിക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്കറിയാം കുട്ടികൾ മണ്ണിലും ചെളിയിലും കളിക്കുന്നത് കുഴപ്പമില്ല എന്ന്, അതാണ് വേണ്ടതെന്നും കൂടെ പറയുന്ന മലയാളി ആദ്യം ചെയ്യാൻ മുറ്റത്ത് ടൈലിട്ട് വെക്കും. പിന്നെ കുട്ടികൾ ചെരുപ്പിടാത്തതിന്, ഇങ്ങനെ ചെറിയ ചെറിയ കാര്യത്തിന്, അതായത് വളരെ സ്വാഭാവികമായി മനുഷ്യൻ ജീവിക്കേണ്ട ഒരു ജീവിതത്തിന് അനുവദിക്കാതെ ഇരിക്കുകയും അതാണ് ശരി എന്ന് പറഞ്ഞു നടക്കുകയും ഈ കോൺട്രാസ്റ്റാണ് മലയാളി അനുഭവിക്കുന്ന ഒരു ഗതികേട്. അത് എല്ലാ തലത്തിലുണ്ട്, സാംസ്കാരികമായിട്ടും ഇമോഷണലായിട്ടും. അത് ഫിനാൻഷ്യൽ ഇൻസെക്യൂരിറ്റിയുടെ കാര്യത്തിൽ. ഫിനാൻഷ്യൽ ഇൻസെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ പറ്റിയെന്ന് വെച്ചാൽ ഒരു മണി ഓർഡർ എക്കണോമിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ച് പെട്ടെന്ന് എല്ലാം മാറുക. ഇന്ത്യക്കകത്ത് മാത്രമല്ല ലോകത്തിൻ്റെ സിനാരിയോ തന്നെ മാറുമ്പോൾ നമ്മളാണെങ്കിൽ ഇതുവരെ കുട്ടികളെ വളർത്തുന്നത് എക്സ്പോർട്ട് ചെയ്യാനാണ്. നമ്മുടെ ആഭ്യന്തര വിപണി, നമ്മുടെ ജീവിതം നമുക്ക് ഇവിടെ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു പാറ്റേൺ ഒന്നും നമുക്കില്ല. നമ്മുടെ കുട്ടികളെ അങ്ങോട്ട് വിടണം. അതിനുവേണ്ടി ട്യൂൺ ചെയ്തിട്ടുള്ള മാതിരിയുള്ള സ്കൂളുകൾ, ഇത് തന്നെ ഭയങ്കര ആൻറ്റി സോഷ്യലായിട്ടുള്ളതാണ് നമ്മളുടെ എല്ലാ സിസ്റ്റവും ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ക്രൈസിസ് നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല. പക്ഷെ ഇതിൻ്റെ വക്താക്കളായതുകൊണ്ട് ഇത് പറയാനും പറ്റുന്നില്ല. അയ്യോ അത് ശരിയല്ലല്ലോ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നില്ല. ഈ ഉറപ്പിച്ച് പറയാൻ ഒന്നിലും പറ്റാത്തത് തന്നെയാണ് നമ്മുടെ ഒരു വലിയ ക്രൈസിസ്. അത് ബന്ധങ്ങളിലും അങ്ങനെ തന്നെ, സാമൂഹ്യ ബന്ധങ്ങളിലും അങ്ങനെ തന്നെ. എനിക്ക് പിന്നെ തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സാമൂഹ്യ ബന്ധങ്ങളെല്ലാം അപകടം പിടിച്ചത്. കാരണം നമ്മൾ ലൈഫ് ബോയ് സോപ്പിൻ്റെ പരസ്യം പോയാലും എല്ലാം കീടാണുക. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എല്ലാം കീടാണു ബാധിക്കും. മനുഷ്യബന്ധങ്ങളും ഇതൊക്കെ തന്നെ നമ്മൾ ചിന്തിക്കുന്നത്. അവിടെ അസോസിയേറ്റ് അത് പ്രശ്നമാണ്, നിങ്ങൾ തമ്മിൽ വേണ്ടി അത് പ്രശ്നമാണ്. ഈ സോഷ്യൽ ബിഹേവിയർ, ആ ഒരു മാനേഴ്സിനെ കുറിച്ച് നമ്മൾ ലീസ്റ്റ് ബോധമിടുക. പക്ഷെ നമ്മളെ ചിന്ത, നമുക്ക് ഉന്നം വയ്ക്കുന്നത് നമ്മൾ ആഗോള പൗരനാവണമെന്നാണ്. അതിന് കുറച്ച് പണിയുണ്ട്, അതെടുക്കാൻ നമ്മൾ തയ്യാറല്ല. ആ ടെൻഷൻ തയ്യാറല്ല. അപ്പോൾ യോഗി പഠിച്ച ഒരാളോട് ചോദിക്കാം, മൈക്ക് കൊടുത്ത്. നിങ്ങളൊക്കെ എങ്ങനെയാ പൊതുവെ, നിങ്ങളൊക്കെ ഒരു ന്യൂ ജനറേഷൻ എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. ന്യൂ ജനറേഷൻ ആണോ അതോ ഞങ്ങളുടെയൊക്കെ ഗ്രൂപ്പാണോ നിങ്ങൾ? തോന്നുന്നില്ല. ഒന്നത് നമുക്കിപ്പോൾ ഈ ആളുകളുടെ പ്രായമൊന്നും ഇപ്പോൾ മനസ്സിലാക്കാൻ വലിയ പാടാണ്. അപ്പോൾ എൻ്റെ തന്നെ പെയിന്റ് അടിച്ച് വൃത്തിയാക്കിയ തലയാണ്. അതുപോലെ തന്നെ പല ആളുകളുടെ ഡോക്ടർ, അതുകൊണ്ട് നമുക്ക് പ്രായം മനസ്സിലാക്കാൻ പറ്റത്തില്ല. 15 വർഷം കണ്ടപ്പോഴും ഇതുപോലെ തന്നെ ആയിരുന്നു. വിനുവും വ്യത്യസ്തനായിരുന്നില്ല. വിനുവിനെ ഞാൻ 20-30 വർഷത്തിന് മുമ്പ് അറിയാം. അന്ന് ഇതുപോലെ ഇരുന്നേ പുള്ളി. ഞാൻ തലേ പെയിന്റ് അടിക്കും, പുള്ളി മുഖത്ത് പെയിന്റ് അടിക്കും. മനസ്സിൽ ഇതുപോലെ എന്തെങ്കിലും ചെയ്യാൻ മാർഗം ഉണ്ടായിരുന്നെങ്കിൽ രക്ഷപ്പെട്ടു പോയത്. അതാണ് ഡോക്ടർ, അതെ നമ്മൾ എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. അതാണ് ഡോക്ടർ പറഞ്ഞത്. പറയൂ. അല്ല നിങ്ങളുടെയൊക്കെ ഒരു ലൈഫ് എങ്ങനെയാ ഒരു പൊതുവെ പുതിയ ജനറേഷൻ? ആക്ച്വലി പുതിയ ജനറേഷൻ എന്ന് പറയുമ്പോൾ ഐ തിങ്ക് ഇപ്പോൾ പൊതുവെ ദ ബിഗ്ഗസ്റ്റ് ടെൻഷൻ ഈസ് വർക്കിന് പോവുക. മിക്കവാറും പീപ്പിൾ ആർ എൻഗേജ്ഡ് ഇൻ IT ജോബ്സ് അല്ലെങ്കിൽ ഇൻ അതർ ജോബ്സ്, യു നോ. അപ്പോൾ പക്ഷേ ആ വർക്ക് ടെൻഷനാണ് മോസ്റ്റ് ആയിട്ട് എഫക്റ്റ് ചെയ്യുന്നത്. ആൻഡ് ബിക്കോസ് ഓഫ് ദറ്റ് സ്ട്രെസ്, സ്വീറ്റി ഡോക്ടർ പറഞ്ഞു നിങ്ങൾ സ്ത്രീകൾക്ക് ടെൻഷൻ കുറച്ച് കൂടുതലാകാനും സാധ്യതയുണ്ട്, പല കുടുംബ സാഹചര്യങ്ങൾ കൊണ്ട്, സോഷ്യൽ സിറ്റുവേഷൻ കൊണ്ട്. പിന്നെ വീട്ടുകാര്യങ്ങളെല്ലാം നോക്കണം, മക്കളുടെ കാര്യം നോക്കണം, ജോലിക്ക് പോകണം. ഈ 3 കാര്യങ്ങൾ ഒരേപോലെ ഒരാണിന് ചെയ്യേണ്ടി വരുന്നില്ല. അല്ല, ആണ് ശരിക്കും ദുർബലനാണ്. ഡോക്ടർ തൊട്ടടുത്തിരിക്കെങ്കിലും ഞാൻ പറയും അത് 2 കാര്യമുണ്ട്. നമ്മളിപ്പോ സൈക്കോളജിക്കലി നോക്കുമ്പം ഫസ്റ്റ് ക്രൈസിസിൽ സ്ത്രീ വീണു പോകും. ഇപ്പൊ ഒരു മരണം കണ്ട ആദ്യം അവരങ്ങ് വീഴും. പക്ഷെ ആ സ്ത്രീ ഒരു മാസത്തിനുള്ളിൽ തിരിച്ചെണീറ്റ് 2 മക്കളെയും പഠിപ്പിച്ച് വലുതാക്കി കല്യാണം കഴിപ്പിച്ച് അയക്കും. പക്ഷെ ഒരു ആണിന് ചിലപ്പം അതുപോലെ ആ 2 മക്കളെ അവസരത്തെ വീഴ്ചയായിരിക്കും. അല്ല, അത് ചിലപ്പോ പുള്ളിക്ക് വേറൊരു പെണ്ണിന്റെ സഹായം പിന്നെയും വേണ്ടി വരും. മിക്കവാറും റീമാരേജസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആണുങ്ങൾക്ക് ചിലപ്പോൾ ഒറ്റയ്ക്ക് ഈ പിള്ളേരെ വളരെ കുറച്ച് പേർക്ക് അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സോ സ്ത്രീ ഭയങ്കര സ്ട്രോങ് ആണ്. പക്ഷെ ഇമ്മീഡിയറ്റ് ക്രൈസിസിൽ ചിലപ്പോൾ വീണുപോകും. ടെൻഷൻ ഭയങ്കരമായിട്ട് വെളിയിൽ കാണിക്കുകയും ചെയ്യും. ആണുങ്ങൾക്ക് അതേ ടെൻഷൻ ഉണ്ട്, പക്ഷെ അവര് അത് എങ്ങനെയെങ്കിലുമൊക്കെ ഉള്ളിൽ അടക്കി വെച്ച് നടക്കാൻ പഠിച്ചിട്ടുള്ളവരാണ്. ഈ ടെൻഷൻ പുറത്ത് കാണിക്കുന്ന ആരാ, പുരുഷനാണോ സ്ത്രീയാണോ? സ്ത്രീയാണ് തീർച്ചയായിട്ടും. ഞാൻ ഈ സ്ത്രീകളുമായിട്ട് ഇടപെടണം. ഡോക്ടർ അത് നല്ലതാണോ ഡോക്ടർ? അതായത് നമുക്കിപ്പോൾ ഒരു ടെൻഷൻ വന്നു, ചില ആൾക്കാർ ഇത് മനസ്സിൽ ഒതുക്കി ഇങ്ങനെ നടക്കും, ചിരിച്ച് മുഖത്ത് വരുത്തിയ ചിരിയുമായിട്ടൊക്കെ നടക്കും. അതാണോ ഡോക്ടർ അഡ്വൈസ് ചെയ്യുക? അല്ലല്ല, ടെൻഷൻ എക്സ്പ്രസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അതുകൊണ്ടാണല്ലോ സ്ത്രീകൾക്ക് ആയുസ് കൂടുതൽ. പുരുഷന് ഈ ടെൻഷൻ എല്ലാം സ്ത്രീകൾക്ക് ആയുസ് കൂടുന്നത് അതുകൊണ്ടാണോ ഡോക്ടർ? ഒരു കാരണം അതാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ ഈ ടെൻഷൻ അടക്കി വെച്ച് നടക്കുന്ന ആണുങ്ങൾ പലപ്പോഴും അല്ലല്ല മദ്യത്തിലേക്കും അതുപോലുള്ള കാര്യങ്ങളിലേക്കും പോയി അവന് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. അവൻ്റെ ആയുസിൻ്റെ ദൈർഘ്യം കുറഞ്ഞു പോവുകയാണ്.
സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് കരഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. ആ ഒരു സങ്കടം പ്രകടിപ്പിച്ച മാത്രമല്ല ഈ കരയുന്നത് പലപ്പോഴും പുരുഷനൊരു നാണക്കേട് പോലെയാ. മറ്റുള്ളവരുടെ മുമ്പിൽ കരയുക, പ്രത്യേകിച്ച് എന്തിനാടാ മോങ്ങുന്നതെന്ന് ആളിൽ ചോദിക്കും. സ്ത്രീ കരയുന്ന കണ്ട കരയുന്ന എന്തിനാന്ന് ചോദിക്കും. ഇമോഷൻസ് പുറത്ത് കാണിക്കാൻ പാടില്ല. ആണുങ്ങളായാല് നമ്മളെ സമൂഹം അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കണേ. ആണായാല് സ്ട്രോങ് ആയിട്ട് കാണിക്കണം, സ്ട്രോങ് ആയിട്ട് കാണിക്കുകയാണ് അവര്. ഉള്ളിന്റെ ഉള്ളില് തകർന്നു കിടക്കുക, പക്ഷെ കരയില്ല. അതേപോലെ ടെൻഷനാണ്, ഭയങ്കര പ്രശ്നത്തിലാണ് ഞാൻ ഇരിക്കണമെന്ന് ഭാര്യയോട് പോലും പറയില്ല. അങ്ങനെയൊക്കെ ആയാൽ ഒരു ആണായി, മാൻലിനെസ് വന്നു കഴിഞ്ഞു. ഡോക്ടർ സ്വീറ്റി പറഞ്ഞ നിരീക്ഷണം ശരിയാണ്. കാരണം സ്ത്രീകൾക്കാണ് കൂടുതൽ ഉത്കണ്ഠയും വിഷാദവും ഒക്കെ വരുന്നത്. പക്ഷെ സ്ത്രീകൾ ഒരുപാട് മാറുന്നുണ്ട് കേട്ടോ, ഒരുപാട് മാറുന്നുണ്ട്. അത് സ്വീറ്റി നിഷേധിക്കും തോന്നുന്നില്ല. ടെൻഷൻ അടിക്കുന്നത് ഇതിലൊന്നും അല്ല, ഡ്രസ്സിംഗ് ഇല്ലാന്ന് തോന്നുന്നു. ഡോക്ടർക്ക് ഒരു ടെൻഷനും ഇല്ലാത്ത കാര്യം. ഒരു ടെൻഷനും ഇല്ല, 5 മിനിറ്റ് മതി സാർ. നമുക്ക് എന്ത് കാര്യം വേണമെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഒരു ടെൻഷനും ഇല്ലാതെ ചെയ്യാം. ഡോക്ടറെ, ഈ കലാപം ഉയർത്തിയിട്ട് കുറച്ചു കാലമായി ഈ ഡ്രസ് കോഡിൽ ഇറങ്ങിയിട്ട്. അനുകർത്താക്കളുണ്ടോ? ഡ്രസ് കോഡ് എന്ന് പറയുമ്പോഴത്തേക്കും 2 കാര്യങ്ങൾ ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ ഒരിത് വെച്ചിട്ടുണ്ട്. ഒന്നാമത് ഞാൻ ഒരു ഫാഷൻ ഡിസൈനറുമാണ്, ഇന്റീരിയർ നമ്മളിൽ അല്ലാതെ തന്നെ ഒരുപാട് പാഷൻ ഉണ്ടാവില്ലേ. നമ്മുടെ പ്രൊഫഷൻ ഒന്നായിരിക്കും, അതിൽ പാഷനബിൾ അല്ലാതെ പാഷൻസ് ഉണ്ടാവും. അപ്പോൾ 2 കാര്യങ്ങൾ ഞാൻ ഉറപ്പാക്കിയിട്ടുണ്ട്. ഒന്ന്, വൾഗറായിട്ട് ഡ്രസ്സ് ചെയ്യില്ല, പക്ഷേ ഗ്രാൻഡായിട്ട് ഡ്രസ്സ് ചെയ്യും. ഞാൻ വൃത്തിയില്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ വേറെ ഒരാൾക്ക് അയ്യോ അത് ശരിയല്ല, അത് കാണാനൊരു എന്തോ ഒരു വൃത്തി, അശ്ലീലം, നെവർ നെവർ ഇൻ മൈ ലൈഫ്. ഗ്രാൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ബിനുവിന് അതിനകത്തൊരു സംശയം ആണെങ്കിലും ആണുങ്ങൾക്കാണെങ്കിലും അവനവന്റെ ഇഷ്ടമുള്ള അല്ലെങ്കിൽ അവനവന് ചേരുന്നെന്ന് അവനവന് തോന്നുന്ന തരത്തിൽ വേഷമിടാനുള്ള എല്ലാ അധികാരവും ഉണ്ട്. നമ്മൾ ഇട്ട് കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങിയാൽ നമ്മൾ നമ്മുടെ വേഷത്തിനെ കുറിച്ച് ആലോചിച്ചിരിക്കേണ്ട, പിന്നെ നമ്മൾ പറയാനുള്ളതും ചെയ്യാനുള്ളതുമാണ് ചെയ്യാൻ. ഞാന് മോശമായിട്ട് ഒരാളായിട്ട് ആസ് എ ഡോക്ടർ എനിക്ക് ഒരാളുടെ മുമ്പേ മോശമാവണ്ട. പക്ഷേ ഗ്രാൻഡിയർ എന്ന് പറയുമ്പം വലിയ ആഭരണങ്ങൾ ഇടാം, എസ്പെഷ്യലി ഫോർ പാർട്ടീസ് ഓർ ദിസ് ഫങ്ഷൻസ്. നോട്ട് ഇൻ മൈ പ്രൊഫഷൻ ടൈമിൽ ഞാൻ ഇടാറില്ല. ഞാൻ പറയുന്നത് നന്നായിട്ട് വേഷം ധരിക്കാത്ത, ഫാഷനബിൾ ആയിട്ട് അല്ലാത്ത ഒരു ലേഡി എടുത്താൽ നമ്മൾ അവരെ മോശമായിട്ട് കാണേണ്ട ആവശ്യമില്ല. ഡോക്ടറെയൊക്കെ കണ്ടു കഴിഞ്ഞാലേ, ഡോക്ടർ ഗൈനക്കോളജി ആയിട്ട് ഞാൻ പോയിട്ടില്ല, എന്നാലും ഞാൻ പറയാണ്, ചെല്ലുന്ന പേഷ്യന്റിന് ഒരു ആത്മവിശ്വാസം ഉണ്ടാവും. ഒരിക്കലും ഇല്ല, പുച്ഛമേ ഉണ്ടാവുള്ളൂ. എന്റെ അമ്മ, സത്യം പറഞ്ഞാൽ ഈ വേഷത്തിലാണ് ഈ വേഷത്തിലാണ് ഒരു പേഷ്യന്റിനെ നോക്കുന്നതെങ്കിൽ ആ ഡോക്ടർ ടു ബി ഫ്രാങ്ക്, അല്ല ഉള്ള സത്യം പറഞ്ഞോ, ആ ചെല്ലുന്ന പേഷ്യന്റിനെ ഉള്ള ആത്മവീര്യം നഷ്ടപ്പെട്ടു പോകത്തുള്ളൂ, വന്നു പെട്ടല്ലോ എന്നൊരു തോന്നലേ ഉണ്ടാവുള്ളൂ. അല്ല ഇല്ല, ഒരിക്കലും ഈ ഡ്രസ് ഞാൻ തന്നെ തയ്ച്ചതാണ്. ഞാൻ ടൈലറും ആണ്, പിന്നെ ലാപ്ടോപ്പ് യോഗയിലും പ്രോഗ്രാം ചെയ്യുന്നത്. ഒരു ഡോക്ടറെ ആക്കണവും പോലീസുകാരനാക്കനും ഒരു വക്കീലിനാക്കനും തയ്യക്കാരനാണ്. അതിനൊരു ഡ്രസ് കോഡും ഉണ്ട്, വല്ലാത്തൊരു ക്ലൈമായി, അതിനൊരു ഡ്രസ് കോഡും ഉണ്ട്. അല്ല നമ്മളിപ്പോ വഴിതിരിഞ്ഞു പോകണ്ട, അതൊരു ടെൻഷനായി മാറും. അത് പ്രൊഫഷണൽ സമയത്ത് ഞാൻ ഡ്രസ് കോഡ് പാലിക്കാറുണ്ട്. ഇത് കണ്ടപ്പോ നമുക്ക് ഭയങ്കര ടെൻഷനായി. അല്ല അത് ഇതൊരു ഇത് കണ്ടപ്പോ നമുക്കൊരു ടെൻഷനായി പോയി. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ടെൻഷൻ അടിക്കുന്ന നല്ല സ്വഭാവമല്ല. അവസാനം ഡോക്ടറെ അടുത്ത് എത്തരുത്, എനിക്കതേ പറയാനുള്ളൂ അല്ലേ. ഓക്കെ പറയൂ. ഞാൻ പറയാം. From my standpoint, younger generation, എല്ലാരെയും കുറിച്ച് അല്ല പറയുന്നത്, പക്ഷെ ഐ എം ടെല്ലിങ് യു ഫ്രം മൈ നിങ്ങൾ പുതിയ ജനറേഷന് ടെൻഷൻ കുറവോ കൂടുതലോ അല്ല, നമ്മുടെ പ്രയോറിറ്റീസ് ആർ വെരി ഡിഫറെന്റ്. ഇപ്പൊ എവറിബഡി ഹിയർ ഇസ് ടോക്കിംഗ് അബൌട്ട് വീട് വെക്കണം, കാർ മേടിക്കണം, കുട്ടികളെ കല്യാണം കഴിപ്പിക്കണം, എക്സെട്ര എക്സെട്ര. നമ്മുടെ ജനറേഷൻ ആ പ്രയോറിറ്റീസ് ആർ വെരി വെരി ഡിഫറെന്റ്, എസ്പെഷ്യലി ഫോർ വിമൻ ഓർ പീപ്പിൾ ലൈക്ക് മീ. വി വാണ്ട് ടു വർക്ക്, ഏൺ, travel, etc. So for us, the idea about having a loan for a house, നമ്മൾ കണ്ടു നമ്മുടെ പേരൻസിനെ, നമ്മൾ കണ്ടിട്ടുണ്ട് ചുറ്റിനുള്ള ആൾക്കാരെ, ഹൗ ഈ ലോൺ എടുത്തിട്ട് ടെൻഷൻ അടിച്ച് അത് ചെയ്ത് ഇത് ചെയ്ത്. നോബഡി ഈസ് ലിവിങ് ഇൻ ദ പ്രസന്റ് മൂമെന്റ്. ദേ ആർ നോട്ട് ഹാപ്പി. For what? So our priorities are different. And not only that, ഇപ്പോൾ someone like me, I have understood, നമ്മൾ പെട്ടെന്ന് പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ട ലൈഫിനെ.
അപ്പോൾ ലൈക്ക് മീ ഐ ഹാവ് ഗോട്ടൺ ടു മെഡിറ്റേഷൻ, യോഗ. താങ്കളുടെ കാര്യമാണോ മറ്റുള്ളവരുടെ ചേർത്താണോ പറയുന്നത്? എല്ലാവരുടെയും കാര്യം, എനിക്കറിയുന്ന ആൾക്കാരുടെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ബോബി തോന്നുന്നോ പുതിയ ചെറുപ്പക്കാരുടെ? ബോബി എങ്ങനെയാ ഈ കൂടുതൽ കമ്പനി അടിക്കുന്ന ആരുമായിട്ടാണ് പൊതുവെ? ഞാൻ ചെറുപ്പക്കാര് അതുപോലെ കൊച്ചുകുട്ടികൾ അവരുമായിട്ടൊക്കെ കമ്പനി അടിക്കുന്നത്. എനിക്ക് എല്ലാ റേഞ്ചും ഉണ്ട്. ഉണ്ടോ? എല്ലാം മെയിൻറ്റെയിൻ ചെയ്യും. ആ റേഞ്ചിന്റെ രഹസ്യം ഈ സ്വർണ്ണ വ്യാപാരമാണോ അതോ? അല്ല, ഞാൻ ഒരു 5-6 കിലോമീറ്റർ ഓടും. ആ പിന്നെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യും. 5-6 കുപ്പി വെള്ളം കുടിക്കും, പച്ചവെള്ളം. 8 മണിക്കൂർ ഉറങ്ങും. ദെൻ ഹെൽത്ത് ഈസ് ബോബിയുടെ ഉറക്കം പോക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഉറക്കം പോക്കാൻ വിഷമാണ്. ഡോക്ടറെ, അങ്ങനെ ഈ ഇദ്ദേഹം പറഞ്ഞ് ഈ പുതിയ ജനറേഷൻ ഇപ്പോൾ ഡോക്ടർ ഒരുപാട് കൗൺസിലിങ്ങിനും കൺസൾട്ടേഷനും ഒക്കെ ആൾക്കാരെ വിധേയമാക്കുന്ന ഒരാളാണല്ലോ. ഡോക്ടറുടെ ദൃഷ്ടിയിൽ ഒരു യങ് ജനറേഷൻ അങ്ങനെ ഒരു ഈ ഇവരുടെ മുൻഗണനാ ക്രമങ്ങൾ മാറ്റിയത് കൊണ്ട് ജീവിതം മാറിയെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഡോക്ടർ? ഇല്ല, എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ അവരുടെ ആറ്റിറ്റ്യൂഡൊക്കെ കറക്റ്റ് തന്നെയാണ്. പക്ഷേ ഒരുപാട് വളർത്തു ദോഷത്തിൻ്റെ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പലപ്പോഴും വളരെ മത്സരാധിഷ്ഠിതമായിട്ട് ഇവരൊക്കെ വളർത്തിയിട്ട് മറ്റൊരാളുടെ ഒരു ഇതുമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്തൊരു രീതിയിൽ ഉള്ള വിഷമങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഈ ദാമ്പത്യ തർക്കത്തിലും വിവാഹമോചന കേസിലൊക്കെ നമ്മൾ കാണുന്നത് ഈ കുട്ടികളെല്ലാം സെൻട്രൽ സ്റ്റേജിൽ നിന്നിട്ടാണ് വളർന്നേക്കുന്നത്. രണ്ടുപേരും ഒരുമിച്ചിട്ടുള്ള ഒരു കുടുംബം ഉണ്ടാക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. എല്ലാവർക്കും ഇപ്പോൾ സിനിമാ സംവിധായകൻ ഇരിക്കുന്നു, എല്ലാവരും അവനവൻ്റെ സ്ക്രിപ്റ്റുമായിട്ടാണ് വരുന്നത്. എൻ്റെ സ്ക്രിപ്റ്റ് അനുസരിച്ചിട്ട് ഈ സിനിമ എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ദാമ്പത്യത്തിൽ രണ്ടുപേര് തമ്മിൽ സിനിമ എടുക്കാൻ പോയി കഴിഞ്ഞാൽ എന്താവും സ്ഥിതി? അതുപോലത്തെ പ്രശ്നങ്ങളാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. ഡോക്ടറുടെ പരിശോധനാ മുറിയിൽ ആൾ കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും ബിസിനസ് രഹസ്യം ചോദിക്കാൻ അല്ല, തീർച്ചയായിട്ടും കൂടിയിട്ടുണ്ട്. കാരണം ഈ തരം കാര്യങ്ങൾ പണ്ടൊന്നും ഞാനൊക്കെ തുടങ്ങിയ കാലത്ത് കുട്ടികൾ ഇത്രയധികം കൺസൾട്ടേഷന് വരില്ലായിരുന്നു. ഉത്കണ്ഠയൊക്കെ ആയിട്ടും അല്ലെങ്കിൽ ഇത്തരം പേടികളൊക്കെ ആയിട്ട് കുട്ടികൾ ഇത്ര ധാരാളമായിട്ട് വരില്ലായിരുന്നു. ഇപ്പോൾ കുട്ടികളുടെ ഒരു സെഗ്മെൻറ്റ് വല്ലാതെ കൂടിയിട്ടുണ്ട്. വൃദ്ധരായിട്ടുള്ള ആളുകളുടെ, പണ്ടൊക്കെ വൃദ്ധരായിട്ടുള്ള ആളുകൾക്ക് കേരളത്തിൽ ടെൻഷൻ ഇല്ലാതെ ജീവിക്കാനായിട്ടുള്ള കുടുംബങ്ങളുണ്ടായിരുന്നു, അവിടെ അവരെ നോക്കുന്ന ആളുകളുണ്ടായിരുന്നു, സാമൂഹിക പിന്തുണ ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രായമായിട്ടുള്ള ആളുകൾ വിഷാദമായിട്ടും ഒറ്റപ്പെടുന്നു, ഏകാന്തത എന്നൊക്കെ പറഞ്ഞിട്ട് കൺസൾട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ രണ്ട് സൈഡിലും പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ടെൻഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റി, ഡിപ്രഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കൺസൾട്ട് ചെയ്യുന്ന ആ ഒരു സെഗ്മെൻറ്റ് തീർച്ചയായിട്ടും ഈ കാലയളവിൽ കൂടിയിട്ടുണ്ട്. പറഞ്ഞോളൂ സാർ. എന്താണ് ഈ യങ്ങർ ജനറേഷൻ? ലൈക്ക് എല്ലാ ജനറേഷനിലും യങ്ങർ ജനറേഷൻ ഉണ്ട്. ഇപ്പോൾ സാറ് ഒരു സമയത്ത് യങ്ങായിരുന്നു. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും സാറ് ഓക്കെ, എന്റെ മകൻ, ഞാൻ ഈ മനസ്സുകൊണ്ട് എന്റെ പ്രായം ഇങ്ങനെ കുറച്ചുകൊണ്ടേ ഇരിക്കുക. ഓക്കെ സാർ. എന്റെ ഭാര്യക്ക് നിരന്തരം ത്രെട്ട് ഞാൻ കൊടുത്തോണ്ടിരിക്കുക. ഓക്കെ, ഞാൻ പറയുന്നത് ഞാൻ തർക്കിച്ചോളായിരുന്നു. ഇല്ല സാർ, സാർ ഇപ്പോഴും യങ്ങാണ്. അപ്പോൾ ഞാൻ പറയുന്നത് യങ്ങർ ജനറേഷൻ ഇന്നും അന്നും എന്നും കാണും. അപ്പോൾ അവർക്കൊരു പ്ലാറ്റ്ഫോം ഇല്ല. അതാണ് ഇവിടുത്തെ മെയിൻ പ്രോബ്ലം. ഇന്നിപ്പോൾ മെറ്റീരിയലൈസ്ഡ് വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഹ്യൂമാനിറ്റേറിയൻ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മോറൽ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സൊസൈറ്റിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ആരും കാണുന്നില്ല. ഇന്നിപ്പം മാഡം നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലെ ചെമ്പരത്തി പൂ നമ്മൾ കാണാൻ റെഡിയല്ല. അതേസമയം നമ്മുടെ വീട്ടിൽ ഏത് പൂവാണെന്ന് പോലും ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല. അതേസമയം നമ്മളിപ്പോൾ റോഡിൽ ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പലരും ഒരു BMW കാറ് പോയി കഴിഞ്ഞാൽ അത് കാണും. പക്ഷേ റോഡിൻ്റെ അരിയിൽ കിടക്കുന്ന ഒരു പാവപ്പെട്ടവൻ, അന്നം കിട്ടാതെ കിടക്കുന്ന വയറ്റത്തടിച്ച് ജീവിക്കുന്ന ഒരുത്തനെ കാണത്തില്ല. അവന് ഒരു നേരത്തെ ആഹാരം മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കിട്ടും സന്തോഷം, അവിടെ നമുക്ക് കിട്ടും സമാധാനം. അതുപോലെ വീട് വെച്ച് കൊടുക്കുന്നതായിട്ട് അങ്ങനെ പല കാര്യങ്ങളും ഇപ്പോൾ യങ്ങർ ജനറേഷൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവർക്കൊരു പ്ലാറ്റ്ഫോം ഇല്ല എന്നുള്ളതാണ് വസ്തുത. അല്ല, താങ്കളുടെ വ്യക്തി ജീവിതത്തിൽ എങ്ങനെ ടെൻഷൻ അടിക്കുന്ന ഒരാളാണോ? ഞാൻ നല്ല രീതിയിൽ ടെൻഷൻ അടിക്കുകയാണ്. ഞാനൊരു IT എഞ്ചിനീയറാണ്. ഒരുപക്ഷെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അമേരിക്കയിൽ വന്നിട്ട് 2 ആഴ്ച ആയതേ ഉള്ളൂ. അപ്പോൾ അമേരിക്കയിലായിരുന്നു വാസം? അല്ല സാർ, ഞാൻ ജോലി സംബന്ധമായി അമേരിക്കയിൽ പോയതാണ്. IT എഞ്ചിനീയർ. സായിപ്പന്മാരൊക്കെ എന്ത് പറയുന്നു അവിടെ? സായിപ്പന്മാരെല്ലാം സുഖം. അല്ല, അവരൊക്കെ പൊതുവേ അവരൊക്കെ ടെൻഷൻ കുറഞ്ഞവരാണെന്ന് അവർ പറയുന്നത്. പക്ഷെ അവർക്ക് അത്ര ടെൻഷൻ കുറഞ്ഞവരൊന്നും അല്ല. കുറച്ചുകൂടെ പ്ലാനിംഗ് ഉണ്ട്. നമ്മളെ ഒരു അത്ര പ്ലാനിംഗ് ഉള്ളവരാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അവർക്ക് നമ്മൾ ടെൻഷൻ. ഇവിടെ മലയാളിസിന്റെ ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഞാൻ പറയും മണി മാനേജ്മെന്റും അറിയത്തില്ല, വീട് കെട്ടാനും അറിയത്തില്ല. മലയാളികൾ വീട് കെട്ടുന്നത് അതിനകത്ത് വേണ്ടിയാ, നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയാ. ഫ്രണ്ട് എലിവേഷന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കും. ഇങ്ങനെ ആന തലമുക്കി നിൽക്കുന്ന പോലെ നിൽക്കും. അകത്തോട്ട് കയറിയാൽ ഭയങ്കര കൺജസ്റ്റഡ് ആയിരിക്കും. അതേസമയം നമ്മൾ വിദേശത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ വീടിന്റെ ഫ്രണ്ടിന് ഒരു വ്യത്യാസം ഷോയും ഇല്ല. ഈ വിദേശ യാത്ര നടത്തി താങ്കൾ വീട് വെച്ചോ? പിന്നെ തീർച്ചയായിട്ടും വീട് വെച്ചപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ പ്ലാൻ ഞാനാണ് വരച്ചത്. കാരണം ഇവിടെ ഒരു എഞ്ചിനീയറെ കൊടുത്താൽ ചാണ്ടിക്ക് വരച്ചേക്കാളും ഇച്ചിരി വ്യക്തിയോടെ തോമാക്കി വരയ്ക്കും, ഇച്ചിരി വർക്കിക്ക് വരയ്ക്കും. അവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഫ്രണ്ട് എലിവേഷൻ ആയിരിക്കും. ഞാൻ ഫ്രണ്ട് എലിവേഷൻ ഒരു ഇമ്പോർട്ടൻറ്റും കൊടുത്തില്ല. ഏഷ്യാനെറ്റിൽ ഒരു വീട് എങ്ങനെ കെട്ടണം, അതിന് പോസിറ്റീവ് എനർജി എങ്ങനെ നിറയ്ക്കണം എന്ന് ഞാനും ഒരു അഭിമുഖം ഉണ്ടായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയത് റൂംസ് വലിപ്പമാക്കാൻ വേണ്ടിയാണ്.
അടുക്കളയുണ്ടായിരുന്നു. അടുക്കളയെല്ലാം ഉണ്ടായി. ഉണ്ട്. റൂംസ് ഒക്കെ ആണല്ലോ, ബെഡ്റൂം ഇവിടെ ഒക്കെ ആണല്ലോ നമ്മുടെ റൂംസ് ഒക്കെ സ്റ്റേറ്റ്സിൽ 10 തിരിച്ച് നാട്ടിലേക്ക് വന്ന സമയത്ത് ആൾക്കാർ ചോദിക്കുന്നത് എന്തിനാടാ നീ ആ ഒരു സെക്കൻഡ് എന്തിനാണ് നീ ആ ലക്ഷം കിട്ടുന്ന ജോബ് കളഞ്ഞിട്ട് നീ തിരിച്ച് നാട്ടിൽ വന്നേന്ന് ചോദിച്ചു. കാരണം എനിക്ക് ഇവിടെ ഹോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ജീവകാരുണ്യ സംഘടന ഉള്ളത് സാറിന് അറിയാലോ. അപ്പൊ അതിന് സോഷ്യലി കമ്മിറ്റഡ് കുറെ കാര്യങ്ങൾ നമ്മൾ 2 വർഷം. അമേരിക്കയിൽ ജോലി ഉണ്ടായിരുന്നു താങ്കൾക്ക്? ഞാൻ IT എഞ്ചിനീയർ ആണ്. എന്നെ കമ്പനിയാണ് അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. തിരിച്ച് ആ ജോബ് ഞാൻ ഇപ്പോഴും ഉണ്ട്. നമ്മുടെ നാട്ടിൽ ആളുകൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. അത്യാവശ്യം ഡെയിലി ഒരു 300 രൂപ ശമ്പളം കിട്ടുന്ന ഒരു ജോലി ഉണ്ടെങ്കിലും 150 രൂപ ശമ്പളം ഉണ്ടെങ്കിലും ലോകത്ത് ഏറ്റവും ജീവിക്കാൻ സുഖമുള്ള നാട് കേരളമാണ്. സത്യമായി അത് അവിടെ പോകുമ്പോഴാണ്. പക്ഷേ അത് ആൾക്കാർക്ക് ഉള്ള പ്രശ്നം. പിന്നെ ഒറ്റ നേട്ടമുണ്ട് ഡോക്ടറെ, ചാക്കാലി അറ്റൻഡ് ചെയ്യേണ്ട, ആരുടെയും കല്യാണം അറ്റൻഡ് ചെയ്യേണ്ട, ആരെയും ആശുപത്രി കൊണ്ടുപോകേണ്ട, കോടതി കയറണ്ട, അതിലത്തെ തന്നെ തെരുവിളി കേൾക്കണ്ട, ഇങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് ആളുകൾ. തെറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ നമ്മൾ ആളുകളുമായിട്ട്? എപ്പോഴാണ് നമ്മൾ ഈ വാട്സാപ്പും ഇതുമൊക്കെ മതിയോ? നമുക്ക് മറ്റുള്ളവരുമായിട്ട് ഒരു അടുപ്പവും വേണ്ടേ? നമ്മുടെ കുടുംബക്കാരാരാണെന്ന് നമ്മുടെ കുട്ടികൾക്ക് അറിയണ്ടേ? അല്ല, ഈയിടെ ഡോക്ടറെ ഈയിടെ ഒരു ഭേദപ്പെട്ട ഒരു പിതാവ് എന്നോട് പറഞ്ഞു അയാളുടെ ഫാമിലി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്ന്. അതായത് ഭാര്യ, ഭർത്താവ്, അയാളുടെ 2 മക്കൾ, ഈ 4 പേരും തമ്മിൽ സമ്മതിക്കാൻ എങ്ങോട്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി വെച്ചേക്കോന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ എന്ന് കേരളത്തിലൊരു പുതിയ കണ്ടുപിടുത്തം. പരസ്പരം ഡോക്ടർക്കൊക്കെ ജോലി കൂടും. അല്ല, കല്യാണത്തിന് പോകുന്നത് തെറ്റല്ലല്ലോ. അങ്ങനെയല്ലേ നമ്മൾ ഒരുപാട് പേരെ കാണുന്നത്. നമ്മുടെ പഴയ സുഹൃത്തുക്കളെ കണ്ടെന്നിരിക്കും, കസിൻസിന്റെ മക്കളെ പോലും നമ്മൾ ചിലപ്പം അമേരിക്കയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്ന് വരുന്നവരെ അപ്പോഴായിരിക്കും കാണുന്നത്. നമ്മൾ തമ്മിൽ പണ്ട് നമ്മൾ പലചരക്കടക്കാർ അവിടെ പോവും, അയാളുമായിട്ട് സംസാരിച്ച് അതൊരു കമ്മ്യൂണിക്കേഷനാണ്. എവിടെ കണ്ടാലേ ഹലോ പറയാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ. അപ്പൊ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇപ്പൊ ഇല്ലാണ്ട് പോകുന്നതും ഒരു ടെൻഷനാണ് മനസ്സിന്. എപ്പോൾ നോക്കിയാലും ഈ ഒരു സ്ക്രീനിൽ നോക്കിയിരുന്നാൽ ജീവിതത്തിൽ കൂടുതൽ ടെൻഷൻസ്. പക്ഷേ നമ്മൾ മാത്രമല്ല ഡോക്ടറെ, ലോകത്തുള്ള മിക്കവാറുള്ള ആൾക്കാരെല്ലാം അങ്ങനെയായി. മൈക്കി പറയും 3 വയസ്സ് പ്ലേ സ്കൂൾ മുതൽ 80. ഇവരുടെ സംഘടനയുടെ പ്രത്യേകത അറിയാമോ? ഇവര് ചിരിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ആൾക്കാരെ. തയ്യൽ ജോലി കുറവാണ്. ഞാൻ എന്റെ ലാഫ്റ്റർ യോഗ എന്റെ സർവീസാണ്, വരുമാന മേഖലയല്ല. അല്ല അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു ആൾക്കാർക്ക് ടെൻഷൻ കുറയ്ക്കാൻ. ഇടത്തേക്കായി പിടിച്ചോളൂ മൈക്ക്. 5 വയസ്സ് മുതൽ. അല്ല, നിങ്ങൾ ലാഫ്റ്റർ യോഗയെ കുറിച്ച് പറയും. അതെ, ഞാൻ എന്റെ കൂടെ ലാഫ്റ്റർ യോഗയെ പറ്റി തന്നെ പറയുന്നത്. 5 വയസ്സ് മുതൽ 85 വയസ്സ് വരെ എന്റെ കൂടെ ചിരിക്കാൻ വരുന്നുണ്ട്. ഞാൻ അല്ല, ഈ ചിരിക്കാൻ വരുന്ന മാറ്റാൻ പോകുന്ന ജോലി പോലെ പറയുന്നത് അത് സംഭവം പറയും. എന്നാലും ലാഫ്റ്റർ യോഗയിൽ വരുന്നുണ്ട്. അപ്പൊ ഞാൻ വളഞ്ഞമ്പലം ഒരു സീനിയർ സിറ്റിസന്റെ പ്രോഗ്രാമിൽ പോകുന്നത്. ഞാൻ വെറും 10 മിനിറ്റാണ് ഞാൻ അവിടെ പോകുന്നത്. പക്ഷെ എന്നെ അവർ കാത്തു നിൽക്കും ആ 10 മിനിറ്റിന് വേണ്ടി. ആ 10 മിനിറ്റ് അവിടെ ഭയങ്കര പോസിറ്റീവ് എനർജി, എല്ലാരും സന്തോഷം. ആ സന്തോഷത്തോടു കൂടിയ ഞാനും ഒരു തന്ത്രം എന്താ? അല്ല, അങ്ങനെയാണെങ്കിൽ താങ്കളെ ഒന്ന് കേരളം മൊത്തം കൊണ്ടു നടക്കണം. അതാ ഒരു നമ്മള് 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെയുള്ള കണ്ടിന്യൂസ് ചിരി നമ്മളെ സ്ട്രെസ് വളരെയധികം റിലീഫ് ആവും. ആ ചിരിയുടെ ഒരു മോഡൽ ഒന്ന് കാണിച്ചാൽ ഡോക്ടർ നോക്കട്ടെ സ്ട്രെസ് കുറയ്ക്കുമെന്നുള്ളത്. അതെന്തായാലും നന്നായി. ഇത് മിക്കവാറും സിനിമാ സംവിധാനം ഡബ് ചെയ്യാൻ വേണ്ടി. തിരിച്ചറിയുന്നില്ല, ടെൻഷൻ എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാതെ വരുന്നു. ഈ ചിരി ടെൻഷൻ കൂട്ടുമോ? ഒരു അഭിപ്രായം പറയാണ്ട്, അതായത് ഇപ്പൊ ഇവിടെ സംസാരിച്ച കാര്യങ്ങളുടെ അല്ല മൈക്ക് കൊടുക്കും. ഇതൊരു വില്ലന്റെ ചിരി പോലെ ഉണ്ട്. നമ്മള് ഉണ്ടാക്കി ചിരിച്ചാലും നമ്മള് ഇങ്ങനെ ചിരിച്ചാലും നമുക്ക് കിട്ടുന്ന ഗുണം ഒന്നാണ്. സാറ് പറഞ്ഞോളും. ഡോക്ടർ മദൻ കടാരിയ MBBS ഡോക്ടറാണ് ഇതിന് രൂപകൽപ്പന ചെയ്തത്. ഫൗണ്ടർ പുള്ളിയാണ്. ബോംബെയിലാണ് തുടക്കം, ബാംഗ്ലൂരാണ് ഇതിന്റെ ആസ്ഥാനം. വേൾഡ് മുഴുവനായിട്ട് 15,000 ക്ലബുകളും 15 ലക്ഷം പേരും ഇപ്പൊ ഉണ്ട്. 10ഓളം ക്ലബ്ബ് കൊച്ചിയിൽ മാത്രമായിട്ടുണ്ട്. കൊച്ചിക്ക് എറണാകുളത്തിന് അപ്പുറത്തേക്ക് ഇത് പോകാൻ സാധിച്ചിട്ടില്ല. അല്ല, അവര് പറഞ്ഞെന്തോ ഇത് ആത്മാവിന്ന് വരുന്ന ചിരിയല്ല, 10 മിനിറ്റ് പല ടൈപ്പ് ഉണ്ട്. 100ഓളം ടൈപ്പ് ചിരികളുണ്ട്. വെറും ചിരി മാത്രമല്ല, ചിരിയിലൂടെ വ്യായാമം, ചിരിയിലൂടെ. അതായത് ഫസ്റ്റ് എന്താണ് ക്ലാപ്പിംഗ്, സെക്കൻഡ് ബ്രീത്തിങ്, തേർഡ് കുട്ടിത്തം, 4 ലാഫ്റ്റർ യോഗസ്. ക്ലാപ്പിംഗ് എന്ന് പറയുമ്പോൾ 10 പേരിലും നമ്മൾ ഒരുമിച്ച് അടിക്കും. നമ്മളെ അക്യുപ്രഷർ പോയിന്റ് ആണ്. പിന്നെ ബ്രീത്ത് എടുക്കുമ്പോൾ സാധാരണ യോഗയിൽ ബ്രീത്ത് എടുക്കുമ്പോൾ ബ്രീത്ത് എടുത്ത് വെച്ചിട്ട് ഔട്ട് ചെയ്യണത് ചിരിച്ചും കൊണ്ട് ഔട്ട് ചെയ്യും. അങ്ങനെ തല മുതൽ കാല് വരെയുള്ള പാദം വരെയുള്ള എല്ലാ വ്യായാമം തന്നെ ചിരിയിലൂടെ നമ്മൾ കൊടുത്തിരിക്കുന്നു. നമ്മൾ 5 ഇരട്ടി ഓക്സിജൻ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്ത് കളയും. നമ്മളെ സെല്ലുകളെല്ലാം
നമുക്ക് മിനിമം ഒരു 10 വയസ്സ് പ്രായം ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് തരും. ഒരു ബ്യൂട്ടി പാർലറും പോണ്ട, ഞാൻ ഒരു ബ്യൂട്ടി പാർലറും പോകുന്നില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജിബു ജേക്കബിന്റെ അഭിപ്രായം ഈ ചിരിയെ കുറിച്ച് കാര്യം അറിയാം. പുള്ളി ഒരു ചലച്ചിത്ര സംവിധായകൻ, താങ്കൾക്ക് എന്താ തോന്നി ഈ ചിരിയെ കുറിച്ച്? ഇതൊരു ടെൻഷൻ കുറയ്ക്കും ഇത്? അല്ല, എനിക്ക് ഇവിടെ ടെൻഷന് എതിരെയുള്ള ചർച്ചയായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരും പ്രൊഫഷൻ മാർക്കറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. ഓരോരുത്തരും അവരവരുടെ പ്രൊഫഷൻ മാർക്കറ്റ് ചെയ്യുന്ന പോലെ. ടെൻഷനില്ലാത്ത ലോകമൊന്നും ഒരിക്കലും ഉണ്ടാവാൻ പോണില്ല. അതിനെ കുറിച്ച് എനിക്ക് ചർച്ച തന്നെ അത്ര ഇതായിട്ടൊരു തോന്നുന്നില്ല. ഫോം ഫില്ലപ്പ് ചെയ്യണ്ട, ഒരു 10 പൈസ ആർക്കും കൊടുക്കണ്ട. ഇത് വേൾഡ് മുഴുവൻ ഫ്രീ. കൊമേഴ്സ്യൽ ഇൻട്രസ്റ്റ് ഇല്ല. ഒരാളുടെ പേര് ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, ഇതെല്ലാം നല്ല ഗുണങ്ങൾ. ഈ മനുഷ്യൻ ഇപ്പൊ മലയാളി ഇന്ന് അനുഭവിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ടെൻഷൻ കുറയ്ക്കാൻ ഈ താങ്കളുടെ ഈ ചിരി ഉപകരിക്കുന്നു? തീർച്ചയായിട്ടും. അല്ല, നിങ്ങളുടെ കൂടെ ഉള്ള അംഗങ്ങളല്ല മറ്റാരെങ്കിലും ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? അതെനിക്കറിയില്ല. കോമഡി ഉത്സവം കണ്ടാൽ അങ്ങ് ചിരിക്കോ? അതെ, ടെൻഷൻ കൂടുതലുള്ളതുകൊണ്ടാണ് ചിരിയിൽ പോകുന്നത്. ഇത് പോകേണ്ട ആവശ്യമില്ലല്ലോ. സാർ, ഇതിന് ഒരു മറുപടി ഞാൻ പറയുന്നത്, നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ടെൻഷനും അതിനുള്ള സൊല്യൂഷനും റീസണുമാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇത് നമ്മുടെ മൈൻഡാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമ്മൾ ഓരോ സംഭവങ്ങളോടും എങ്ങനെ റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ ഡോക്ടർ അലക്സ് കാർലൈൽ എന്ന് പറയുന്ന പ്രസിദ്ധനായ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം ആദ്യ കാലഘട്ടങ്ങളിൽ അദ്ദേഹം യുക്തിവാദിയായിരുന്നു. അദ്ദേഹം ലൂർദിൽ നടക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് അറിയാനും അതിനെ എതിർക്കാൻ വേണ്ടി അദ്ദേഹം അവിടെ സഞ്ചരിക്കുകയും ചെയ്തു. അവിടെ വെച്ച് മറിയ ഫെറൻറ്റ് എന്ന് പറഞ്ഞ ഒരു അക്യൂട്ട് TB പേഷ്യൻറ്റിന് മിറാക്കുലസ് ആയിട്ടുള്ള അവർക്ക് ഒരു ക്യൂർ കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറി. അതിൽ നിന്നും അദ്ദേഹം എഴുതിയ ബുക്കിൻ്റെ പേരാണ് ദ പവർ ഓഫ് പ്രയർ. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, മനുഷ്യൻ അല്പമായിട്ട് നിൽക്കുന്ന മൊമെൻ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ അത് വലിയ കാര്യമായിട്ട് അതിനൊരു പ്ലാറ്റ്ഫോമായിട്ട് അത് തന്നെയാണ് അൾട്ടിമേറ്റ് എയിമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അത് അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യമല്ല. സ്വത്ത്, സ്വർണം, പണം, മാരേജ്, ഇതുപോലെ അൾട്ടിമേറ്റ് ആയിട്ടുള്ളത് നമ്മൾ പുഷ്പങ്ങളെ നോക്കുകയല്ല, ഈ റോസാ പുഷ്പങ്ങളെ സൃഷ്ടിച്ച ആ പ്രപഞ്ച സയൻറ്റിസ്റ്റിനെയാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെ ഒരു സയൻറ്റിസ്റ്റിൽ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ടെൻഷൻ ആർക്കും ഉണ്ടാവില്ല. അതുകൊണ്ടിട്ടാണ് സന്യാസിമാർ 1000 വർഷവും അതും കഴിഞ്ഞ് ജീവിക്കുന്നത്. ഇത് നമ്മുടെ ഭാരതീയ തത്വചിന്തയിൽ, ഇന്ത്യൻ വേദങ്ങളിലും മതഗ്രന്ഥങ്ങളിലും പഠിപ്പിച്ചിട്ടുള്ള സത്യമാണ്. റൈറ്റ് നോളജ് ആണ് നമുക്ക് വേണ്ടത്. റൈറ്റ് നോളജ്. മലയാളികൾ കൂടുതൽ പ്രതികരിക്കുന്ന സ്വഭാവമായതുകൊണ്ടാണ് ടെൻഷൻ കൂടുന്നത്. അതുകൊണ്ട് മാത്രമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും മലയാളി പ്രതികരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എല്ലാ കാര്യത്തിലും മലയാളികൾ കൂടുതൽ പ്രതികരിക്കുകയാണ്. എന്ത് ചെറിയ സംഭവം ഉണ്ടായാലും, എന്ത് വലിയ കാര്യം ഉണ്ടായാലും മലയാളികൾ ഇങ്ങനെ പ്രതികരിക്കണം മാത്രമേ മലയാളിക്കുള്ളൂ. അതുകൊണ്ടുണ്ടാകുന്ന ടെൻഷനാണ് കൂടുതലുണ്ടാകുന്നത്. വേറെ അല്ലാതെ ഇവിടെ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല. ടെൻഷൻ കുറയ്ക്കാൻ നമുക്ക് ക്ഷമാശീലം ഉണ്ടാവണം. ക്ഷമാശീലമില്ല. കാരണം എല്ലാത്തിനും നമ്മൾ പ്രതികരിക്കുക. നമ്മൾ അടുത്ത വീട്ടിൽ എന്ത് വിഷയം ഉണ്ടായാലും പ്രതികരിക്കും, നാട്ടിൽ എന്ത് വിഷയം ഉണ്ടായാലും പ്രതികരിക്കും, അവിടെ തൊട്ടടുത്ത സ്ഥലങ്ങളിൽ എന്ത് വിഷയം ഉണ്ടായാലും പ്രതികരിക്കും, പത്രത്തിലൊരു വാർത്ത വന്നാൽ നമ്മൾ ഉടനെ പ്രതികരിക്കും, TV ഒരു പ്രശ്നം വന്നാൽ നമ്മൾ പ്രതികരിക്കും. എല്ലാത്തിനും നമുക്ക് പ്രതികരണമാണ്. താങ്കൾ പറയാൻ വന്നല്ലേ ഇടയ്ക്ക്? അല്ല, പ്രതികരണം ഒരു മോശം കാര്യമല്ല. കാരണം അതുകൊണ്ട് ടെൻഷൻ കൂടുന്നു. ആളുകൾക്ക് വിഷമം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? പ്രതികരിക്കുന്നുകൊണ്ടാ. എല്ലായിടത്തും എല്ലാവരും ഒരു ക്ഷമാശീലം ഉണ്ടായിക്കോട്ടെ. ഒരാളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളൊന്ന് ക്ഷമിച്ചു നോക്കിയേ, അവിടെ ടെൻഷൻ അയാളുടെയും കുറയും നമ്മുടെയും കുറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പ്രതികരിക്കും. നമ്മൾ ഭയങ്കര ശക്തിയായിട്ട് നമ്മൾ വ്യക്തിപരമായിട്ട് നമ്മളിവിടെ ദേഷ്യപ്പെടാനോ അല്ലെങ്കിൽ നമ്മൾ പൊതുവിഷയം സംസാരിക്കാനാണ് വന്നിട്ട് ടെൻഷൻ. ശരിക്കും ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അതിൻ്റെ അർത്ഥം എന്താണ്? ശരിക്കും ടെൻഷൻ എന്താണ്? ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘർഷം എന്ന് പറയും. സംഘർഷം എന്താണ്? മാനസികമായ സംഘർഷം എന്ന് പറയും. ഇപ്പോൾ ഒരാൾക്ക് ടെൻഷൻ ഉണ്ടോ എന്നുള്ളത് നമുക്ക് എങ്ങനെ അറിയാൻ കഴിയും? ആ വ്യക്തിക്ക് തന്നെ അറിയാവുന്ന കാര്യം. ഇപ്പോൾ സാറ് ടെൻഷനോടെ നിൽക്കുന്നു എന്ന് ഇവിടെ പറഞ്ഞു, ടെൻഷൻ ഇല്ലാതെ നിൽക്കുന്നു എന്ന് പറഞ്ഞു. അതെങ്ങനെ അറിഞ്ഞു? സാറിന് ടെൻഷൻ ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റില്ല. വേറെ ഒന്ന് കാര്യം, മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ ഉള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ പക്ഷികളെ പോലെ പറക്കാൻ നമുക്ക് കഴിയില്ല, ഒരു കുരങ്ങിനെ പോലെ മരത്തിൽ കയറാൻ നമുക്ക് കഴിയില്ല, പുലിയെ പോലെ ഓടാൻ കഴിയില്ല, മുതല നീന്താൻ കഴിയില്ല. പക്ഷെ മനുഷ്യന് പ്രകൃതി, ഈശ്വരൻ, ദൈവം, യഹോവ, അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് കോമൺ സെൻസും ചിന്തിക്കാനുള്ള കഴിവ്, തിങ്കിങ് ഹാബിറ്റ്. ഈ തിങ്കിങ് ഹാബിറ്റ് ഉള്ളവന് മാത്രമേ ടെൻഷൻ ഉണ്ടാവുള്ളൂ. അതായത് മൃഗങ്ങൾക്ക് ടെൻഷൻ ഇല്ല, പക്ഷികൾക്ക് ടെൻഷൻ ഇല്ല, മനുഷ്യന് ടെൻഷൻ ഉണ്ടാവും. മനുഷ്യന് ടെൻഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുന്നത്. ഈ ടെൻഷന് നമ്മൾ തന്നെ ഒരു പ്രതിവിധി കാണുമ്പോഴാണ് നമുക്ക് പ്രതിവിധി ഉണ്ടാകും. നമുക്ക് തന്നെ പ്രതിവിധി ഉണ്ട് ഇതിന്. ടെൻഷന്, എനിക്ക് ആദ്യം ടെൻഷനുള്ള വ്യക്തിയായിരുന്നു.
പക്ഷേ സത്യമാണ് ഇപ്പം എനിക്ക് ടെൻഷനില്ല. കാരണം ഞാൻ എന്താണെന്നും മറ്റുള്ളവരെന്താണെന്നും ഈ ലോകം എന്താണെന്നും കൂടി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അപ്പൊ എന്റെ ടെൻഷൻ മാറി. ആക്ച്വലി ഇതിന്റെ എല്ലാം ബേസ് നമ്മുടെ ഇന്നത്തെ കുടുംബ പശ്ചാത്തലമാണ്. പണ്ടത്തെ ആ കുടുംബ രീതിയും ഇന്നത്തെ രീതിയുമായിട്ട് മാറി. പണ്ടൊക്കെ ഇന്ന് അണുകുടുംബമാണ്, 1-2 മക്കളെ കാണുള്ളൂ. അന്ന് അമ്പിളിമാനെ പിടിച്ചോണ്ട് തരുന്നതിലും പിടിച്ചോണ്ട് തരാൻ അപ്പനും അമ്മയും പിടിച്ചോണ്ട് കൊടുക്കാന്ന് പറയും. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നെല്ലിക്കാച്ച കഴിച്ചു വിട്ടാലെ ഒരു വീട്ടിൽ 8, 10, 15 ഒക്കെ ഉണ്ടായിരുന്നു. കൊണ്ടും കൊടുത്തും ഇല്ലായ്മയും എല്ലാം ഷെയർ ചെയ്താണ് വന്നിരുന്നത്. അന്നേരം ഒത്തിരി മാറിയിട്ടുണ്ട്. ഈയിടെ ഞങ്ങളുടെ ഇപ്പോഴത്തെ പഴയ തലമുറ ഇന്നത്തെ തലമുറയെ കുട്ടികളെ പറ്റി പറയുകയാണെങ്കിൽ ഈയിടെ ഞങ്ങളുടെ നാട്ടിലുണ്ടായ ഒരു സ്കൂളിലെ അനുഭവമാണ്. ഒരു സ്കൂളിലെ 3ാം ക്ലാസ്സിലെ പയ്യനെ ക്ലാസ്സിലിരുന്ന് ഭയങ്കര ഉഴപ്പാണ്. ടീച്ചർ വഴക്ക് പറഞ്ഞ് തല്ല് ചെയ്തു, ഒരു രക്ഷയില്ല. അവസാനം ടീച്ചർ പറഞ്ഞു, ഇനി നീ ക്ലാസ്സിൽ നിന്ന് ഉഴപ്പിക്കഴിഞ്ഞാൽ നിന്നെ പണ്ടൊക്കെ നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തെ ആൺകുട്ടികളെ ക്ലാസ്സിൽ നിന്ന് ഉഴപ്പിക്കഴിഞ്ഞാൽ അവസാനമായിട്ട് കൊടുക്കുന്നൊരു ശിക്ഷ ഉണ്ടായിരുന്നു. എന്നാണെന്നറിയാമോ? പെമ്പിളാറെ ബെഞ്ചെ കൊണ്ടിരുത്തുന്നുള്ളത്. അന്നേരം ആ ഒരു എക്സ്പീരിയൻസ് വെച്ചാൽ ടീച്ചർ പറഞ്ഞു, ഇനി നീ ക്ലാസ്സിൽ നിന്ന് ഉഴപ്പിക്കഴിഞ്ഞാൽ നിന്നെ പെമ്പിളാറെ ബെഞ്ചെ കൊണ്ടിരുത്തുന്നത്. ഉടനെ ഈ 3ാം ക്ലാസ്സുകാരൻ പറഞ്ഞു തന്നെ അറിയോ, ഒന്ന് പോ ടീച്ചറെ, മനുഷ്യനെ വെറുതെ കൊതിപ്പിക്കാതെന്ന് ഈ 3ാം ക്ലാസ്സുകാരൻ പറഞ്ഞത്. അതാണ് ഇന്നത്തെ ആ കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടവും അങ്ങ് മാറി. രമണന്റെ നല്ലൊരു പാട്ടുണ്ട്, കാനന ചോലയിലാടുമേക്കാനും വരട്ടെയോ നിന്റെ കൂടെ, പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. പണ്ടത്തെ ഒരു ചെറുപ്പക്കാരനാണ്. അതേസമയം ആ ചെറുപ്പക്കാരൻ ആ സ്നേഹം നിഷേധിക്കുന്നില്ല, പറയുന്നതിനാണ്, നിന്നെയൊരിക്കൽ ഞാൻ കൊണ്ടുപോകാം, ഇന്നു വേണ്ടോ മലാളെ. നമ്മുടെ ബന്ധങ്ങളെ വീട്ടുകാരും നാട്ടുകാരെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ നീ എൻ്റെ ഭാര്യയാക്കി കൊണ്ടുവരാവുന്നത്. അതേസമയം ഇന്നത്തെ ചെറുപ്പക്കാരനോ പറയുവാണെങ്കിലോ എന്താണ് ഡാഡി അപ്പനും അമ്മയെ വിളിച്ചാൽ ഞാനും അല്ലേ ഇന്നത്തെ ചെറുപ്പക്കാരനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും വരട്ടെ, ഉടനെ മറുപടി എന്നാ, ഒരു കുഞ്ഞാടെ മേൽ കീഴ് നോട്ടമില്ല. അല്ലേ അപ്പനും അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങാതിരിക്കുക, ഡാഡി മമ്മി വീട്ടിലില്ല, പുറകോടെ ആരുമില്ല, വിളയാടാൻ പോരൂ. ഒരു കാലഘട്ടത്തിന്റെ ഞാൻ പറഞ്ഞ പഴയ ഒരു സ്പീഷീസിൽ വരുന്ന 2 ജാതികളെ ഒരേപോലെ കാണാൻ നമ്മൾ പരിശീലിപ്പിക്കുന്നില്ല. അതായത് പെൺകുട്ടികളുടെ ഇടയിൽ ഇരുത്തുന്നത് ഒരു ശിക്ഷയാണ്, അതൊരു മോശം കാര്യമാണെന്നുള്ളൊരു ബോധത്തിൽ വളർത്തപ്പെടുന്ന ഒരു ആൺകുട്ടി എങ്ങനെയാണ് ബഹുമാനപൂർവ്വം അല്ലെ പരസ്പര ബഹുമാനത്തോടും ആദരവോടും കൂടി നമ്മളെ സമൂഹത്തിൽ എങ്ങനെ ഒരു പെരുമാറാൻ പഠിക്കുക. ഞാൻ ക്ലാസ് എടുക്കാൻ ചെന്നാൽ ആദ്യം ചെയ്യുന്നത് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും മിക്സ് ചെയ്തിരുത്തുകയാണ് ചെയ്യുന്നത്. തന്നെയാണ് എന്റെ പ്രശ്നം. ഇങ്ങനെ ഒരു സമൂഹത്തിൽ ഇടപെടുന്ന എനിക്ക് കുറെ ടെൻഷനുണ്ട്. എന്താണ് ഇങ്ങനെ എന്നുള്ളതാണ്. അതെങ്ങനെ പരിഹാരം കാണാമെന്നുള്ളതാണ്. ഞാൻ അടുത്തിടെ പത്രത്തിൽ വായിച്ചൊരു വാർത്തയുണ്ട്. ഇന്ത്യയിലെ 90% ആളുകൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ കൂടുതൽ 10% ആളുകൾക്ക് കിട്ടുന്നു. ഇതെങ്ങനെ വന്നു? ഒരു ചോദ്യം. ഈ ടെൻഷൻ എന്റെ ടെൻഷൻ എങ്ങനെ ഒഴിവാക്കാം? പിന്നെ നെൽമണി ഒന്നും കൊറിക്കാനില്ല, തരിവള ഇട്ട് കൊറിക്കാൻ മോഹം. ഈ പ്രശ്നം എങ്ങനെ മാറ്റാം? വയസ്സാം കാലത്തോ? വയസ്സാം കാലത്ത് തന്നെ 100 പ്രശ്നങ്ങൾ എനിക്കുണ്ട്, ടെൻഷനുണ്ട്. ഇതെങ്ങനെ മാറ്റാം എന്നുള്ളത് സൈക്കോളജിസ്റ്റോ മറ്റേ അവിടെ ഡോക്ടറോട് ചോദിക്കാം. എന്ത് തിന്നേണ്ടു, എന്ത് തിന്നിക്കേണ്ടു, എന്ത് ധരിക്കേണ്ടു എന്നുള്ളതായ ആ ഒരു ടെൻഷൻ, ഇതൊക്കെ എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് എനിക്ക് അറിയാൻ വയ്യ. ഇപ്പൊ എത്ര വയസ്സായി? എനിക്ക് 78 വയസ്സ് കഴിഞ്ഞു. ഞാൻ റിട്ടയർ ചെയ്തിട്ട് 20 വർഷമായി. ഞാൻ ഒന്നും കൂടെ പറയട്ടെ, ഞാൻ റിട്ടയർ ചെയ്തതിനു ശേഷം DPEP എന്ന് പറഞ്ഞ ഒരു സമ്പ്രദായം വന്നു, എഡ്യൂക്കേഷൻ. പിന്നെ ഇപ്പൊ SSC ആണ്. പക്ഷേ പത്രത്തിൽ വായിച്ചു കഴിഞ്ഞാൽ ആകെ ടെൻഷനാ. കസേര കത്തിക്കുന്നു, ഈ ഇദ്ദേഹം പോയേ പറ്റുള്ളൂ, ആകെപ്പാടെ അടിപൊളി. ഇതെങ്ങനെ മാറ്റാൻ പറ്റും? ഈ ടെൻഷൻ എങ്ങനെ പരിഹാരം കാണാൻ പറ്റും? ഒന്ന് പറഞ്ഞു തരാമോ? Right now, 1,500 studies are telling you that the benefits of meditation and how it helps stress. Just December, Harvard came out with a paper saying mindfulness meditation benefits and stressing mindfulness stress എങ്ങനെയാ കുറയ്ക്കുന്നത്. Why is it that we don't meditate? നമ്മൾ ഇതൊക്കെ അറിഞ്ഞിട്ടും നമ്മൾ എന്തുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുന്നില്ല? Is it laziness? ടൈം ഇല്ലാത്തതാണോ? Mindfulness meditation is not even more than 5 minutes. So why can't we at least do 1 minute of meditation? We are talking about tension. Let us talk about peace instead. And then think about how we can be peaceful. മാഡം ഞാൻ ജോലിക്ക് പോയി എനിക്ക് ശമ്പളം കിട്ടിയില്ലെങ്കിൽ, കൃത്യസമയത്ത് ശമ്പളം കിട്ടിയില്ലെങ്കിൽ ഞാൻ മെഡിറ്റേറ്റ് ചെയ്താൽ എന്റെ പ്രശ്നം തീരുമോ?
ഞാൻ പറയട്ടെ, തീരത്തില്ല. എന്റെ പെൻഷൻ കിട്ടിയില്ലേ തീരുവോ? അല്ല, അത് ഇല്ല. അത് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ does not mean that you don't go to work. You go to work. മെഡിറ്റേഷൻ നിങ്ങൾ 24 മണിക്കൂർ ചെയ്യുന്ന ജോലിയല്ലല്ലോ. അല്ല എന്റെ ശമ്പളം കിട്ടിയെങ്കിൽ മാത്രമേ എനിക്ക് എന്റെ കാര്യം നടത്താൻ പറ്റൂ. കിട്ടാറ് വന്നാൽ 1 മാസം 2 മാസം എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ യോജിക്കുന്നു. ഞാൻ ഇപ്പോഴും പറയാറുണ്ട്, നമ്മുടെ സിലബസിന്റെ ഭാഗമായി, നമ്മുടെ സ്കൂൾ കോളേജ് വിദ്യാഭ്യാസ സിലബസിന്റെ ഭാഗമായി മെഡിറ്റേഷൻ വെക്കണമെന്ന് ഞാൻ അഭിപ്രായക്കാരനാണ്. ഞാൻ എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്. എനിക്ക് ടെൻഷൻ ഫ്രീ ആക്കാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് ആ മെഡിറ്റേഷൻ ആണ്. സയന്റിഫിക് സ്റ്റഡീസ് ഉണ്ടെങ്കിൽ which is proving that meditation reduces your stress, where is your doubt? Have you practiced it? After you practice it and you go to work, earn your money, earn your pension, you will feel the difference yourself. ഞാൻ KSRTC ഒരു ജീവനക്കാരനാണ്. കഴിഞ്ഞ 2 മാസമായി ശമ്പളം കിട്ടുന്നില്ല. പെൻഷൻ 3-4 മാസങ്ങളായി കൊടുക്കുന്നില്ല. എൻ്റെ പെൻഷൻ കിട്ടിയെങ്കിൽ മാത്രമേ എൻ്റെ മക്കൾക്ക് ഫീസ് കൊടുക്കാൻ പറ്റുകയുള്ളൂ, മറ്റു കാര്യങ്ങൾ നടത്താൻ പറ്റത്തുള്ളൂ. ഞാനത് മാറ്റി വെച്ചിട്ട് ഞാൻ മെഡിറ്റേറ്റ് ചെയ്താൽ എൻ്റെ കാര്യം നടക്കൂ? അത് മാറ്റിവെക്കാൻ ആരും പറയുന്നില്ല. ഒരു മിനിറ്റ്, അത് മാറ്റിവെക്കാനായിട്ടല്ല പറയുന്നത്. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഇസ് എ സ്റ്റേറ്റ് ഓഫ് ബീയിങ്. ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് ബീയിങ് വൺ വിത്ത് യുവർ സെൽഫ്. അത് തന്നെയാണ് യോഗ. യോഗ എന്ന് പറയുന്നത് ചിന്തയില്ലാത്ത ആ അവസ്ഥയാണ് യോഗ. അപ്പോൾ ഇഫ് ഐ ആം ടോക്കിംഗ് ടു യു and my only focus is to talk to you, if I am present in this moment, this is a meditation. Same way, appo meditation എന്ന് പറയുന്ന കണ്ണടച്ച് എവിടെയെങ്കിലും ഇരിക്കുന്നതെന്നല്ല മെഡിറ്റേഷൻ്റെ. പക്ഷെ കണ്ണടച്ച് ഇരിക്കുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. ആ ഫീലിംഗ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദറ്റ് വൺനെസ് ഇസ്, ദാറ്റ് ഇസ് മെഡിറ്റേഷൻ. ആ സെയിം ഫീലിംഗ് വർക്കിൽ പോയാലും ഡ്രൈവ് ചെയ്യുകയാണെങ്കിലും ആരുടെ അടുത്ത് സംസാരിക്കുകയാണെങ്കിലും ആ സെയിം ഫീലിംഗ് മനസ്സിൽ വെച്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ദാറ്റ് ഈസ് മെഡിറ്റേഷൻ. ദാറ്റ് ഡസ് നോട്ട് മീൻ go somewhere. അദ്ദേഹത്തിന്റെ ഇത്രയേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഒരു ഏറ്റവും വലിയൊരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ KSRTC അദ്ദേഹത്തിന് പെൻഷനും കൊടുത്തിട്ടില്ല അല്ലേ? അത് ഉടനെ ഒന്ന് നേരെയാവും. ആശുപത്രിയില് വേറെ എന്തൊക്കെ യോഗയും മെഡിറ്റേഷനും ഒക്കെ ഓരോ മനുഷ്യർക്കും ഒരുപാട് സ്ട്രെങ്ത് തരുന്ന കാര്യങ്ങളാണ്. അത് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. ഏത് വലിയ ഇഷ്യൂവിന്റെ ഇടയിലും ഇത് ചെയ്യുന്നവർക്ക് കൂടുതൽ മനസ്ഥൈര്യം ഉണ്ടാവും. അത് നമുക്ക് സംശയാതീതമായിട്ട് പറയാം. പക്ഷേ ഇതൊന്നും ഏൽക്കാത്ത സ്ഥലമായിട്ട് ഞാൻ കാണുന്ന ഒരു സ്ഥലമാണ് ആശുപത്രി. ഒരു മോൻ രാവിലെ ഒരു സാധനം വാങ്ങിക്കാൻ ബൈക്ക് എടുത്തുകൊണ്ട് വെളിയിൽ പോയതാണ്. ആക്സിഡൻ്റ് ആയി വന്ന് ബ്രോഡ് ഡെഡ് ആയിരിക്കും, ഹോസ്പിറ്റലിൽ വന്നപ്പോൾ മരിച്ചു കഴിഞ്ഞു. നമ്മൾ വീട്ടിലോട്ട് അവൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു നമ്പറിൽ വിളിക്കുമ്പോൾ അവൻ്റെ അമ്മയാണ് ഫോൺ എടുക്കുന്നത്. അവിടെ കളിയും ചിരിയാണ് ആ സമയത്ത് നമ്മൾ വിളിക്കുമ്പോൾ. മോനിപ്പോൾ എന്തോ വാങ്ങിച്ചുകൊണ്ട് വരുന്നത് അവരവിടെ ഷെയർ ചെയ്യാൻ ഇരിക്കുന്നതാണ്. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവരോട് അത്യാവശ്യമായിട്ട് മെഡിക്കൽ ഡ്രസ്, ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത്, മെഡിക്കൽ ഡ്രസ് ആണോ, എന്ത് പറ്റി എന്ന് ആദ്യം ഒരു ചിരിയോടെ ചോദിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഒന്ന് വരണം എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ ശബ്ദത്തിൽ കൂടി നമുക്കറിയാം അവരുടെ വീട്ടിൽ ഫുള്ളും ടെൻഷൻ വരുന്നത്. പിന്നീട് വന്ന് അവർ മരിച്ചു കിടക്കുന്ന കുട്ടിയെ കാണുമ്പം അവർ കരയുമ്പം അവർ മാത്രമല്ല അവിടെ ചുറ്റും നിൽക്കുന്ന എല്ലാവർക്കും അതേ ടെൻഷൻ മനുഷ്യരാണെങ്കിൽ വരും. മനുഷ്യരാണെങ്കിൽ ആ സമയത്ത് അവിടെ കൂടെ നിന്ന് അവരനുഭവിക്കുന്ന വേദനയിലെ പകുതിയെങ്കിലും ഓരോ മനുഷ്യരും അവിടെ ചുറ്റുമുള്ള ഡോക്ടർമാർ ഉൾപ്പെടെ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ അതേ ആൾക്കാരെ തന്നെ ടെൻഷൻ എന്നുള്ള കാര്യം ചർച്ച ചെയ്യുന്നതുകൊണ്ടാണ് പറഞ്ഞത്. വേദന എന്ന് പറയുന്നത് നമുക്ക് 2 തരത്തിൽ വ്യാഖ്യാനിക്കാം. ശരീരത്തിലെ വേദനയുണ്ട്, മനസ്സിലെ വേദനയുണ്ട്. ഈ ടെൻഷൻ അല്ലെങ്കിൽ പിരിമുറുക്കം അത് ലോകാരംഭം മുതൽ ലോക അവസാനം വരെ മനുഷ്യനിൽ അനുഭവപ്പെട്ടു വരുന്ന ഒരു വികാരമാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ അനുഭവപ്പെടുന്ന നമുക്ക് ടെൻഷൻ അല്ലെങ്കിൽ പിരിമുറുക്കം എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ തീർക്കാത്ത കാര്യങ്ങളെ പറ്റിയുള്ള നമ്മുടെ ആ ഒരു വേവലാതിയാണ് ഈ ടെൻഷനിലൂടെ ഈ ടെൻഷൻ എന്ന് പറയുന്നത്. പക്ഷെ നമുക്കത് പരിഹരിക്കാൻ ഒരു മരുന്നിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ഈ വക പ്രശ്നങ്ങളെയെല്ലാം നേരിടാനുള്ള ഒരു തൻ്റെ ഇടം അല്ലെങ്കിൽ ഒരു ധൈര്യം അത് നമ്മൾ സ്വയം ആർജിച്ചെടുത്താൽ നമുക്ക് ഒരു പരിധിവരെയും ടെൻഷൻ ഒഴിവാക്കാം. അപ്പോൾ കൂടുതലും നമ്മൾക്ക് നമ്മളുടേതായ ഒരു വ്യക്തിത്വം ക്രിയേറ്റ് ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഇന്ന് ഇപ്പോൾ മലയാളികൾ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ കാലത്ത് മലയാളികളെല്ലാം മറ്റുള്ളവരെ ശ്രദ്ധിക്കും.
ആ ഒരു സാഹചര്യത്തിൽ തന്നെ മറ്റുള്ളവർ കാണിച്ചു കൂട്ടുന്ന പല കാര്യങ്ങളും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. നാം ആണെന്നും നമുക്ക് നമ്മളുടേതായ വ്യക്തിത്വം ഉണ്ട് എന്നും നമ്മളുടെ രീതി ഒരുപക്ഷെ ഇതിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ മനസാക്ഷിക്കും അതുപോലെ തന്നെ സാമൂഹികമായ ജീവിത രീതിക്കും രാജ്യത്തെ നിയമവ്യവസ്ഥയ്ക്കും വിധേയപ്പെട്ടുകൊണ്ടായിരിക്കണം എന്നുള്ളത് നാം മനസ്സിലാക്കി വേണം പ്രവർത്തിക്കാൻ. ഇതിലൊരു വ്യക്തത വരേണ്ടതുണ്ട്. പ്രശ്നങ്ങൾ പരിഹരിക്കുകയല്ല ഈ ടെൻഷൻ അല്ലെങ്കിൽ ആദി പരിഹരിക്കാനുള്ള മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ആ പ്രശ്നങ്ങളുമായിട്ട് സമരസപ്പെടാൻ, പൊരുത്തപ്പെടാൻ, കുറച്ചുകൂടെ നന്നായി അതിനെ നേരിടാനുള്ള ഒരു പ്രാപ്തി ഉണ്ടാക്കലാണ്. അല്ലാതെ ഒരിക്കലും മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് ശമ്പള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടില്ല. അതുമായിട്ട് സമരസപ്പെടലാണ്. ഇപ്പം അദ്ദേഹം ലാഫിംഗ് തെറപ്പിയെ കുറിച്ചിട്ട് പറഞ്ഞു. ഈ വീടുകളുടെ അകത്തുള്ള ചിരികൾ പോയതുകൊണ്ടാണ് സ്ഥാപനവൽക്കരിക്കപ്പെട്ടുള്ള ചിരി വന്നത്. ഇപ്പോൾ വേറൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം വീട്ടിലുള്ള എല്ലാവരും കൂടി ജിബുവിൻ്റെ വെള്ളിമൂങ്ങ പോലൊരു സിനിമ കണ്ടിട്ട് തിയേറ്ററിൽ പോയി കണ്ട് തിരിച്ചു വരുന്ന വഴിക്ക് അതിലെ രംഗങ്ങളെക്കുറിച്ച് കുറച്ച് അവരെല്ലാവരും കൂടെ ചിരിക്കുന്നതിനാണ് ഈ ലാഫിംഗ് തെറാപ്പിയേക്കാൾ കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവുക. ഈ തരം ചിരികൾ വീടുകളിൽ നിന്ന് അപ്രത്യക്ഷമായി, അതും മെഡിറ്റേഷൻ പോലെ തന്നെ ഉപകരിക്കുന്ന കാര്യമാണ്. മെഡിറ്റേഷൻ പോലെ തന്നെ ഇപ്പം മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ഉപാധി മാത്രമാണ്. നിങ്ങൾ പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു 10 മിനിറ്റ് ശാന്തമായിട്ടൊരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മെഡിറ്റേഷൻ തരുന്ന അതേ ഗുണങ്ങൾ കിട്ടും. ഒന്നും വേണ്ട. എൻ്റെ ഒരു IT പ്രൊഫഷണലുണ്ട്. അദ്ദേഹം ചെയ്യുമായിരുന്ന വല്ലാതെ ജോബ് പ്രഷർ വരുമ്പോൾ, മഹേഷിന് ജോബ് പ്രഷറിനെ കുറിച്ച് അറിയാം IT രംഗത്ത്. അദ്ദേഹം ശനിയാഴ്ച പോയിട്ട് സെക്രട്ടേറിയറ്റിൽ പോയിട്ട് ജാഥ പോകുമ്പോൾ ജാഥ കയറിയിട്ട് ഒച്ചത്തിൽ ബഹളം ഉണ്ടാക്കിക്കൊണ്ട് പോകും. ആ ഒരു ബഹളം ഉണ്ടാക്കി ഒരു 5 മിനിറ്റ് ബഹളം ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും അദ്ദേഹം വന്ന് പറയുന്നത്, സാറ് ഭയങ്കര റിലാക്സേഷൻ, ഭയങ്കര സമാധാനം. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെ എക്സ്പ്രസ് ചെയ്യുക, ഏതെങ്കിലും രീതിയിൽ എക്സ്പ്രസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു പക്ഷേ നമുക്ക് റിലാക്സേഷൻ അല്ലെങ്കിൽ വിശ്രാന്തി തന്നു വരും. ഇതെല്ലാം ടൂൾസ് ആണ്. മെഡിറ്റേഷൻ ചെയ്ത ഉടനെ നമ്മുടെ സൊല്യൂഷൻ ഇന്നൊരാഴ്ച കിട്ടാത്ത ശമ്പളം 2 മാസമായിട്ട് പിന്നെ ഈ ശമ്പളം പിറ്റേ ദിവസം കിട്ടുമെന്നുള്ളതല്ല. 2 മാസം ശമ്പളം കിട്ടാഞ്ഞപ്പോൾ വീട്ടിലെ കാര്യങ്ങളെല്ലാം താളം തെറ്റുന്ന ഈ സാറ് പറഞ്ഞത് തന്നെ ഒരു കാര്യം എനിക്ക് ഞാൻ പറയാനുണ്ട്, മണി മാനേജ്മെന്റ് ഇല്ലാത്തതുകൊണ്ടാണ് അത് പറ്റിയത്. കാരണം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ചെയ്യാവുന്നേ. പിന്നെ പറയട്ടെ, പിന്നെ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം, ചിലപ്പോൾ ഫ്ലാഷ് ലൈറ്റ് അടിക്കുന്ന പോലെ ആയിരിക്കും പുതിയ ഐഡിയാസ് നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നത്. അതൊക്കെയാണ് ഈ മെഡിറ്റേഷൻ കൊണ്ട് കിട്ടുന്നത്. അല്ലാണ്ട് നമ്മൾ മെഡിറ്റേഷൻ ചെയ്താൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മാറി കിട്ടുന്നല്ല. ഫുൾ ബ്രീത്ത് എടുക്കുക, ഇത് താമരപ്പൂട്ട് മുട്ടുമാരി വയ്ക്കുക, ലോട്ടസ് ലാപ്പാണ്. വീണ്ടും കാണോ, ഫുൾ ബ്രീത്ത്, ഹോൾഡ് ഇറ്റ്. നിങ്ങൾക്കൊരു വില്ല ലുക്ക് പറയാതിരിക്കാൻ I just wanted to go back to what you said. I just wanted to go back to what you said about grief. ഇപ്പൊ പലരും മരിച്ചു, അതിന്റെ സങ്കടമുണ്ട്, ദുഃഖമുണ്ട്, വേദന ഉണ്ട്. ആ സമയം പോയി ഇപ്പൊ ഈ പതഞ്ജലിന്റെ യോഗ സൂത്രാസിൽ ഒരു ടെക്നിക്കാണ്. അതില് 8 ഭാഗങ്ങളുണ്ട്. ഈച്ച് ഭാഗം ഹാസ് ഇറ്റ്സ് ഓൺ ഗുണം. ഇപ്പൊ കം ടു പ്രാണായാമ ടെക്നിക്സ് തന്നെ ചെയ്യുന്നത് ഈ മനസ്സിലത്തെ ചിന്തകൾ കുറയ്ക്കാനാണ്. സോ നോ മാറ്റർ വാട്ട് യുവർ സിറ്റുവേഷൻ, ഈ ടെക്നിക്സ് ഫോളോ ചെയ്താൽ ചിന്തയില്ലായ്മ എന്നുള്ള ആ സ്ഥിതിയിലേക്ക് എത്തിച്ചേരും. നമ്മുടെ തിരക്കേറിയ ജീവിതത്തിനിടയിൽ നമ്മൾ ആത്മീയത കൈവിടരുത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. നാം ആഴ്ചയിലൊരിക്കൽ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് കുർബാന കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ടെൻഷൻ പകുതി അവിടെ ഇറക്കി വെക്കാൻ കഴിയുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ വൈഫ് ഒന്നിച്ച് അമ്പലത്തിൽ വെച്ച് എന്നിട്ട് ഒരു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ചെന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങിക്കുമ്പോൾ എനിക്ക് പകുതി ടെൻഷൻ കുറഞ്ഞു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈശ്വര വിശ്വാസം കൈവിടാതെ മുന്നോട്ട് പോവുക. പിന്നെ മറ്റൊരു കാര്യം, ഈ മാഡം പറഞ്ഞതുപോലെ യോഗ ഈസ് ആൻ വെരി ഇമ്പോർട്ടൻറ്റ് കേസാണ്. യോഗയിൽ തന്നെ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റാത്തൊരു സുദർശനക്രിയ അല്ലെങ്കിൽ പറയുന്ന സിമ്പിളായിട്ടുള്ള ശ്വസനക്രിയകളും ചെയ്തു കഴിഞ്ഞാൽ കുറേ പകുതി ടെൻഷൻ ആശ്വസിച്ചു. രവിശങ്കർജി അത് പ്രചരിപ്പിക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ശ്വസനക്രിയ പറയുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോയാൽ ഈ തിരക്കേറിയ ജീവിതത്തിൽ കുറച്ചെങ്കിലും ശാശ്വത പരിഹാരം കാണാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം. വിഷമിക്കാനും വേദനിക്കാനും മുറിയാനും ഒരു ശരീരങ്ങളും സ്വന്തമായിട്ട് ഉണ്ടാവണം. അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അടിത്തറ നിൽക്കുന്നു, വേദനിക്കുള്ള ഒരു അടിത്തറയുള്ളവർക്ക് ഇതൊക്കെ ആവാം. അതല്ലാത്ത മനുഷ്യരുടെ കാര്യം
അല്ല, ഒരു മനുഷ്യൻ ടെൻഷൻ അടിക്കരുതെന്ന് പറയാൻ നമുക്ക് ആർക്കും അവകാശമില്ല. അതൊരു സ്പോണ്ടേനിയസ് ഫീലിംഗ് ആണ്, അറിയാതെ വന്നു പോകുന്നതാണ്. പിന്നെ നമുക്ക് ചെയ്യാന്നുള്ളത് ഡോക്ടറെ ഇപ്പൊ രണ്ട് രീതിയിലുള്ള ടെൻഷൻ മൗണ്ട് ചെയ്യുന്നത്. ഒന്ന് വ്യക്തിപരമായിട്ട് ഓരോരുത്തർക്ക് ഉണ്ടാകുന്ന ടെൻഷൻ, പിന്നെ സോഷ്യൽ ടെൻഷൻ, അല്ലെങ്കിൽ നമ്മളെ ചുറ്റുമുള്ളവരുണ്ടാകുന്ന ടെൻഷൻ. സോ അപ്പൊ അത് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർ എങ്ങനെ കാണുന്നു, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് മറ്റുള്ളവർ എങ്ങനെ ഗ്രഹിക്കുന്നു എന്ന് നമ്മൾ സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവിടെ ഒരു ടെൻഷൻ വരുന്നത്. നമ്മുടെ ഓഷ പറഞ്ഞ പോലെ, ഐ ആം റെസ്പോൺസിബിൾ ഫോർ ഓൺലി വാട്ട് ഐ സേ, ഐ ആം നോട്ട് റെസ്പോൺസിബിൾ ഫോർ വാട്ട് യു അണ്ടർസ്റ്റാൻഡ്. ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത് സ്വന്തമായിട്ട് അവനവന് വേണ്ടി ടെൻഷൻസ് കുറയും. ഒരു സെക്കൻഡ്. ഈ ടെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് യാതൊരു കാരണവശാലും നമ്മുടെ ജീവിതകാലത്ത് മാറ്റിവെക്കാൻ കഴിയില്ല. കുറയ്ക്കാൻ പറ്റുമോ? കുറയ്ക്കാൻ പറ്റും. കുറയ്ക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ ഏത് കാര്യത്തെയും പോസിറ്റീവായി കാണണം. അവരുമായിട്ട് ഇടപഴകുന്ന കാര്യത്തിൽ നമ്മൾ വളരെ ശാന്തരായിരിക്കണം. ചിലപ്പോൾ ഞാൻ KSRTC റിട്ടയർ ചെയ്ത് അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് അതെ, അതോടൊപ്പം തന്നെ ഞാൻ ഒരു സംഘടനയുടെ സംസ്ഥാനതല നേതാവല്ല. അപ്പൊ വിവിധമായ മേഖലകളിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളയാളാണ്. അപ്പൊ ഇവരൊക്കെ ആയിട്ട് കർശന നടപടി എടുക്കേണ്ടവരുണ്ടാവും. അതോടൊപ്പം നിങ്ങൾക്ക് ഈ ജീവിതത്തിനിടെ എത്ര ടെൻഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്? അത് ഈ ജോലി ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള ടെൻഷൻ ഉണ്ടാകുന്ന കാര്യം. അതെത്ര നല്ല കാര്യം ചെയ്താലും മോശമായി ചെയ്താലും ഒക്കെ ഈ ടെൻഷൻ ഉണ്ടാകുന്ന ഒരു മേഖലയായതുകൊണ്ട്, ഏറ്റവും കൂടുതൽ പൊതുജനങ്ങളുമായിട്ട് ഇടപഴകുന്നതായതുകൊണ്ട് അതിന് ടെൻഷൻ ഉണ്ടാകുന്നതാണ്. പക്ഷേ അത് കഴിഞ്ഞാൽ പോലും നമ്മൾ അവരുമായി പെരുമാറുന്ന കാര്യത്തിന് അത് ആണ് ഇതിൻ്റെ. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് തന്നെ ഇതിന് മാറ്റം വരുത്തേണ്ടതുണ്ട്. പഴയ കാലഘട്ടത്തിലാണെങ്കിൽ എന്താ, നമുക്ക് ക്രാഫ്റ്റ് അല്ലെങ്കിൽ ഡ്രോയിങ്, ഡ്രില്ല് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പഠിക്കുന്നതിനിടയ്ക്ക് നമ്മുടെ സ്ട്രെസ് ഒന്ന് മാറുന്നതിന് വേണ്ടിയുള്ള പീരീഡുകളുണ്ട്. ഇന്ന് അങ്ങനത്തെ ഒരു സംവിധാനവും നമ്മുടെ രാജ്യത്തില്ല. അപ്പോൾ അടിസ്ഥാനപരമായി കുട്ടികളെ വീട്ടിലൊന്നാമത് സ്ട്രെസ് കൊടുക്കും. വന്നു കഴിഞ്ഞാൽ പഠിക്കടാ, നീ അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്, കളിക്കാൻ പോകരുത് എന്ന് പറയും. പക്ഷേ അത് സ്കൂളിൽ ചെല്ലുമ്പം പഠിപ്പിക്കാനായിട്ട് ബാധ്യപ്പെട്ടവരുണ്ടല്ലോ, ടീച്ചേഴ്സ്, അവരതിനൊരു സമയം കണ്ടെത്തി, അതിനിപ്പം ടീച്ചേഴ്സ് മാത്രം വിചാരിച്ചാൽ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധർ അതിന് സമയം കണ്ടെത്തി അതിനൊരു പീരീഡ് ഉണ്ടാക്കിയെടുത്ത് അവരെ ആ മേഖലയിൽ നിന്ന് വളർത്തിക്കൊണ്ട് വന്നാൽ ഇതിനൊരു മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അതാണ് പ്രധാനം. ഞാനൊരു സ്കൂൾ കൗൺസിലറാണ്. അപ്പം എല്ലാ ദിവസവും വർക്ക് ചെയ്യുന്നുണ്ടോ? ഹലോ, സ്കൂൾ കൗൺസിലറാണ്. 2 ആഴ്ച മുമ്പ് വന്നൊരു പ്രശ്നം, ഒരു കുട്ടിയെ ടീച്ചർ ഒന്ന് നോക്കി. അപ്പോൾ ആ കുട്ടി വീട്ടിൽ ചെന്ന് പറഞ്ഞത്, ടീച്ചർ എന്തോ പ്രത്യേക രീതിയിൽ എന്നെ നോക്കി. അപ്പോൾ കുട്ടിക്ക് ടെൻഷനായി. പിറ്റേ ദിവസം രാവിലെ 10 മണിക്ക് അച്ഛനും അമ്മയും സ്കൂളിൽ. എൻ്റെ കുട്ടിക്ക് ടെൻഷനാണ്, ടീച്ചർ പ്രത്യേക രീതിയിൽ നോക്കി. ടീച്ചറിന് ടെൻഷൻ. നമ്മൾ മലയാളീസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ടെൻഷൻ ഉണ്ടാക്കുന്നവർ മാത്രമല്ല, ഇത് മൊത്തക്കച്ചവടം ചെയ്തോണം. ടെൻഷൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. സ്കൂളുകളിൽ നമ്മൾ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റിന് ശ്രമിക്കുന്നു, വീടുകളിൽ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്, ശാരീരികമായ വളർച്ചയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. പക്ഷേ ഇമോഷണൽ മാനേജ്മെൻറ്റിനോ വളർച്ചയ്ക്കോ യാതൊരു ഇതും കൊടുക്കുന്നില്ല. ചില സ്കൂളുകൾ ഞാൻ പറയാം, കുതിരയെ ഓടിക്കാൻ പഠിപ്പിക്കാൻ ആളുണ്ട്, നീന്തൽക്കുളമുണ്ട്, അവിടെ ഒരു കൗൺസിലിംഗ് റൂമോ മാനസിക ആരോഗ്യ വളർച്ചയ്ക്ക് വേണ്ട യാതൊരു സഹായമോ അല്ലെങ്കിൽ സഹകരണ കുട്ടികൾക്ക് കിട്ടുന്നില്ല. അപ്പോഴങ്ങനെ വളർന്നു വരുന്ന ഒരു തലമുറ എങ്ങനെ ഈ പറഞ്ഞ സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷനെ എങ്ങനെ മാനേജ് ചെയ്യാൻ അവർക്ക് പറ്റും? 2-3 മാസം കൂടുമ്പം കോളേജ് സ്കൂൾസിൽ ഞാൻ പോയി കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്. എങ്ങനെയാണ് മാഡം? ഞാനും പോകുന്നുണ്ട് പലപ്പോഴും. 10, 300, 500 കുട്ടികളെ ഒന്നിച്ചിരുത്തിയിട്ട് 1.5 മണിക്കൂർ കൊണ്ട് ഇവരുടെ കംപ്ലീറ്റ് സ്ട്രെസ് അങ്ങ് മാനേജ് ചെയ്തോ? മാനേജ് ചെയ്യല്ല, നമ്മളൊരു ബേസിക് ആയിട്ട് ഇപ്പൊ നമുക്ക് ടെൻഷൻ വരും, എല്ലാവർക്കും വരും. ഇപ്പൊ എക്സാം എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ടെൻഷൻ അടിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ അതിനെ ബേസിക് ആയിട്ട് എങ്ങനെ ധൈര്യമായിട്ട് കുറച്ചും കൂടി ഇടപെടാം, അത്രയും നമുക്ക് പറഞ്ഞത്. അതിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. പാടില്ല എന്ന് പറഞ്ഞാൽ കാരണം നല്ലതാണ് എന്ന് പറഞ്ഞ പോലെ ടെൻഷൻ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്, അതുണ്ടാകും. പക്ഷെ നമ്മുടെ സ്കൂളുകളിലെ മാനസിക ആരോഗ്യ വളർച്ചയ്ക്ക് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ഇത്ര മണിക്കൂർ കുട്ടികൾ സ്കൂളിലുണ്ട്. ന്യൂക്ലിയർ ഫാമിലിയാണ്, പേരൻസ് ഡ്യൂട്ടിക്ക് പോകുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നൊരു വാട്സപ്പ് മെസ്സേജ്, 2 ദിവസം കറണ്ട് ഇല്ലായിരുന്നു, വീട്ടിലെല്ലാവരുമായിട്ട് സംസാരിച്ചിരുന്നു, ബ്രോ ഇപ്പം മനസ്സിലായി അനിയന് വിക്കുണ്ട്. ആ അവസ്ഥയിലേക്ക് വീടുകൾ വന്നു. അപ്പോൾ സ്കൂളുകളിലെ മാനസിക ആരോഗ്യത്തിന് കുറച്ചുകൂടി സമയം, കുറച്ചുകൂടി ഫെസിലിറ്റീസ് ആവശ്യമുണ്ട്. അത് അത്യാവശ്യമാണ്. ക്ലാസ് എന്നൊക്കെ പറഞ്ഞല്ലോ, അതിനേക്കാളും പണ്ടത്തെ ഈ സാറിന്റെ ഒക്കെ ഒരു ഇതില് സാർ ആലോചിച്ച് നോക്കണം, ആത്മാർത്ഥമായ കുറെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എന്ത് പ്രശ്നം വന്നാലും നമ്മൾ അവരോട് അതങ്ങ് റിലീവ് ചെയ്യാണ് ചെയ്യണത്. ഇപ്പൊ അങ്ങനത്തെ ഒരു ആത്മാർത്ഥതയുള്ള, നമ്മൾ എപ്പോഴും ഒരുമിച്ച് കൂടുന്ന, കലിങ്കില് കയറി ഇരിക്കുന്ന അത്തരം അവസ്ഥകളോ
സുഹൃത്തുക്കളോ ഇല്ല. 24 മണിക്കൂറും ട്യൂഷൻ, 24 മണിക്കൂറും ഇതിന്റെ പുറകെ ഓടണം. അല്ലെങ്കിൽ ബാക്കി കിട്ടിയ സമയത്ത് കമ്പ്യൂട്ടർ, വാട്സാപ്പും. നമ്മുടെ വിദ്യാഭ്യാസ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ 2 സ്കൂളിൽ 2 കോളേജിൽ കൗൺസിലറാണ്, ഒരു കൗൺസിലിംഗ് സെൻറ്റർ നടത്തുന്ന വ്യക്തിയാണ്. ഞാൻ ഇത്രയും നേരം ഈ ചർച്ച വീക്ഷിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇനി എനിക്ക് പറയാനുള്ളത്, മാനസികാരോഗ്യം ശരിയായ രീതിയിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് വളർന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പം ഈ മാനസികാരോഗ്യത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് പേരൻസിൽ നിന്ന് കിട്ടേണ്ടത് സ്നേഹത്തിൽ കൂടിയുള്ള വളർച്ചയാണ്. പേരൻസ് എല്ലാം നോക്കുന്നത്, ഇപ്പോഴത്തെ പേരൻസ് എല്ലാം നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, കുട്ടിക്ക് എന്ത് വേണം, അവൻ എന്താണ് വേണ്ടത്, അവൻ എന്നാണ് ഞാൻ ചെയ്തു കൊടുക്കേണ്ടത്, ഇതിലേക്കാണ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ഒരു പേരൻസും കുട്ടിക്ക് എന്താണ് വേണ്ടത് എന്ന് നോക്കുന്നില്ല. അതൊരു പോയിന്റ്. രണ്ടാമത്, ഈ കുട്ടികൾ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു 1-ാം ക്ലാസ് അല്ലെങ്കിൽ ഒരു 3-ാം ക്ലാസ് മുതൽ കാണുന്ന കുട്ടികൾക്കെല്ലാം ഭയങ്കര ടെൻഷനും വെപ്രാളവും പ്രയാസവും സങ്കടവും. കൗൺസിലിങ്ങിൻ്റെ സെക്ഷനിൽ വന്നിരുന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ, ആൺപിള്ളേരും പെൺപിള്ളേരും അടക്കം കരച്ചില്ല. ഞാൻ ഈ കുഞ്ഞുങ്ങളുടെ എല്ലാം സങ്കടങ്ങൾ എല്ലാ ദിവസവും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഈ കുട്ടികൾക്ക് പേരൻസ് ആയിട്ടോ കൂട്ടുകാരായിട്ടോ ഒന്നും ആരും, ഒരു കുട്ടീനെ ഇന്നെടുത്ത കേസ് തന്നെ, രാവിലെ എടുത്ത കേസ് തന്നെ, ഒരു കുട്ടിയും പേരൻസിനോട് തുറന്ന് സംസാരിക്കുന്നില്ല. അപ്പം നമ്മുടെ നമ്മുടെ കൂട്ടുകുടുംബ അവസ്ഥയിൽ നിന്ന് ന്യൂ ജനറേഷൻ നമ്മുടെ അണുകുടുംബത്തിലേക്ക് വന്നപ്പോൾ ഈ കുട്ടികൾക്ക് സംസാരിക്കാനോ ഗ്രാൻഡ് പാരൻസിൻ്റെ സ്നേഹം അനുഭവിക്കാനോ എല്ലാവരും വാട്സപ്പിൽ കൂടെ, വീട്ടിലെ അപ്പനോടും അമ്മയോടും സംസാരിക്കുന്നത് ഫോണിൽ കൂടെയാണ്. വീട്ടിൽ വന്നാൽ സംസാരിക്കാൻ നേരമില്ല, ഒന്നാമത്തെ കാര്യം. ഇനി ഞാൻ കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടികളെ ജീവിക്കാനല്ല പഠിപ്പിക്കുന്നത്, സ്കൂളിൽ ജീവിക്കാനല്ല പഠിപ്പിക്കുന്ന, പേരൻസും ജീവിക്കാൻ പഠിപ്പിക്കുന്നില്ല. എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ സ്ട്രെസ്സ് മാനേജ് ചെയ്യേണ്ടതെന്ന് പേരൻസ് പഠിപ്പിക്കുന്നില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം, പേരൻസ് എല്ലാം മക്കൾക്ക് വേണ്ടതെല്ലാം അവരാഗ്രഹിക്കുന്നതിന് മുന്നേ ചെയ്തു കൊടുക്കുക. സോ കൊച്ചുങ്ങൾക്ക് ഈ സ്ട്രെസ്സ് വരുന്ന സന്ദർഭങ്ങളിൽ അതിനെ മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുക ഇപ്പം. അങ്ങനെ ഒരു കുഞ്ഞു പ്രശ്നം വരുമ്പോഴേ വലിയ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നു, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണമെന്ന് ചിന്തിക്കുന്നു, എനിക്ക് ആരുമില്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, ഇങ്ങനെയുള്ള ചിന്തകളിലേക്ക് പോകുന്നു. ഇപ്പം തന്നെ ഒരു 10 കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ 8 കുട്ടികളും എനിക്ക് മരിക്കണം എന്നുള്ള ചിന്തകൾ ഉള്ള കുട്ടികളെ. ഇപ്പം മരിക്കണം, എനിക്ക് ആരുമില്ല, എന്നെ അമ്മ മനസ്സിലാക്കുന്നില്ല. ഓക്കെ, ഇനി എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനി മാറ്റം വരുത്തേണ്ടത് ചില കാര്യങ്ങൾ വഴി നമുക്ക് മാറ്റം വരുത്താം. ഈ ടെൻഷൻ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു കൊച്ചു മുതൽ, ഒരു 1-ാം ക്ലാസ്സിൽ പഠിക്കുന്നത് മുതലുള്ള കുട്ടികൾക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുക. സോ ഇതിനൊരു റെമഡി വേണം അല്ലേ. റെമഡീസ് എന്ന് പറയുന്നത് മാം പറഞ്ഞതുപോലെ യോഗ നമുക്ക് ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യാം, നമുക്ക് നമ്മളോട് സ്നേഹവും അടുപ്പമുള്ളവരോട് തുറന്ന് സംസാരിക്കാം, വീണ്ടും എക്സസൈസസ് ചെയ്യാം, നടക്കാമോ, ഫാസ്റ്റ് മൂവ്മെൻറ്റ്, ഒരു ഓട്ടം ഓടാം, ടെൻഷൻ വരുമ്പോൾ ഫാസ്റ്റ് മൂവ്മെൻറ്റ്സ് ചെയ്യാം, ഡീപ്പ് ബ്രീത്ത് എടുക്കാം, ഇങ്ങനെയുള്ള ടെക്നിക്സ്. പിന്നെ നമ്മുടെ സെൻസ് ഓർഗൻസ് ഉണ്ട്, നമുക്ക് 5 സെൻസ് ഓർഗൻസ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഈ സെൻസ് ഓർഗൻസിനെ എല്ലാം നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യണം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട്. അതായത് നമുക്ക് ടെൻഷൻ അനുഭവിക്കുന്ന അറ്റ് ദാറ്റ് പോയിന്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കോഫിയുടെ മണം അടിക്കാം, അല്ലെങ്കിൽ ഒരു റോസാപ്പൂവിൻ്റെ മണം അടിക്കാം. അപ്പം നമ്മുടെ മൂക്കിൽ കൂടെ ആ സെൻസേഷൻ ചെന്നു. സോ നമ്മുടെ ബ്രെയിൻ സ്റ്റിമുലേറ്റഡ് ആയി. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ചെവി നമുക്ക് തന്നിട്ടുണ്ടല്ലോ. സോ നമുക്ക് ടെൻഷൻ വരുന്ന സമയത്ത് നല്ല ആൾക്കാരോട് സംസാരിച്ച് നല്ല വർത്തമാനങ്ങൾ കേൾക്കാം, പാട്ട് കേൾക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, അങ്ങനെ ഒരു രീതിയിൽ. ഇനി നമുക്ക് നല്ല ഹെൽത്തി ഡയറ്റ്, ഒരു ടെൻഷൻ വരണമെന്നുണ്ടെങ്കിൽ ടെൻഷൻ വരുന്ന കുട്ടികളിൽ ഒന്നും തന്നെയും ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുന്നില്ല. ചിലപ്പം ഈ ടെൻഷൻ കൂടുന്നത് മൂലം ഈ ഡയറ്റ് ഭക്ഷണം കഴിക്കുന്നത് കൂടാം, ഉറക്കം കുറയാം. സോ 8 മണിക്കൂർ ഉറക്കം, ഹെൽത്തി ഡയറ്റ്, ഇതെല്ലാം ഞാൻ ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ ഡോക്ടർ. അതായത് ഇപ്പം നമ്മൾ ഈ കേരളത്തിലിപ്പോൾ ഈ സൂയിസൈഡ് റേറ്റ് വളരെ കൂടുന്നു, ഇന്ത്യയിലുടനീളം അത് സോഷ്യൽ സയൻറ്റിസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഈ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർക്ക് തന്നെ കേരളത്തിൻ്റെ സമൂഹത്തിൽ എന്താ സംഭവിക്കുന്നത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പ്രത്യേകിച്ച് യങ് ജനറേഷൻ, ഇദ്ദേഹം പറഞ്ഞ ലോൺലെസ്, അതല്ലെങ്കിൽ വീട്ടുകാർ മനസ്സിലാക്കുന്നില്ല, എന്തിനു ജീവിക്കണമെന്നുള്ള അർത്ഥശൂന്യത. ഒരു കാലത്ത് നമ്മൾ ആധുനികതയൊക്കെ നമ്മുടെ സാഹിത്യത്തിലൊക്കെ അടിച്ച കാലത്തൊക്കെ ആൾക്കാർ പറഞ്ഞത് പലപ്പോഴും നമ്മുടെ യങ് ജനറേഷനിൽ അനുഭവവേദ്യമാകുന്നു.
ഡോക്ടർക്ക് ഇനി ഈ ഒരു സാഹചര്യത്തെ കുറിച്ച് എന്താ പറയുക? ഒരു സെക്കൻഡ് ഒന്ന് ചോദിക്കട്ടെ? ഉണ്ട്. ഞാൻ പറയാം. ഞാൻ ഒന്ന് പറഞ്ഞുതരാം. എനിക്ക് 3 കുട്ടികളുണ്ട്. ഒരു സെക്കൻഡ്, ഞാൻ ഡോക്ടർ ഡോക്ടർ ഇതിനെക്കുറിച്ച്, അതായത് നമ്മുടെ കാര്യം ഇതിനകത്ത് ഇപ്പം നമ്മൾ ഈ പ്രതീക്ഷ അർപ്പിക്കേണ്ടത് യങ് ജനറേഷനിലാണ്. ബാക്കിയുള്ളവരുടെയൊക്കെ ഏജൊക്കെ ഒരു പരുവായല്ലോ. ഇനിയിപ്പോൾ അവരെ നമ്മൾ മരിക്കാൻ വിടണമെന്നല്ല ഞാൻ പറയുന്നത്. നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. 20 വർഷം ജീവിച്ചാലും നന്നായിട്ട് ജീവിക്കണം. ഡോക്ടർ 150 വയസ്സ് വരെ ജീവിച്ചു, ഒരു കുഴപ്പമില്ല. അല്ല, ഇതിൽ എലിസബത്ത് പറഞ്ഞതിലൊരു കാര്യമുണ്ട്. കാരണം കുട്ടികളെ ജീവിതം പഠിപ്പിച്ചിട്ടല്ല വളരുന്നത്. അതൊരു വലിയ പ്രശ്നമാണ്. ഇപ്പോൾ എലിസബത്ത് പോലും പറഞ്ഞതിൽ പഠിപ്പിക്കുക എന്നുള്ളതാണ്. സത്യത്തിൽ പഠിപ്പിച്ചിട്ടല്ല ജീവിതം പഠിക്കേണ്ട, അനുഭവങ്ങളിലൂടെയാണ്. പറയാനുള്ളത് പഠിപ്പിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്നേഹം കൊടുക്കണമെന്ന് നമ്മൾ പറയാറുണ്ട്. കുട്ടികളുടെ ഏറ്റവും അത്യാവശ്യമായ ഒരു പോഷകാഹാരം എന്ന് പറയുന്നത് സ്നേഹമാണ്. ആ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ ക്ഷമിക്കാൻ കാണിച്ചു കൊടുത്തുകൊണ്ടുള്ള ഒരു സ്നേഹമായിരിക്കാം, ഇല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ കാണിച്ചു കൊടുത്തുകൊണ്ടുള്ള ഒരു സ്നേഹമാവാം, പഠിപ്പീരാവാം. ഇതെല്ലാം നമ്മൾ മാതാപിതാക്കളാണ് ഇത് നമ്മൾ കുട്ടികളിൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. മനസ്സിലായി. ടീച്ചേഴ്സിനും റോളുണ്ട്. അതായത് ഒരു കാര്യം പറയാം. ഒരു സെക്കൻഡ് ഡോക്ടർ ഒന്ന് പറയട്ടെ. അല്ല, മനസ്സിലായി. പലപ്പോഴും നമ്മൾ വാക്കുകളും ചില വിശേഷണങ്ങളും പറയുമ്പോൾ വരുന്ന ഒരു അബദ്ധമാണ് പഠിപ്പിക്കൽ എന്ന് പറയുന്നത്. ഇപ്പം ജീവിത നിപുണന പഠിപ്പിക്കൽ എന്ന് പറയും, ലൈഫ് സ്കില്ല് പഠിപ്പിക്കൽ എന്ന് പറയും. ഈ പഠിപ്പിക്കൽ എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ പിള്ളേർക്ക് ടെൻഷനാണ്. മനസ്സിലായില്ലേ? അപ്പോൾ പലപ്പോഴും ഇത് അനുഭവത്തിലൂടെ വരേണ്ടതാണ്. കാരണം മാതാപിതാക്കൾ അവരുമായിട്ട് ഇടപെടുന്ന അതിൽ സ്നേഹത്തിൻ്റെ അംശം ഉണ്ടാവാം. അവർ തന്നെ നല്ല മാതൃകകളാവേണ്ടി വരും. അവർ തന്നെ ടെൻഷൻ ഉണ്ടാകുമ്പോൾ അതിനെ നന്നായി കൈകാര്യം ചെയ്യുന്നതിൻ്റെ മാതൃകകൾ കുട്ടികളുടെ മുമ്പിൽ ഉണ്ടാവണം. കുട്ടികൾക്ക് നല്ല മാതൃകകളില്ല, വീട്ടിൽ മാതൃകകളില്ല. അല്ലല്ല, മാതൃകകളില്ല. ഇപ്പം അധ്യാപകർ നല്ല മാതൃകകളാണോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അധ്യാപകർ പോലും നല്ല മാതൃകകളല്ലാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ഇത് ചെറുപ്പത്തിലേ തന്നെ കുട്ടികളിൽ തന്നെ തുടങ്ങിയിട്ട് ഒരു പക്ഷേ ഇനിയിപ്പോൾ ഒരു 20 കൊല്ലം കഴിയുമ്പോൾ ഉള്ളൊരു ജനറേഷൻ എന്ന് പറയുന്നതിൻ്റെ ടെൻഷനും ആ ടെൻഷൻ്റെ ആവിഷ്കാര രീതികളും ചിലപ്പോൾ കുറ്റവാസനകളായിരിക്കും കൂടുതലായിട്ട് വരാൻ പോകുന്നത്. അതും ഒരു ടെൻഷൻ്റെ ആവിഷ്കാര രീതിയാണ്. ടെൻഷൻ കൂടുമ്പം പ്രിയപ്പെട്ട ഒരാളെ അടിച്ചു കൊല്ലുക, ഇതൊക്കെ ടെൻഷൻ്റെ ആവിഷ്കാര രീതിയായിട്ട് മാറി വരും. ഇപ്പം തന്നെ നമ്മൾ കേൾക്കാൻ തുടങ്ങി. ഇന്ന് നമ്മളെ കുട്ടികളെ ഏറ്റവും ഇതിന് പറഞ്ഞ എലിസബത്ത് പറഞ്ഞ ഒരു മറുപടി, ഏറ്റവും കുട്ടികളെ വിജയിക്കാൻ വേണ്ടി മാത്രം പഠിപ്പിക്കുന്നു, തോക്കാൻ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു കുട്ടിയെ തോക്കാൻ പഠിപ്പിക്കണം. ഒരു കുട്ടിയെ തോക്കാൻ പഠിക്കണം. നമുക്ക് എന്നും ജീവിതത്തെ വിജയിച്ച് മാത്രം ഇരിക്കാൻ പറ്റില്ല. തോൽവിയുടെയും ജയത്തിന്റെയും രുചി കുട്ടികൾ അറിയണം. ഒരു കുട്ടിയെ LKG കൊണ്ട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അപ്പനും അമ്മയ്ക്കും ടെൻഷനാണ്. എന്താണ്, ഞാൻ എൻ്റെ മോനായിരിക്കണം അല്ലെ മോളായിരിക്കണം ക്ലാസ്സിൽ ഒന്നാമൻ. ടെൻഷൻ കൊടുത്ത് ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരും. ഞാൻ കുടിവെള്ള സമിതിയുടെ പല മേഖലകളുടെയും കൺവീനർ ആയിരുന്നു. കേരളത്തിന്റെ ഏത് മുക്കിലും മൂലയിൽ ചെന്നാലും ആദ്യത്തെ ചോദ്യം ജൂൺ വരെ കറണ്ട് കിട്ടുമോ, ഏത് കൊച്ചുപിള്ള വരെ ജൂൺ വരെ വെള്ളം കിട്ടുമോ. സാറേ, നമുക്ക് പത്രങ്ങളിൽ സാറിനെ കുറിച്ച് പല പ്രാവശ്യം എഴുതി കണ്ടു. സാറേ, കൊച്ചിയെ കുടിവെള്ളത്തിൽ നിന്ന് എങ്ങനെ രക്ഷിക്കാം, ഇന്ന ജില്ല എങ്ങനെ രക്ഷിക്കാം, പല ചർച്ചകളിലും വന്നിട്ടുണ്ട്. പക്ഷേ പല മേഖലയിലും ചെല്ലുമ്പോൾ ജൂൺ വരെ എത്താൻ പറ്റുമോ, മെയ് വരെ എത്താൻ പറ്റുമോ? അതിനു മുമ്പ് കേരളത്തിൽ വ്യവസായ മേഖല അടക്കം നിശ്ചലമാവുമോ കറണ്ടില്ലെങ്കിൽ കേരളത്തിൽ പല മേഖലയും പല പ്രാവശ്യങ്ങളായിട്ട് നിശ്ചലമാവുമെന്നാണ് പെരിയാർ വാലി ചീഫ് എഞ്ചിനീയർ അടക്കം പറയുന്നത്. ഡാമുകളിൽ വെള്ളമില്ല, 30% വെള്ളം കുറവാണ്. ഇതൊരു ചർച്ചാ വിഷയം പല മേഖലയിൽ ചെന്നപ്പോഴും പത്രങ്ങളിലായാലും വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ടെൻഷൻ എന്ന് വെച്ചാൽ രാവിലെ ഫോൺ എടുത്താൽ ഈ ആഴ്ച കുടിവെള്ളം കിട്ടുമോ സാറേ, ഇന്ന ജില്ലയ്ക്ക് കുടിവെള്ളം ഇല്ലല്ലോ എന്നാണ് സാറേ. ഭയങ്കര ഒരു വിഷയമാണ്. ഏത് മേഖലയിൽ ചെന്ന് പിള്ളേർക്ക് വരെ, സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് വരെ ഞങ്ങളുടെ സ്കൂളിൽ വെള്ളമില്ല. അപ്പോൾ കളക്ടറെ വിളിക്കും, പല രീതിയിൽ ചർച്ച നടക്കും. അവിടെ ചെല്ലുമ്പോഴും വെള്ളമില്ല. ഏത് മലയുടെ മുകളിലും വെള്ളമില്ല. ടാങ്കർ വെള്ളം എത്തിക്കാൻ പോലും പല മേഖലയിലും വെള്ളമില്ല. അതൊരു പ്രോബ്ലം ജനറേറ്റ് ചെയ്യുന്ന ടെൻഷൻ. ഒരു കാര്യം പറയാനുള്ളത്, ഡോക്ടർ പറഞ്ഞ പോലെ സാറേ, നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് എല്ലാവരും ടെൻഷനുള്ളവരെ. ടെൻഷൻ മാറ്റാൻ ഓരോ പ്രശ്നങ്ങൾ ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ സാധാരണക്കാരായ ആളുകൾ മെഡിറ്റേഷനോ യോഗയൊന്നും ചെയ്യാനൊന്നും പോവില്ല. ഇപ്പോൾ കുട്ടികളുടെ കാര്യം ഡോക്ടർ പറഞ്ഞു. നമ്മുടെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് നമ്മുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. നമ്മളെങ്ങനെയാണ് ജീവിക്കുന്നത്, നമ്മളെ ഏതൊക്കെ രീതിയിൽ മുന്നോട്ട് പോയാലാണ് നമുക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക. അതുകൂടാതെ ഇവിടെ മാഡം പറഞ്ഞതുപോലെ നമ്മൾ ഇപ്പോൾ ഞാനൊരു
പൊതുപ്രവർത്തകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ടെൻഷനുണ്ട്. ഈ ടെൻഷനൊക്കെ നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ വീട്ടിലെ ഒത്തിരി കാര്യങ്ങൾ വീട്ടുകാര്യങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ ഇടയിൽ നമ്മൾ പറയുന്ന നമ്മുടെ ടെൻഷൻ ഉണ്ടാക്കിയ പൊതുജീവിതത്തിൽ നമുക്കുണ്ടായ സംഭവങ്ങളൊക്കെ കേൾക്കാൻ ഒരാൾ, അത് കേട്ട് അതിൻ്റെ ഒരു മറുപടി പറയുമ്പോഴും നല്ല സുഹൃത്തുക്കൾ, നല്ല ഒരു ഭർത്താവ്, നല്ല മക്കൾ, ആ കാര്യങ്ങളൊക്കെ നമ്മൾ അവരോട് ചർച്ച ചെയ്യുമ്പോഴേക്ക് കുറേയൊക്കെ ടെൻഷൻ നമ്മുടെ മാറും. അപ്പോൾ അങ്ങനെ ഒരു കുടുംബ അന്തരീക്ഷം നമ്മുടെ നാട്ടിലിപ്പോൾ ഇല്ല. ആ ഒരു അവസ്ഥ വീണ്ടും തിരിച്ചു വന്നുകൊണ്ട് നമ്മളെല്ലാവരും പരസ്പരം സ്നേഹിച്ച് തുറന്നു പറയാനുള്ള നല്ല സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ കുറേയൊക്കെ ടെൻഷൻ പരിഹരിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ അഭിപ്രായം. പല കായിക മേഖല ഇപ്പൊ ബോബി സാർ 800 കിലോമീറ്റർ ഓടിയതാണ്, എനിക്കറിയാം. അങ്കമാലിക്കൂടെയൊക്കെ അദ്ദേഹം ഓടി. പോകുന്ന വഴിക്കൊക്കെ തന്നെ സംഭാവനകളും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറേ മനസ്സ് റിലാക്സ് ആയി. അദ്ദേഹം ഇപ്പോൾ വളരെ റിലാക്സ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്കാണെങ്കിലും നമുക്ക് ഒരു ചെസ്സിൻ്റെ ഒരു ക്യാമ്പയിൻ, അതുപോലെ കലാപരമായ കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് വഴി അവർക്ക് കുറേ കൂടി വിജയം എന്താണ് പരാജയം എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒരു വിജയം ജിബുസാറിന്റെ മുന്തിരിവള്ളികൾ നല്ലൊരു തീമാണ്. അപ്പം സ്നേഹം വരുമ്പോൾ മുന്തിരിവള്ളികൾ തളിർക്കുന്നു, സ്നേഹം കുറയുമ്പോൾ മുന്തിരിവള്ളികൾ ഡൗൺ ആയി വരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുക വഴി ഒരു പരിധിവരെ നമുക്ക് ടെൻഷൻ കുറയ്ക്കാൻ കഴിയും. സ്നേഹം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്നേഹം എന്നുള്ള ഒരു വേർഡാണ് ബോബി സാർ വെച്ചിട്ടുണ്ട്, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത് മുട്ടയാണോ കോഴിയാണോ ആദ്യം ഉണ്ടായ എന്നുള്ളൊരു അന്വേഷണം പോലെയാണ് ഇത്. ഓരോരുത്തർക്കും ഓരോ തലത്തിലാണ് ടെൻഷൻ ഓവർകം ചെയ്യുന്നത്. എൻ്റെ അനുഭവം, ഐ ആം ദ ഹാപ്പിയസ്റ്റ് മാൻ എന്നെനിക്ക് പറയാം. ടെൻഷനൊക്കെ ഉണ്ടെങ്കിലും അത് ഈ പരാജയം വരുമ്പോഴാണ് ടെൻഷൻ ഉണ്ടാവുന്നത്, അല്ലേ? സ്വാഭാവികമായിട്ട് വിജയം വരുമ്പോൾ സന്തോഷം ഉണ്ടാവും. സോ എവരിബഡി വാണ്ട്സ് ടു ബി ഹാപ്പി. എല്ലാവർക്കും സന്തോഷമാവണം, അപ്പോൾ ടെൻഷൻ ഇല്ല. ബോബി ഇതിന് എന്തെങ്കിലും അഭ്യസിക്കുന്നുണ്ടോ? ഉണ്ട്. എൻ്റെ ഒരു അഭ്യാസം, എൻ്റെ ഒരു എക്സ്പീരിയൻസ്, എങ്ങനെ ടെൻഷൻ ഒഴിവാക്കാം എന്നുള്ള എൻ്റെ ഒരു അനുഭവം ഒരു മിനിറ്റിൽ എനിക്ക് പറയാവുന്നത്. ഈ ടെൻഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഹാർട്ട് ബീറ്റ്, പൾസ് എല്ലാം ബോഡി ഡിസോർഡർ ആവും. ബോഡി ഡിസോർഡർ ആവുമ്പോൾ മൈൻഡ് ഡിസോർഡർ ആവും നാച്ചുറലി. സോ ബോഡി ആൻഡ് മൈൻഡ് കോർഡിനേഷൻ ശരിയല്ലാതെ ആവുമ്പോൾ ബ്രെയിൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. ബ്രെയിൻ വർക്ക് ചെയ്യാതെ ആവുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ പരാജയപ്പെടുമ്പോൾ ടെൻഷനാവും. അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും തീരുകയാണെങ്കിൽ ഞാൻ ടെൻഷൻ ഒഴിവാക്കാം എന്നാണ് പലരും ചിന്തിക്കുന്നത്. അല്ലാതെ എല്ലാ ടെൻഷനും ഉള്ളപ്പോൾ തന്നെ ശരിയായ അറിവിൽ കൂടെ ഇത് അഭ്യസിച്ചുകൊണ്ട് ടെൻഷൻ ഓവർകം ചെയ്ത് സന്തോഷത്തിലാവാൻ പറ്റുമോ എന്നുള്ളതാണ് ശരിയായ അറിവ്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ക്ഷമ ഒരു പ്രധാന ഘടകം. ആയ അവസ്ഥയിൽ ജീവിക്കാൻ പഠിക്കുക. ഇന്ന് 3 നേരമുണ്ട്, നാളെ 1 നേരം ഉള്ളെങ്കിൽ അത് മതി. അത് ടെൻഷൻ അടിച്ചുകൊണ്ട് മോളിൽ നിന്ന് വരുത്തൊന്നുമില്ല. അപ്പോൾ ആയ അവസ്ഥയിൽ നിന്നുകൊണ്ട് അതിജീവിച്ചുകൊണ്ട് നമ്മൾ, എൻ്റെ ഒരു മുദ്രാവാക്യം ഞാൻ പറയുന്നത്, കോൺകർ ദ വേൾഡ് വിത്ത് ലവ്, സ്നേഹം കൊണ്ട് ലോകം കീഴടക്കുക. അപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടാവുമ്പോഴും ക്ഷമിച്ചുകൊണ്ട് അത് സ്വീകരിച്ചുകൊണ്ട് ആയ അവസ്ഥയിൽ, നമ്മളൊക്കെ മരിക്കാൻ വേണ്ടി ജനിച്ചവരാണെന്നുള്ള ഒരു ബോധത്തോടു കൂടെ അതിനെ സ്വീകരിച്ചുകൊണ്ട് വെയിറ്റ് ചെയ്തുകൊണ്ട് സന്തോഷത്തിൽ ബോഡി കൺട്രോൾ ചെയ്യുക. അതിന് റിലേറ്റഡ് ആണ് മാഡം പറഞ്ഞ യോഗ, ചിരി, ഓട്ടം, വിശർക്ക, വെള്ളം കുടിക്കുക, 8 മണിക്കൂർ ഉറക്കുക. ഫിസിക്കലി ആൻഡ് മെൻ്റലി ഇറ്റ്സ് റിലേറ്റഡ് നാച്ചുറലി. അപ്പോൾ അങ്ങനെ ആയ അവസ്ഥയിൽ നിന്നുകൊണ്ട് നമ്മൾ ക്ഷമിച്ചുകൊണ്ട് ആ ഒരു അറിവിൽ കൂടെ നിന്ന് കഴിഞ്ഞാൽ ബോഡിയെ നമ്മൾ പരിശീലിപ്പിക്കണം ആദ്യം ശരിയാക്കാനായിട്ട്, ഹെൽത്തി ആവണം. അപ്പോൾ മൈൻഡ് വിൽ ഒബേ ദ ബോഡി. സോ ബോഡി ആൻഡ് മൈൻഡ് വിൽ വർക്ക് ടുഗദർ. അപ്പോൾ ബ്രെയിൻ വിൽ വർക്ക് പ്രോപ്പർലി. അപ്പോൾ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ വിജയിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മളൊക്കെ ഹാപ്പി ആവും, ടെൻഷൻ കുറഞ്ഞു വരും. അതുകൊണ്ട് ആദ്യം ടെൻഷൻ ഒഴിവാക്കണോ, പ്രശ്നം ഒഴിവാക്കണോ, മുട്ടയാണോ കോഴിയോ എന്നുള്ള ഒരു ചർച്ച പോലെയാണ് ഇത് പോകുന്നത്. ഒരു സെക്കൻഡ്. ഇപ്പം നമ്മുടെ നാട്ടിലിപ്പം സിനിമയ്ക്ക് കുറച്ച് പ്രസക്തി കൂടിയിട്ടുണ്ട്. കുറച്ചാൽ ആൾക്കാർ ടെലിവിഷൻ്റെ മുന്നിൽ മാത്രമേ ഇരുന്നു, സിനിമാ തിയേറ്ററിലേക്ക് പോകാതിരുന്നു. ഇപ്പോൾ സിറ്റുവേഷൻ മാറി വരുന്നു, തിയേറ്ററെല്ലാം ഫുള്ളാവുന്നു, മൾട്ടി സ്ക്രീനൊക്കെ വന്നപ്പോൾ ആൾക്കാർക്കെല്ലാം സന്തോഷമായി, ആൾക്കാർ തിയേറ്ററിലേക്ക് മടങ്ങി. യഥാർത്ഥത്തിൽ ഈ മനുഷ്യൻ്റെ സൊസൈറ്റിയിൽ ടെൻഷൻ റിലാക്സ് ചെയ്യാനുള്ള ഒരു ഉപാധിയാണ് വിനോദ മാർഗങ്ങൾ. അതിലൊന്ന് പ്രധാനം സിനിമ തന്നെയാണ്. അപ്പോൾ ഒരു ചലച്ചിത്ര സംവിധായകൻ എന്നുള്ളത് താങ്കൾ ആദ്യം ചെയ്തൊരു കുറച്ചൊരു കോമഡിക്ക് പ്രാധാന്യം കൊടുത്ത സിനിമയായിരുന്നു. താങ്കൾക്ക് ഇതിനകത്തൊരു ഫിലോസഫി ഉണ്ടോ ഉള്ളിൽ? അല്ല, ടെൻഷൻ ഇല്ലാതെ ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. ഇപ്പം എൻ്റെ സിനിമയിൽ തന്നെ ഒരു അവസാനത്തെ ഒരു 10 മിനിറ്റ് നല്ല ടെൻഷൻ നമ്മൾ കാശ് മുടക്കി ക്രിയേറ്റ് ചെയ്തു. അത് ആ ടെൻഷനിലൂടെ നമുക്ക് രസിപ്പിക്കാൻ പറ്റും.
ഞാൻ നമ്മളെ സിനിമയിൽ ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ നല്ല റീ റെക്കോർഡിങ്, ബിജുവാലിനെ കൊണ്ട് റീ റെക്കോർഡിങ് അല്ലെങ്കിൽ സൗണ്ട് എഫക്റ്റുകളെല്ലാം കൊടുത്തിട്ടാണ് ടെൻഷൻ ക്രിയേറ്റ് ചെയ്തത്. ആ ടെൻഷനിലൂടെയും ആ ടെൻഷൻ കഴിഞ്ഞ് അത് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു റിലാക്സേഷൻ, ആ ടെൻഷൻ ബ്രേക്ക് ചെയ്ത് അതെ. ടെൻഷൻ്റെ അവസാനം ഒരു ഇതുണ്ടല്ലോ, ഒരു സന്തോഷം വരണം. അപ്പോൾ അങ്ങനെ കൊണ്ടേ നിർത്തിയപ്പോഴാണ് നമുക്ക് ആ എൻ്റെ ഈ പുതിയ സിനിമയ്ക്ക് ഒരു സ്വീകാര്യത കിട്ടി. ശരിക്കും ആളുകൾ മനസ്സിൽ വെച്ചിട്ടാണ് എൻ്റെ സിനിമ ക്ലൈമാക്സ് കണ്ടിട്ട് ഇറങ്ങി പോകുന്നത്. അപ്പോൾ ടെൻഷൻ ഞാൻ ടെൻഷൻ ഉണ്ടാക്കിയിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ ടെൻഷൻ എന്തായാലും ഉണ്ടാവും. പക്ഷെ അതിന് നല്ല രീതികളിൽ സ്നേഹിക്കുക, ക്ഷമിക്കുക, അല്ലെങ്കിൽ ഷെയർ ചെയ്യുക, ആ രീതികളിലൂടെ നമുക്ക് എല്ലാവർക്കും മറികടക്കാൻ പറ്റും തന്നെയാണ് എൻ്റെ വിശ്വാസം. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് നമുക്ക് ടെൻഷൻ കൂടുന്നത്. അതായത് വിജയ മല്യയില്ലേ, വിജയ മല്യയ്ക്ക് കോടിക്കണക്കിന് രൂപയുടെ ലോൺ ഉണ്ടായിരുന്നു, ടെൻഷനില്ല, എഴുത്തള്ളിക്കളഞ്ഞു. നമ്മൾ ചെറിയൊരു ലോൺ നമ്മളൊരു ചെറിയ ലോൺ പറഞ്ഞോട്ടെ, നമുക്കൊരു ചെറിയ ലോൺ എടുത്തു. നമുക്കൊരു ചെറിയ ലോൺ എടുത്തു കഴിഞ്ഞാൽ ആ ലോണിനെ പ്രതി നമ്മൾ ടെൻഷൻ അടിക്കുന്നു. എന്താ കാര്യം? എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ വീട് ജപ്തി ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സമൂഹം എന്ത് വിചാരിക്കും എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. അതാണ് നമ്മളെ ടെൻഷൻ അടിപ്പിക്കുന്നത്. പിന്നെ ഒരു കാര്യമുള്ളത്, ജനിക്കുന്നതിന് മുമ്പ് തുടങ്ങി ആ കുട്ടി ടെൻഷനായിട്ടാണ് ലോകത്തിലേക്ക് വരുന്നത്. കാരണം പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് സീരിയൽ കണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നവരാ കൂടുതലും ഇന്നുള്ളത്, സന്ധിക്ക് മുഴുവൻ. അത് കഴിഞ്ഞിട്ട് പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുട്ടികളെ വളർത്തുന്ന ആ രീതിയിൽ തന്നെ കരയാനും മാത്രമായിട്ട് പഠിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഗർഭകാലത്ത് കാണുന്ന സീരിയലുകൾ കുഞ്ഞിനെ ബാധിക്കുന്ന ശാസ്ത്രീയ തെളിവുകളൊന്നുമില്ല. ഉണ്ടോ? പിന്നീട് ഒരു സെക്കൻഡ് അല്ല, അങ്ങനെയാണെങ്കിൽ ചാനലൊക്കെ പൂട്ടും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഗർഭിണികള് അത്രയും ക്ഷമ കാണിക്കോ സീരിയല് കാണിക്കോ? കാണുമ്പോ ഗർഭിണികള് എന്നാൽ പോലും ഗർഭിണികൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള സീരിയലുണ്ട്. നമ്മള് ഇപ്പൊ പറഞ്ഞു കൊടുക്കണം, അവർക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ അവരത് കാണുന്നത്. അവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണത്. അവർക്ക് അതൊരു എന്റർടൈൻമെന്റ് ആണ്. ചിലപ്പോൾ ടെൻഷൻ. എന്റെ ചോദ്യമല്ലേ ഡോക്ടർ, അതായത് ഒരു ഗർഭാവസ്ഥയിൽ കിടക്കുന്ന കുഞ്ഞ് ഈ സീരിയൽ കാണുന്ന അമ്മ, ഈ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ഈ കുഞ്ഞിൽ സ്വാധീനം ഉണ്ടാവും എന്നുള്ളത് സർ, അത് പ്രൂവൺ ആണ്. ഗർഭാവസ്ഥയിലുള്ള ഒരു കുഞ്ഞ് എല്ലാത്തിനും റെസ്പോണ്ട് ചെയ്യും. അമ്മയുടെ ഓരോ ഇപ്പൊ നമ്മൾ അതിനൊരു വീഡിയോ, നല്ലൊരു വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കടുവറുക്കുന്ന ആ ഒരു മണം ഉണ്ടല്ലോ, അപ്പൊ കുഞ്ഞ് ഇങ്ങനെ മൂക്ക് ചുളിക്കുന്ന ആ ഒരു വീഡിയോ, അത് ഓരോ ഇതും, അതായത് അമ്മ സങ്കടപ്പെട്ടിരിക്കുമ്പം കുട്ടി അനങ്ങാതെ കുറച്ചു നേരം കിടക്കണുണ്ട്. അമ്മ പാട്ട് കേൾക്കുമ്പം ക്ലാപ്പ് ചെയ്യുന്ന വീഡിയോ. സോ ആ വീഡിയോ വളരെ വൈറലായിരുന്നു. ഒരുപാട് പേര് അത് കണ്ടു കാണും. വാട്സാപ്പ് കൊണ്ടുള്ള കുറച്ച് ഗുണങ്ങൾ ഇതൊക്കെയാണ്, ഫേസ്ബുക്കും വാട്സാപ്പും. സോ അത് എങ്ങനെയാന്ന് വെച്ചാല് അമ്മയുടെ വയറ്റില് മോണിറ്റർ വെച്ചിട്ട് ഈ സ്കാൻ വെച്ചിട്ട് നമ്മൾ ഏകദേശം ഒരു 7-8 മാസം വരെ ഈ ബേബിയെ ഫോളോ ചെയ്യായിരുന്നു. സോ അമ്മ ചെയ്യുന്ന എന്തും ബേബി എഫക്റ്റ് ചെയ്യും. ഡെഫിനറ്റ്ലി അത് പ്രൂവൺ ഫാക്റ്റ് ആണ്. അമ്മ കരഞ്ഞാൽ ചിലപ്പോൾ കുഞ്ഞ് വിഷമിച്ചു എന്നിരിക്കും. അമ്മയ്ക്കുണ്ടാകുന്ന ടെൻഷൻ കുട്ടിയെ ബാധിക്കും. അതുപോലെ തന്നെ പഴയ കാലത്തെ ചരിത്രം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാർന്നോര്, വീട്ടിലെ അപ്പൻ എന്തെങ്കിലും വാർത്തകൾ അറിയുന്നത് ചായക്കടയിൽ പോയിരുന്നായിരുന്നു. പ്രായമുള്ളവരെ മൂലക്കിരുത്തിയതാ കുഴപ്പമായത്. അനുകരണമാണ് കലയെന്ന് പറഞ്ഞത്. മലയാളികൾ ഈ ടെൻഷൻ്റെ കാര്യം മാത്രം ഫോളോ ചെയ്യുന്ന എനിക്ക് പറയാനുള്ളത്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ കാര്യത്തിനും ടെൻഷൻ ഒരു പാഷനായിട്ട് എടുത്തേക്കണം. ടെൻഷൻ ഇല്ലെന്ന് ഇപ്പം പലരോടും നമ്മളിവിടെ ചോദിച്ചും പറഞ്ഞ് എല്ലാവരും പറഞ്ഞ് ടെൻഷൻ ഉണ്ടെന്ന് പറയും. ഇല്ലെന്ന് പറഞ്ഞാൽ എനിക്കെന്തോ കുറച്ചിലായതുപോലെ ആൾക്കാർക്ക് എന്തോ ഒരു സങ്കോചം ടെൻഷൻ പറയാനുണ്ട്. ടെൻഷൻ്റെ കാര്യത്തിൽ അറിയാമെന്ന് ചോദിച്ചാൽ മനസ്സെന്താണെന്ന് അറിയാം. ഇപ്പം ബോബി ചെമ്മണ്ണൂരിൻ്റെ ഡ്രസ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അദ്ദേഹം അത് വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. ആ മുഖം കണ്ടാൽ അറിയാം. ഇവിടെ തനുജ മാഡം പറഞ്ഞു, ആദ്യം തന്നെ പറഞ്ഞാണ്, ചർച്ചയിൽ പറഞ്ഞാണ് 3 കാര്യങ്ങൾ പറഞ്ഞു. വീടിനെക്കുറിച്ചും കാറിനെക്കുറിച്ചും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് ആ കാറോ അല്ലെങ്കിൽ വീടോ ഉണ്ടായാൽ ഉണ്ടാകുന്ന സംതൃപ്തി മനസ്സിലാക്കുക. അപ്പോൾ പൈസയുടെ അത്രയും പൈസ ഈ കടവായി എന്നാണ് ഇവിടെ ടെൻഷൻ വന്നത്. ടെൻഷൻ ഉള്ളപ്പോഴത്തെ നമുക്ക് സംതൃപ്തിയായി. ഞാൻ തിരിച്ച് ഒരു എന്തോ ഉണ്ടായതിൻ്റെ ഏതിനും ഓപ്പോസിറ്റ് ഉണ്ടല്ലോ. ഞാൻ കടവാക്കിയതുകൊണ്ടാണല്ലോ എനിക്കത് നല്ല വീട്ടിൽ കിടക്കാൻ പറ്റി എന്ന് ഞാൻ മനസ്സറിഞ്ഞാൽ എനിക്ക് ടെൻഷൻ പറ്റിയില്ലെങ്കിൽ ടെൻഷൻ എന്നുള്ളത് നമ്മളൊന്ന് തിരിച്ചറിയോ. ബിനു സാർ പറഞ്ഞ പോലെ സാറിന്റെ വീട് വലിയ വീട് വേണ്ടെന്ന് വെച്ചു. സാറിന്റെ വരുമാനം കുറവായതുകൊണ്ട് സാർ അതിൽ കൊച്ചു വീട് വെച്ച് സാർ സംതൃപ്തനാണ്. അതിനപ്പുറത്തിരിക്കുന്ന സാർ പറയുന്നു അതിൽ കൂടുതൽ വലിയ വീട് വെക്കാൻ സാർ അതിന് വരുമാനം ഉണ്ടെങ്കിൽ അത് ചെയ്യും. ഡോക്ടർ പറഞ്ഞു, ഇതാണ് ഡോക്ടറും പറഞ്ഞത്, നമ്മളോട് പറഞ്ഞത് എന്ത് ചെയ്തു, ടെൻഷൻ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കി ടെൻഷൻ എന്താണെന്ന്. ഇപ്പോൾ സാറിൻ്റെ ശമ്പളത്തിൻ്റെ കാര്യം പറഞ്ഞു. സാർ ആദ്യം മനസ്സിലാക്കുക ശമ്പളം കിട്ടാത്തതുകൊണ്ടാണ് സാറിൻ്റെ ടെൻഷൻ. കിട്ടുമ്പോൾ സാർ ആസ്വദിക്കുന്നുണ്ടല്ലോ. ബോബി 800 ആസ്വദിക്കുന്നില്ലേ? 800 കിലോമീറ്റർ ഓടി ഇപ്പോൾ ആസ്വദിച്ചല്ലോ. എനിക്ക് പറയാനുള്ളത്,
നമ്മൾ തിരിച്ചറിവുണ്ടായാൽ നമുക്ക് ടെൻഷൻ എന്നാന്നുള്ള ഒഴിവാക്കുക. ഒന്ന്, ഈ മാഡം പറഞ്ഞ പോലെ ലോങ് ബ്രീത്ത് എടുക്കുമ്പോൾ തന്നെ നമുക്കൊന്ന് ടെൻഷൻ ഒഴിവാക്കുക. ഒന്ന് ഞാൻ എല്ലാവരും നേരെ എന്നിട്ട് 3 പ്രാവശ്യം ലോങ് ആയിട്ട് ബ്രീത്ത് എടുത്ത് 1:2 ഒരു 10 സെക്കൻഡ് എടുത്തിട്ട് 20 സെക്കൻഡ് സ്ലോയിലൊന്ന് ഡൗൺ ചെയ്തൊന്ന് ബ്രീത്ത് ഔട്ടാക്കി നോക്കി ടെൻഷൻ ഒരു വിധത്തിൽ ഒഴിവാക്കാം. ഇപ്പം മേളിലും പറഞ്ഞതുപോലെ തന്നെ പ്രാർത്ഥനയൊക്കെ പറഞ്ഞു. നമ്മളെല്ലാം കുടുംബത്തിൽ ചർച്ചകളില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ മാഡം പറഞ്ഞത് കുട്ടികളുടെ കാര്യമൊക്കെ പറഞ്ഞു. കുട്ടികളെ വളരെ ഫോക്കസ് ചെയ്ത് പറയേണ്ട കാര്യമാണ്. നമ്മൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുന്ന ഒരു പേരൻസ് ഉള്ള ഒരു കുടുംബമുള്ള ആരുടെ വീട്ടിലുണ്ട്? എല്ലാവരും ഇന്നിങ്ങനെ യുഗത്തിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സ്പീഡാണ് എല്ലാവർക്കും. സാറും പറഞ്ഞു ഇപ്പോൾ ഈ ചാനൽ ചർച്ച തന്നെ 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ 1 മണിക്കൂറായിരുന്നു നമ്മുടെ ഒരു ക്ലാസ്സിൻ്റെ അവർ. ഇന്ന് അത് മാറ്റി 40 ആക്കി. അത് പിന്നെയും കുറച്ച് 20 ആക്കി. നമ്മളൊരു സീരിയൽ കാണാനായിട്ടോ അല്ല സിനിമ കാണാനായിട്ടിരുന്ന ഒരാൾ ഒരു 30 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ടിരിക്കാൻ പറ്റില്ല. സാറിനോട് ചോദിച്ചു നോക്കാം. അതിനിടെ നമ്മളെന്നറിയോ അടുത്ത ചാനലിലോട്ടൊന്ന് മാറ്റി, അടുത്ത ചാനലിലോട്ട് മാറ്റി. ഇന്ന് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന വെറും 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റാണ്. പിള്ളേരൊക്കെ പഠിക്കാത്തതിൻ്റെയും കാരണം ഇതാണ്. 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് നമ്മൾ മാറ്റി പോകുന്നു. ഈ ടെൻഷനുണ്ട്. മനുഷ്യരുണ്ടായ കാലത്ത് മുതൽ ടെൻഷനുണ്ട്. ആ ഒരു കാലത്ത് ചിലപ്പം നായാടി നടന്ന കാലത്ത് പോയി ഒരു മൃഗത്തിനെ വേട്ടയാടി കൊണ്ടുവരുന്നതിനുള്ള ടെൻഷനായിരിക്കും. പിന്നീട് അങ്ങനെ അത് മാറി ഇന്നത്തെ പുതിയ ടെക്നോളജി അനുസരിച്ച് പുതിയ ടെൻഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ടെൻഷൻസ് കംപ്ലീറ്റ് ആയിട്ട് ഒരു സമൂഹത്തിൽ ജീവിക്കുന്നവർക്ക് മാറ്റാൻ പറ്റില്ല. പിന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ പൂർണ്ണമായി മാറ്റാൻ പറ്റില്ല. അതിനെ നമുക്ക് നേരിടാം. ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം വെച്ച് നേരിടാം. പിന്നെ സോഷ്യൽ സയൻസിൽ പറയുന്നത് ഏറ്റവും ബേസിക് യൂണിറ്റ് ഫാമിലിയാണെന്നാണ്, കുടുംബമാണെന്ന്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്നും ഈ കാലം മാറുന്നതനുസരിച്ചാണ് ഇത്തരം പ്രശ്നങ്ങൾ മാറുന്നത്. പഴയ ഒരു 50 വർഷം മുമ്പുള്ള പ്രശ്നമല്ല ഇന്നത്തെ പ്രശ്നം. ആ കാലം മാറി ഇന്ന് വന്നപ്പോൾ ഈ കുടുംബം എന്നുള്ള അതിനു പകരം വ്യക്തിയാധിഷ്ഠിതമായി പ്രശ്നങ്ങൾ മാറി. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് കൂടുതൽ പ്രാധാന്യം വരുന്ന ഒരു സമൂഹമാണ് ഇന്ന് വന്ന് നിൽക്കുന്നത് ഈ പുതിയ ടെക്നോളജി ഡെവലപ്മെൻറ്റ് കാരണം. അപ്പോൾ ആ വ്യക്തി ആ കുടുംബത്തിലെ മറ്റംഗങ്ങളുമായി എങ്ങനെയാണോ ബന്ധപ്പെടേണ്ടത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, അങ്ങനെ ഓരോ വ്യക്തികളും ശ്രമിച്ച് ആ കുടുംബം നന്നാക്കി നിർത്തിയാൽ ഇനി ഒരു പക്ഷേ പുറകോട്ട് പോക്കില്ല. ഈ കുടുംബം ഒരു 50 വർഷം കഴിഞ്ഞാലോ 100 വർഷം കഴിഞ്ഞാലോ ഈ കുടുംബം ഇങ്ങനെ ആയിരിക്കില്ല. ചിലപ്പോൾ കുടുംബമേ ഉണ്ടാവില്ല. അപ്പോഴും വ്യക്തികൾ ഉണ്ടായിരിക്കുമല്ലോ. ഇവിടെ ഈ ഭൂമി ഉള്ളിടത്തോളം കാലം വ്യക്തികൾ ഉണ്ടാവും. അപ്പോൾ ഈ പ്രശ്നങ്ങൾ മാറും, ഈ ടെൻഷൻസിൻ്റെ വിധം മാറും. അപ്പോൾ ഇപ്പം നമുക്ക് ചെയ്യാവുന്നത് ഒരു വ്യക്തിയായിട്ട് നിന്നുകൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ കുടുംബം, നമ്മുടെ സമൂഹമായിട്ടുള്ള ബന്ധം എങ്ങനെ നിലനിർത്തണം എന്ന് ആലോചിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, അതായത് നമ്മൾ ഈ പ്രയോറിറ്റീസ് ഫിക്സ് ചെയ്യുന്നതിൽ മലയാളിക്ക് പലപ്പോഴും ഒരു മുൻകരുതലില്ല. എന്നുവെച്ചാൽ അവൻ മുൻഗണനാക്രമം ഫിക്സ് ചെയ്യുന്നത് പലപ്പോഴും റോങ്ങാണ്. അവൻ്റെ സ്റ്റെപ്പ് തെറ്റുമ്പോഴവൻ അതിനും ഒരു ടെൻഷനാണ്. ബോബിക്ക് എന്താ തോന്നുന്നത് വ്യവസായം എന്നുള്ളത്? ഈ ടെൻഷൻ ഇല്ലെങ്കിൽ അതൊരു ടെൻഷനാണ്. ഇപ്പം ചില സമയത്തൊക്കെ കുറച്ച് മാസങ്ങൾ അടുപ്പിച്ച് ടെൻഷൻ ഇല്ലാത്ത സമയങ്ങൾ വരുമല്ലോ നമുക്കൊക്കെ. എന്ത് പ്രശ്നമില്ലല്ലോ, അതൊരു ടെൻഷനായിട്ട് തോന്നും. പിന്നെ വാട്ട് ഈസ് ലൈഫ്, വാട്ട് ഈസ് ദ ഡിസൈൻ ഓഫ് ലൈഫ് നമ്മൾ പഠിച്ചു നോക്കിയ പ്രകൃതി മറ്റൊക്കെ എല്ലാം ഇങ്ങനെയാണ് പോകുന്നത്. രാത്രി ഉണ്ടെങ്കിൽ പകലുണ്ട്, കൈയടിച്ചാൽ ശബ്ദമുണ്ട്, തീ ഉണ്ടെങ്കിൽ പുകയുണ്ട്, സുഖം ഉണ്ടെങ്കിൽ ദുഃഖമുണ്ട്, ജനിച്ചാൽ മരിക്കും. അപ്പം എല്ലാം ഇങ്ങനെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലൈഫ്. അത് നമ്മളൊരു ഭാഗമായിട്ട് എടുക്കണം, പ്രാക്ടീസ് ചെയ്യണം. ഈ ടെൻഷൻ ഉണ്ടല്ലോ, ടെൻഷൻ വരുന്നത് ആദ്യമേ നമ്മുടെ ചിന്തകളിൽ നിന്നാണ്. ഓക്കെ, ഈ ചിന്തകൾ പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. സോ പോസിറ്റീവ് പറയുന്നത് ഞാൻ ഈ പരീക്ഷ നന്നായി പഠിച്ച് പാസ്സാവും, ഇല്ലെങ്കിൽ ഞാൻ ഈ ജോലി നന്നായി ചെയ്ത് പൂർത്തിയാക്കും, അങ്ങനെ പോസിറ്റീവ് സൈഡ്. ഇനി നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് എനിക്കിത് ചെയ്യാൻ പറ്റത്തില്ല. ഏത് കാര്യം ഒരു കുട്ടിയോടോ ഒരു വ്യക്തിയോടോ ഒരു ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലോ ഒരു സ്കൂളിലുള്ള ഒരു കുട്ടീനെയോ അല്ലെങ്കിൽ ഏത് മേഖലയിലും ഒരു കുട്ടീനെ ഒരു വ്യക്തിനെയോ നമ്മളൊരു കാര്യം ഏൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആ വ്യക്തി പറയുന്നത് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, എന്നെക്കൊണ്ട് പറ്റത്തില്ല, അവരെ ഏൽപ്പിക്കുക, ഇവരെ ഏൽപ്പിക്കുക. ശരിയല്ലേ? സോ നമ്മുടെ ഈ ടെൻഷൻ ആദ്യമേ ഉത്ഭവിക്കുന്നത് നമ്മുടെ തോട്ട്സിൽ നിന്നാണ്. സോ നമ്മുടെ ക്ലാരിറ്റി ഇല്ല. നമ്മുടെ ഈ ടെൻഷൻ അടിച്ച് തുടങ്ങുമ്പോഴേ, ഈ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് വരുമ്പോഴേ നമ്മുടെ മനസ്സിൽ ഈ ചിന്തകൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. അതുകൊണ്ട് സാറേ ഞാൻ പറയട്ടെ, നമുക്ക് ഈ ടെൻഷൻ എങ്ങനെ കുറയ്ക്കാം എന്നുള്ളത് നമ്മൾ ചിന്തിക്കണ്ടേ. സോ ഈ അറ്റ് ദ പീക്ക് നമ്മൾ ടെൻഷൻ റൈസ് ചെയ്ത് മേളിലേക്ക് കയറി വരുന്ന സമയത്ത് നമ്മളൊന്ന് ജസ്റ്റ് കണ്ണടയ്ക്കുക. കണ്ണടച്ചിട്ട്
നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള മെമ്മറീസിൽ നമ്മളത് ജസ്റ്റ് ചെക്ക് ചെയ്യുക. ഇത്ര മാത്രം ചെയ്താൽ മതി. നമുക്ക് നല്ല മെമ്മറബിൾ ആയിട്ടുള്ള സ്വീറ്റ് മെമ്മറീസ് ഓർക്കുക. അത് ജസ്റ്റ് ഞാൻ പറയട്ടെ, ഇത് ടെക്നിക്കാണ്. അനുഭവം പറയാം. അതായത് നമ്മളിപ്പോ പറഞ്ഞു, നമ്മൾ ഇവോൾവ് ചെയ്തോണ്ടിരിക്കുക, സമൂഹം ഇവോൾവ് ചെയ്ത് നമ്മൾ ഈ ഒരു ഘട്ടത്തിലെത്തി. നമുക്ക് ഇതൊന്നും മാറ്റി വെക്കാൻ പറ്റില്ല, പുറകോട്ടും പോകാൻ പറ്റില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനുഷ്യൻ അങ്ങേറ്റം ഓർഗാനിക് ആയിട്ട്, അതായത് മനുഷ്യൻ എല്ലാത്തിനെയും ഡിപ്പെൻഡ് ചെയ്താ ജീവിക്കുന്നത്. മനുഷ്യനെ ആരും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതല്ലാത്ത ജീവികൾക്കൊക്കെ അതിൻ്റെതായ സ്വതന്ത്രമായ അസ്തിത്വങ്ങളുണ്ട്. നമുക്കത് പറ്റില്ല. നമുക്ക് ഇതിനെ എല്ലാത്തിനെയും ഡിപ്പെൻഡ് ചെയ്യണം. ഈ ബോധം മനുഷ്യന് നഷ്ടപ്പെടുന്നു. അപ്പോൾ ഒട്ടും ജൈവികമല്ലാത്തൊരു ജീവിതം ജീവിക്കുക. ഞാൻ ഈ ചിരിയുടെ കഥ പറഞ്ഞപ്പോൾ ഒരു കഥ പറയാം. നമ്മുടെ ഞങ്ങളുടെ നാട്ടിൻപുറത്ത് ഒരു വലിയ വീട്. അപ്പോൾ അവരൊരു ഫ്രെയിം ഉണ്ട്. അപ്പോൾ ഈ തോട്ടം എന്ന് പറയുന്നത് തനിയെ ഉണ്ടാവുന്നതല്ല, അത് സമൂഹം കൂടി കൊടുക്കുന്നതാണ്. ഇങ്ങനെയൊക്കെ ജീവിക്കണം, ഇന്നത് മാതിരി ആയിരിക്കണം. നമ്മൾ തെറ്റാനേ പാടില്ല, തെറ്റ് പറ്റാനേ പാടില്ല. അപ്പോൾ എപ്പോഴും ശരിക്ക് വേണ്ടി ജീവിക്കുന്നതിൻ്റെ ഒരു സ്ട്രെസ് ഉണ്ട്, തെറ്റ് പാടില്ല. അതേസമയം ഇവരുടെ ക്രൈറ്റീരിയ അവർ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ശരിക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പുറത്ത് ഒരു തുന്നലിൻ്റെ യൂണിറ്റ് ഉണ്ട്. അവിടെ കുറേ പെൺകുട്ടികൾ വരും. അവർ ഉച്ചയാകുമ്പോൾ ഭക്ഷണമൊക്കെ എടുത്ത് വെച്ച് പൊട്ടിച്ചിരിച്ച് കളിച്ച് ഭയങ്കര ഒച്ചത്തിൽ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഉച്ച തിരിഞ്ഞ് അവർ കുറേ ദൂരം നടക്കണം ബസ് കിട്ടാനായിട്ട് അന്ന്. അപ്പോൾ ഇവരിങ്ങനെ പോകുമ്പോൾ ഇവർക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. ഉച്ചയാകുമ്പോൾ ഇവരിങ്ങനെ ഇരുന്നിട്ട് തുടങ്ങി എന്തെത്ര മാത്രം ചിരിക്കാൻ. ഞാനിപ്പോൾ ഇങ്ങനെ അല്ല. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ചേച്ചിയോടെ പറഞ്ഞു, അപ്പോൾ ഇവരുടെ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഈ കുട്ടി വൈകിട്ട് വന്ന് കളിക്കാൻ പോകും, അത് പറ്റില്ല, ട്യൂഷനുണ്ട്. അപ്പോൾ ഈ കുഞ്ഞു കുട്ടിയാണെങ്കിൽ ഈ ചേച്ചിമാരിങ്ങനെ നോക്കി നിൽക്കുക, അവൻ അങ്ങോട്ട് പോകണം, കളിക്കണം, ഇതൊന്നും അനുവദിക്കില്ല. എന്നിട്ട് ഇരുന്ന് പഠിക്കുന്നില്ല, അവൻ ഉണ്ടാക്കുന്നത് കുരുത്തക്കേട്, പ്രശ്നങ്ങളൊക്കെ പറയാം. അപ്പോൾ ഈ ആളുകൾ വൈകിട്ട് എന്താ ചെയ്യണമെന്ന് അറിയോ? അവരിതുമാതിരി മെഡിറ്റേഷന് പോകും, യോഗയ്ക്ക് പോകും, ഒരു ചിരി ക്ലാസ്സിന് പോകും. അപ്പോൾ ഒരു സ്വാമി വന്നിട്ട് അവിടെ ഉള്ള ഈ ഒരു പാറ്റേൺ ഉണ്ട്. അപ്പോൾ ഇവരുടെ ഒരു ഘടനയുടെ ഈ പാറ്റേൺ ആണ് അവർക്ക് ആകെ ചിരി മനസ്സിലാവുന്നതുള്ളൂ. ഇതവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ ഒരു ജൈവികമായ മനുഷ്യരുടെ ബന്ധങ്ങളെ, ആ ഒരു പ്രോസസ്സിനെ നമ്മൾ കട്ട് ചെയ്തിട്ട് ബാക്കി എന്ത് സാധനം വെച്ചിട്ട് നമുക്ക് സമാധാനം കിട്ടില്ല. അപ്പോൾ ഒരു കുഞ്ഞ് ആഗ്രഹിക്കുന്നത് അപ്പുറത്തെ വീട്ടിൽ പോയി കളിക്കാനാണെങ്കിൽ അത് അനുവദിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇത് കട്ട് ചെയ്തിട്ട് നിങ്ങൾ അവനെ വേറെ എന്തെങ്കിലും ഫീഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഒരു ഡിസൈനിൽ അവനെയോ അവളെയോ നിർമ്മിക്കാൻ ശ്രമിക്കുന്നതിന്റെ സംഘർഷമാണ് നമ്മുടെ കുട്ടികളും നമ്മൾ അനുഭവിക്കുന്നത്. എനിക്കുണ്ട് ഒരു ചെറിയ അനുഭവം പറയുകയാണ്. എൻ്റെ ഭാര്യയ്ക്ക് ഒരു മാസത്തിന് മുമ്പ് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചെന്ന് പറഞ്ഞ് കിഡ്നിയിൽ ഒരു സിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു മറുപടി, വേണമെങ്കിൽ നീക്കം ചെയ്യാം, അവിടെ ഇരുന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് രണ്ടാമതൊരു ഡോക്ടറെ കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വേണമെങ്കിൽ നീക്കം ചെയ്യാം. അന്ന് തൊട്ട് ആൾ ഡെസ്പായി, ശരിക്കും പതറ്റിക്കായി. ഒടുവിൽ അയാളോട് ഞാൻ പറഞ്ഞു, 1 മണിക്കൂർ 2 മണിക്കൂറെങ്കിലും ഇയാൾ ഒരു ഉപ്പും മുളകും കാണുക, അല്ലെങ്കിൽ TV കാണുക. ഇന്നലെ രാത്രിയായപ്പോൾ ചോദിക്കുന്നു, ശ്രുതി ഹരിപ്രസാദ് കല്യാണം കഴിച്ച പ്രശ്നം തീരത്താൻ വേറൊരു ടെൻഷൻ, സീരിയല് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അത് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. യഥാർത്ഥത്തിലെ ടെൻഷൻ മാറ്റാൻ നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തതില് ടെൻഷൻ മാറ്റുന്നതിനെ കുറിച്ച് ഒരു മാർഗവും നമ്മൾ പറഞ്ഞില്ല. നമുക്ക് ഡോക്ടറോട് ഡോക്ടറെ ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ഒരു സെക്കൻഡ് ഡോക്ടറെ, നമുക്ക് സമയത്തിന്റെ പരിമിതി ഉണ്ടല്ലോ. നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ ഇത് ബിനു കണ്ണന്താനൊക്കെ പ്രസംഗിക്കുന്നതെല്ലാം കട്ടികളേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, അത് ബിനുവിന് വീട്ടിലിരിക്കുമ്പോൾ ടെൻഷൻ ആവില്ലേ, അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി ഡോക്ടർ ഇപ്പോൾ 2-3 ഇഷ്യൂസ് ഉണ്ട്. ഒന്ന്, കേരളത്തിൽ എന്തൊക്കെ കാരണത്തിലായാലും പുതിയ ജനറേഷനായാലും ടെൻഷൻ കൂടുന്നു എന്നുള്ള സത്യമാണ്. അത് സാമൂഹിക സാഹചര്യമാവാം, മറ്റെന്തെങ്കിലും പ്രശ്നമാവാം. പക്ഷേ ഇതുകൊണ്ട് വീട് വിട്ടു പോകുന്ന കുട്ടികളുണ്ട്, വീട് വിട്ടു പോകുന്ന പ്രായമുള്ളവരുണ്ട്, വീട്ടിൽ താമസിക്കാൻ പറ്റാത്ത അസ്വാസ്ഥ്യങ്ങളുണ്ടാകുന്നു. ഇങ്ങനെ ഒരുപാട് മാനസിക പ്രശ്നം. പലരും കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു മനോരോഗം പോലെ, അല്ലെങ്കിൽ മനോവിദഗ്ധനെ കാണാൻ പോകുന്ന എന്തോ ഒരു നാണക്കേട് പോലെ കാണുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പം മനോരോഗം എന്ന് പറഞ്ഞാൽ ഒരു രോഗമായിട്ട് പോലും ആൾക്കാർ കാണാത്തൊരു സൊസൈറ്റി എപ്പോഴും. അങ്ങനെയുള്ളൊരു ചുറ്റുപാടിൽ നമ്മുടെ പൊതുസമൂഹം ഫേസ് ചെയ്യുന്നത്, ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് തന്നെ ഡിപ്രഷൻ പോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവർ ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്കൊന്ന് ഇത്രയും കൂടുതൽ മലയാളിക്ക് ഡിപ്രഷൻ വന്നൊരു കാലം ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ഇവിടേക്ക് എങ്ങനെയാണ് മലയാളി എന്ന് മൂക്കൂത്തി വീണേന്നുള്ള കാര്യം തന്നെ എനിക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല. ഈ ഒരു നമ്മൾ ഇങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആൾക്കാരില്ല എന്ന് പറയും. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. മലയാളി ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് പുഴുക്കുത്തുകളുള്ള ഒരു സൊസൈറ്റിയാണ്. ഒരു ഡോക്ടർ എങ്ങനെയാണ്, ഒരു മനഃശാസ്ത്രജ്ഞൻ ഇത്രയും കാലം ഒരുപാട് രോഗികളെ ചികിത്സിച്ചുള്ള ഒരാളെന്നുള്ള നിലയിൽ ഡോക്ടർ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? അല്ല, ഇതിൽ ടെൻഷൻ എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഊർജ്ജമാണ്. ഒരു പരിധി വരെ ടെൻഷൻ വേണം. ആ ടെൻഷൻ ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ചലിക്കാനുള്ള ശക്തി ഉണ്ടാവുള്ളൂ. അത് അതിര് വിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രശ്നമാണ്. ഇപ്പം നമ്മൾ ചർച്ച ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, ഈ അതിര് വിടുന്ന പ്രവണത കൂടുതലായിട്ട് ഇപ്പോൾ കേരളീയ സമൂഹത്തിലുണ്ട് എന്നുള്ളതാണ്. ചിലരൊക്കെ അമിതമായിട്ടുള്ള ഉത്കണ്ഠയിലേക്ക് പോകാറുണ്ട്, മരുന്ന് വരെ കഴിക്കുന്ന അവസ്ഥകൾ വരാറുണ്ട്, വിഷാദ രോഗങ്ങളിലേക്ക് പോകാറുണ്ട്. ഇതിൽ പഴയൊരു ചൊല്ലുണ്ട്, തലയ്ക്ക് മീതെ വെള്ളം വന്നാൽ
അതുക്കും ഇതേ തോണി എന്ന് പറയും. അതായത് ഓപ്പറേഷൻസ് കേരളത്തിലെ ചൊല്ലുണ്ട്, തലയ്ക്ക് മീതെ വെള്ളം വന്നാൽ അതുക്കും മീതെ തോണിയെന്ന്. ടെൻഷൻ വരുമ്പം, സംഘർഷം വരുമ്പം, ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അനുഭവം അതാണ്. പക്ഷെ എങ്ങനെ ഈ തോണി വയ്ക്കും? ഈ തോണി വയ്ക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞതല്ല. ഇപ്പോൾ മെഡിറ്റേഷൻ ആവാം, പ്രാർത്ഥനയാവാം, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആവാം. അതിൻ്റെ പ്രാപ്തി മാത്രമാണ്. അല്ലെങ്കിൽ മുങ്ങിച്ചാവാം. ഇത് പോയേ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ വെള്ളത്തിൽ മുങ്ങിച്ചാവാം. പിന്നെ ഇതിനോടൊപ്പം തന്നെ ഈ പ്രാപ്തി ഉണ്ടാക്കുന്ന വേറെ ചില ഘടകങ്ങളാണ്. അത് കേരളത്തിൽ കുറഞ്ഞു വരികയാണ്. ഒന്ന് മിണ്ടാനൊരാൾ, കുഴപ്പമില്ല ഞാൻ ഒപ്പമുണ്ട് എന്ന് പറയാനൊരാൾ, അല്ലെങ്കിൽ നമുക്കൊരു സാമ്പത്തികമായിട്ടുള്ളൊരു വിഷമമാണെങ്കിൽ തൽക്കാലത്തേക്ക് ഞാൻ സഹായിക്കാം എന്ന് പറയാനൊരാൾ, ഒരു രോഗാവസ്ഥ വരുമ്പം ഞാൻ ഒപ്പമുണ്ട് എന്ന് പറയാനുള്ള ഒരാൾ, അല്ലെങ്കിൽ ആ പ്രശ്നത്തിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് ഒരു സഹായം ചെയ്യാൻ ഒരാൾ, ഇങ്ങനെയുള്ള സാമൂഹിക പിന്തുണകളും ഇതിൽ അത്യാവശ്യമാണ്. അപ്പോൾ രണ്ട് ഘടകങ്ങൾ വളരെ പ്രധാനമാണ് നമ്മൾ സംഘർഷമായിട്ട് സമരസപ്പെടാൻ. ഒന്ന് വ്യക്തിപരമായിട്ടുള്ള ഈ സമരസപ്പെടലിനുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. ഒരു സംതൃപ്തിയുടെ ജീവിതം നയിക്കുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ തീരും. ഈ അസംതൃപ്തിയുടെ ഒരു ജീവിതമായിട്ട് കൊണ്ടു നടന്നു കഴിഞ്ഞാൽ എല്ലാത്തിലും അസംതൃപ്തി. നമ്മളിലേക്ക് നോക്കുമ്പം നമുക്ക് സംതൃപ്തി ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്കതുണ്ട്, ഇതുണ്ട്, എനിക്കതിൽ ആഹ്ലാദിക്കാനുണ്ട് എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ തന്നെ അസംതൃപ്തി എന്ന് പറയുന്ന ഒരു ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു ഘടകം ഉണ്ടാവും. ഇപ്പോൾ വ്യക്തിപരമായിട്ടുള്ള ഘടകങ്ങളുണ്ട്. ടെൻഷൻ വരുമ്പോൾ നേരിടാനുള്ള ചില ടെക്നിക്കുകൾ ശീലിക്കേണ്ടി വരും. അതുപോലെ തന്നെ പ്രധാനമാണ് നമ്മളെ പിന്തുണയ്ക്കാനുള്ള ഒരു സാമൂഹിക പിന്തുണ നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അവിടെയാണ് കുടുംബം അതുപോലുള്ള ഒരുപാട് കാര്യങ്ങളുടെ പ്രസക്തി. ഈ പറയുന്ന നമ്മുടെ സാമൂഹിക പിന്തുണാ ഘടകങ്ങളുടെ ശോഷണം, അതിനെക്കുറിച്ച് നമ്മൾ ജാഗ്രത പുലർത്തണം, അതിനെ വളർത്തിയെടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ വ്യക്തി എന്നുള്ള നിലയിൽ ചെറുക്കാനുള്ള, തലയ്ക്ക് മീതെ വെള്ളം വന്നാൽ തോണി വെക്കാനുള്ള പ്രാപ്തി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒത്തിരി ഉത്തരവാദിത്തമുണ്ട്. അതിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പലതും ഇന്ന് ഒളിച്ചോടി പോവുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ഈയിടെ നടത്തിയ ഒരു സർവേയിലെ വിദ്യാഭ്യാസം കൊണ്ട്, സ്കൂൾ കോളേജ് വിദ്യാഭ്യാസം കൊണ്ട് ഒരു വ്യക്തിയുടെ ജീവിതം വിജയകരമാക്കി മാറ്റുന്നതിന് വേണ്ട അറിവിൻ്റെ വെറും 15% മാത്രമേ ലഭിക്കുന്നുള്ളൂ. ബാക്കി 85% മറ്റു പല തലത്തിൽ നിന്നുമാണ്. ഇന്ന് പക്ഷേ നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അത് പലതും വ്യവസായവൽക്കരിച്ചുകൊണ്ട് അവർക്ക് വേണം റിസൾട്ട്. ഞങ്ങളുടെ സ്കൂളിൽ നിന്നിരിക്കണം ഏറ്റവും കൂടുതൽ A+, ഏറ്റവും കൂടുതൽ ഡിസ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ 15% മാത്രം ഒതുക്കിയിട്ട് കുറേ ബോയിലർ ചിക്കനുകളെയാണ് ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഓരോ വർഷവും പുറത്തേക്ക് വിടുന്നത് എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ ഏറ്റവും ടെൻഷൻ ഉള്ള ഒരു ജോലിയാണ് ഒരു ഡോക്ടർ ജോലി. എസ്പെഷ്യലി ഞാനൊരു ഞാനൊരു സർജനാണ് സർ. ഞാനൊരു സർജറി ചെയ്യുന്ന ഒരു സർജനാണ്. സോ ഈ ലോകത്തിലേക്ക് എനിക്ക് തോന്നുന്നു ഒരാളുടെ ജീവൻ നമ്മുടെ മുമ്പേ കിടക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടെൻഷനുള്ള ഒരു സംഭവമാണ്. അവർ അനസ്തീസിയയിൽ പോയി ഞാനത് ഓപ്പറേറ്റ് ചെയ്ത് തിരിച്ചവർ അനസ്തീസിയൻ തിരിച്ചു വന്ന് എന്ത് പേര് പറയൂ എന്ന് അനസ്തറ്റിസ്റ്റ് പറയുമ്പോൾ പറയണം. അതുവരെ എൻ്റെ ജീവൻ എൻ്റെ കയ്യിലുണ്ടാവില്ല. സോ ഏറ്റവും വലിയ ടെൻഷൻ കൂടിയ പ്രൊഫഷന് എല്ലാവർക്കും അവരുടെ ടെൻഷൻ പ്രൊഫഷനാണ്. പക്ഷെ ഇതൊരു ജീവനുമായിട്ടുള്ള കളിയാണ്. പക്ഷെ ആ സമയത്ത് നമുക്കിപ്പോൾ ഒരു ബ്ലീഡിങ് കൂടിപ്പോയി, നമ്മളിവിടെ ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്നാൽ പറ്റില്ല. നമ്മുടെ എക്സ്പീരിയൻസ് നമ്മളെ പഠിപ്പിക്കുന്ന എങ്ങനെ അത് സ്റ്റോപ്പ് ചെയ്യും, പോസിറ്റീവായിട്ട് ഹൗ ഐ എം ഗോയിങ് ടു ഡു ഇറ്റ്. സോ ഫൈനലി വാട്ട് ഐ ഹാവ് ടു സേ ഈസ് മേക്ക് യുവർ സെൽഫ് പോസിറ്റീവ്. വീണ ചിരിച്ചുകൊണ്ട് എണീറ്റ് നടക്ക്. ടെൻഷൻ പോയി, അയ്യോ എല്ലാവരും കണ്ടല്ലോ ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് ആരെങ്കിലും നമ്മളെ പിടിച്ചോണ്ട് എണീപ്പിക്കാൻ നടക്കരുത്. ജസ്റ്റ് യു റൈസ് അപ്പ്, ചിരിക്ക്, മറ്റവരാരും നിന്നെ നോക്കി ചിരിക്കില്ല. സോ ദ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടു ഹാൻഡിൽ ടെൻഷൻ. ഫിനിഷ്ഡ്, യു ആർ ഡൺ. ഓക്കെ, എന്താ ഒറ്റ വാചകത്തിൽ അങ്ങ് പറയാം. അങ്ങനെ ഒരു സെക്കൻഡ്, നമുക്കിനി സമയമില്ല. അദ്ദേഹത്തിന്റെ റിക്വസ്റ്റ് മാത്രം ഞാൻ പരിഗണിക്കുന്നു. ഒറ്റ സെന്റൻസ്. ഞാനൊരു ഗുരുവായൂരപ്പന്റെ ഭക്തനാണ്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഞങ്ങൾക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു. ഒരുപാട് ടെൻഷനായിട്ട് നടന്ന് പൊതുജീവിതത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ കുടുംബത്തിലും ടെൻഷനുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ആ ഗുരുവായൂരപ്പന്റെ ഭക്തനായതുകൊണ്ട് ആ ഭക്തിയിൽ ഞാൻ പോകുന്നതുകൊണ്ട് എനിക്ക് യാതൊരു ടെൻഷനില്ല. കിടക്കുമ്പോൾ തന്നെ ഉറക്കം വരും. അപ്പം ചോദിക്കുക എന്തുകൊണ്ട് മനുഷ്യ കിടന്നോ? അപ്പം തന്നെ ഞാൻ പറയും ഞാൻ ഈശ്വരനിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. ഏത് ന്യായമായ കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ സഹകരിക്കും, സംബന്ധിക്കും, എന്നെ കൊണ്ട് കഴിയാവുന്ന ചെയ്തു കൊടുക്കും. അതുകൂടാതെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ നമ്മൾ ഇവിടെ നടത്തിയ നല്ല ചർച്ച അതിഗംഭീരമായ നല്ലൊരു ചർച്ചയാണിത്. പക്ഷെ ഇത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കിട്ടാവുന്ന രീതിയിലൊരു
പ്രോഗ്രാമായിട്ട് എല്ലാ സ്കൂളിലും അത് നമുക്ക് വേറെ ചെയ്യാം. കൊണ്ടുവരാനുള്ള അത് വേറെ സംവിധാനം ചെയ്യണം. പിന്നെ അത് ഗുരുവായൂരപ്പനെ കൂടാതെ തന്നെ- ഭജിക്കണം എന്നുള്ളത് വേറെ ചെയ്യാം. അത് കൂടാതെ തന്നെ ഒരു സെക്കൻഡ്, അതൊരു സബ്ജക്റ്റാണ്. മറ്റേ റിപ്പബ്ലിക് ദിന ആശംസകളും ഈ നല്ലൊരു പരിപാടി എടുത്ത ഫ്ലവേഴ്സ് ചാനലിലും ശ്രീകണ്ഠൻ സാറിനും എൻ്റെ അഭിവാദ്യങ്ങളും എൻ്റെ സഹപ്രവർത്തകരെയും. ഓക്കെ, റെഡി, പറയും. സാർ, പ്രശസ്ത നടൻ രജനീകാന്ത് സാർ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സഞ്ചരിക്കുന്നത് BMW കാർ ആയിക്കോട്ടെ അല്ലെങ്കിൽ മാരുതി കാർ ആയിക്കോട്ടെ, നമ്മൾ സഞ്ചരിക്കുന്ന റോഡ് സെയിം ആയിരിക്കും. നമ്മൾ ധരിക്കുന്നത് ടൈറ്റൻ വാച്ച് ആയിക്കോട്ടെ, റോളക്സ് വാച്ച് ആയിക്കോട്ടെ, സമയം എപ്പോഴും സെയിം ആയിരിക്കും. നമ്മൾ എക്കണോമി ക്ലാസ്സിലാണോ അതോ ബിസിനസ് ക്ലാസ്സിലാണോ സഞ്ചരിക്കുന്നത്, നമുക്ക് എത്തേണ്ട ഡെസ്റ്റിനേഷൻ സെയിം ആയിരിക്കും. അതെ, നല്ല കാര്യങ്ങൾ സ്വീകരിക്കുക. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് നീഡല്ല. നമുക്ക് നീഡ് മാഡം പറഞ്ഞ പോലെ, നേരത്തെ മാഡമാണ് പറഞ്ഞത്, നമുക്ക് നീഡ് നമുക്കത് നിറവേറ്റാൻ സാധിക്കും. പക്ഷേ ഗ്രീഡ് ആകുമ്പോഴാണ് പ്രശ്നം വരാൻ. ഇപ്പം ഞാൻ സന്തോഷവാനാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, എനിക്ക് കാഴ്ചയുണ്ട്. ഇവിടെ പലർക്ക് സൗന്ദര്യം ഇല്ലായ്മ ഒരു ടെൻഷനായിട്ട് കൊണ്ടാക്കുന്നവർ, എനിക്ക് കാഴ്ചയുണ്ട്, കേൾവി ശക്തിയുണ്ട്, സംസാരിക്കാനുള്ള കഴിവുണ്ട്, 3 നേരം ആഹാരമുണ്ട്, കയറിക്കിടക്കാൻ ഒരു കൂരയുണ്ട്, സ്നേഹിക്കാൻ അമ്മയുണ്ട്, അച്ഛനുണ്ട്, അനിയനുണ്ട്, എൻ്റെ മുത്തശ്ശിയുണ്ട്, എൻ്റെ മകനുണ്ട്, എൻ്റെ ഭാര്യയുണ്ട്, എല്ലാവരും ഒരേ വീട്ടിലുമാണ്. അപ്പോൾ ഇത് ഇത്രയുമുള്ള ഞാൻ സന്തോഷവാനാണ്. ഓക്കെ, നമ്മളൊക്കെ നമുക്ക് തോന്നുന്നതാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ മനുഷ്യനെ തോന്നിവാസി എന്ന് വിളിക്കുന്നത്. ഈ തോന്നാത്തത് ചെയ്യാൻ പറ്റുമോ ആർക്കെങ്കിലും? നല്ലതായിക്കോട്ടെ പൊത്തയായിക്കോട്ടെ, തോന്നുന്നതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നല്ലത് ഉദ്ദേശിച്ച് ചെയ്യുന്നു, മോശമാവുന്നു, നല്ലതാവുന്നു. അതൊരു കുറ്റമല്ല. കാരണം നമ്മുടെ സയൻറ്റിഫിക്കലി ഇറ്റ്സ് പ്രൂവൺ, നമ്മുടെ ബ്രെയിനിൽ നിന്ന് കിട്ടുന്ന ആ കമാൻഡ് അനുസരിച്ചാണ് നമുക്കൊരു സാധനം എടുക്കാനോ ഇടത്തോട്ട് പോകണോ വലത്തോട്ട് പോകുന്ന ഒക്കെ ഉള്ളത്. അപ്പോൾ ആ ബ്രെയിനിൽ നിന്ന് കിട്ടുന്ന കമാൻഡാണ് വിചാരം, തോട്ട്സ്. അപ്പോൾ ആ തോന്നലുകളാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അതിൽ നമുക്കൊരു കൺട്രോളും ഇല്ല. അപ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിക്കും, നന്നാവും, ദോഷം വരും, ടെൻഷൻ ഉണ്ടാവും, സന്തോഷം വരും. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലൈഫ് ആയിട്ട് എടുക്കുക. ടെൻഷൻ്റെ മഹാരോഗികൾ നമ്മളാകുന്നു എന്നത് ഗുണകരമായ ഒരു കാര്യമല്ല. മാത്രവുമല്ല, ആരോഗ്യമുള്ളൊരു സമൂഹത്തിന് പറ്റിയ കാര്യവുമല്ല. ടെൻഷന് ചികിത്സ വേണം, ചികിത്സയെടുക്കാൻ ആളുണ്ട്, നല്ല കൗൺസിലിംഗ് കിട്ടും. അതൊക്കെ ഉണ്ടെങ്കിലും ടെൻഷൻ കുറയ്ക്കാൻ മറ്റ് ചില ഭൗതിക സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ വേണം. നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ നിർഭാഗ്യവശാൽ കൂടുതൽ മോശമായി വരുന്നു. അതിലാണ് എൻ്റെ ഉത്കണ്ഠയും. മറ്റു വിശേഷവുമായി അടുത്ത ശനിയാഴ്ച ഇതേ സമയം. ഗുഡ് ബൈ.